പ്രൈസ് ലോർഡ്. വിമൻ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് എല്ലാ പ്രിയമുള്ള പ്രാവശ്യമോട് വെൽക്കം ചെയ്യാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നമ്മൾ ഒന്നിച്ച് കേൾക്കാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. പിന്നെ ഒരു പ്രാവശ്യം കൂടെ നല്ലൊരു ജീവിതാനുഭവം കേൾക്കുവാൻ തക്കണം, തിരുസന്നിധിയിലേക്ക് ഒന്നിച്ച് കടന്നു വരുവാൻ തക്കണം. അവിടെ ഞങ്ങളെ ഒരുക്കി കിടപ്പയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ കുടവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ പ്രിയമകൾക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരണം. ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണം. മുറ്റുമായി സഹായിച്ചാട്ട് അനുഗ്രഹിച്ചാട്ട് വൻ കാര്യങ്ങൾ നീ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. സകലമാനവും സകല മഹത്വവും ഞങ്ങളോടത്ത് കടപ്പിക്കുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. ഇന്ന് നമ്മളോടൊപ്പം തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് UK നിന്ന് പ്രിയ സിസ്റ്റർ സോളി സാജു ആണ്. പ്രിയ സിസ്റ്റർ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്റർ. UK എവിടെയാണ് സിസ്റ്ററെ? ഞങ്ങൾ ഗ്ലാസ്ഗോയിൽ. ഓക്കെ. കുറേ നാളായി അവിടെ ചെന്നിട്ട്? ഞങ്ങളിപ്പോ 20 വർഷം കഴിഞ്ഞു. 20 വർഷം. ഓക്കെ. നാട്ടിലെവിടാ ജനിച്ചു വളർന്നേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അതൊക്കെ ഒന്ന് പറയാം. ഓക്കെ. നാട്ടിലെ ഞാൻ ജനിച്ചു വളർന്നത് ആലുവയ്ക്കും പെരുമ്പാവൂരിനും ഇടയ്ക്ക് ഒരു കിഴക്കമ്പലം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. കിഴക്കമ്പലം, അതിനകത്ത് 2 കുഞ്ഞു ഗ്രാമങ്ങളുണ്ട്. ഒരു ഗ്രാമമാണ് ചെമ്മലപ്പടി എന്ന് പറഞ്ഞൊരു സ്ഥലം. കിഴക്കമ്പലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ടാണ് കിഴക്കമ്പലം എന്ന് പറഞ്ഞ, അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ വീട്ടില് എനിക്ക് പിതാവ് ലോകത്തിൽ നിന്ന് വേർപെട്ടു. എൻ്റെ മാതാവും എനിക്ക് ഒരു ചേച്ചിയുണ്ട്. അതുപോലെ ഒരു അനുജത്തിയും ഒരു സഹോദരനും ഉണ്ട്. ഞാൻ വീട്ടിലെ രണ്ടാമത്തേതാണ്. ശരി. ഇപ്പോൾ കുടുംബ പശ്ചാത്തലമൊക്കെ അങ്ങനെയാണ് അല്ലേ? അതെ. ഒരു വിശ്വാസ കുടുംബത്തിലൊക്കെയാണോ ജനിച്ചത്? അല്ല, ഞാൻ ജനിച്ചത് ഒരു ജേക്കോബൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. ഇപ്പൊ സിസ്റ്റർ കുടുംബത്തെ കുറിച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വിവാഹം കഴിച്ച ഫാമിലിയിലെ അവിടെ പേരൻസ് ഉണ്ട്, അപ്പച്ചനും അമ്മച്ചിയും. പിന്നെ എൻ്റെ ഹസ്ബൻഡാണ് മൂത്തത്. ഇളയാള് പാസ്റ്ററായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ ഹസ്ബൻഡ് വീട്ടില് എല്ലാവരും നാട്ടിൽ തന്നെ ഉണ്ട്. ഞങ്ങൾ മാത്രമേ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ, അപ്പച്ചനും അമ്മച്ചിയും. പിന്നെ അതുപോലെ അനുജൻ കുടുംബമായിട്ട് നാട്ടിൽ തന്നെയാണ്, കിഴക്കമ്പലത്ത് അവിടെ തന്നെയാണ്. അതിൽ ആലുവ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു ശുശ്രൂഷയിലായിരിക്കുന്നത്. എല്ലാവരും അടുത്തൊക്കെ തന്നെയാണ് അല്ലേ? കിഴക്കമ്പലം, ആലുവ. വീടും അനുജന്റെ വീടും അടുത്തടുത്താ. പിന്നെ എൻ്റെ വീടാണെങ്കിലും ഒത്തിരി ദൂരമില്ല. ഞങ്ങളൊക്കെ ഒരു ഏരിയയിലുള്ളവർ തന്നെയാണ്. ഞങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ലെന്ന് മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ പഠിച്ചതും എൻ്റെ കോളേജും പള്ളിയും ഒക്കെ ഒന്നായിരുന്നു ശരിക്കും പറഞ്ഞ. പിന്നെ കല്യാണം ആലോചിച്ച് വന്നപ്പോൾ അതിങ്ങനെയാ, ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയായി. ഞങ്ങൾക്ക് ഒരു 2 കിലോമീറ്ററിന്റെ ദൂരേ ഉള്ളൂ ഞങ്ങളുടെ വീടുകൾ തമ്മിൽ. ശരി. സിസ്റ്റർ അനുഭവങ്ങളൊക്കെ പറയാം കേട്ടോ, ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം. എൻ്റെ വീട്ടില് ഞാൻ ആദ്യം തന്നെ ദൈവത്തിന് മഹത്വപ്പെടുത്തട്ടെ. ഞാൻ നാളുകളായിട്ട് ആഗ്രഹിച്ചൊരു വിഷയമായിരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു പാത്തിമത്തില് ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്തും പോയി ഇങ്ങനെ ഒന്നും സാക്ഷ്യം പറഞ്ഞിട്ടില്ല. എനിക്കിങ്ങനെ ഒരു എല്ലാവരും, ഞാനിങ്ങനെ ആസാദി ചാനലിന്റെ വലിയൊരു ആരാധകയാണ് സത്യം പറഞ്ഞാൽ. എപ്പോഴും തന്നെ മിക്കവാറും ഞാൻ കേൾക്കാറുണ്ട്. അപ്പൊക്കെ ഞാൻ ഓർക്കും, എനിക്കിങ്ങനെ ഒരു സാഹചര്യമൊക്കെ എനിക്കും ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലോ, എൻ്റെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമല്ലോ എന്നൊക്കെ ഉള്ള ഞാൻ നാളുകളായിട്ട് ആഗ്രഹിച്ചൊരു വിഷയമാണ്. ഇതിനെ ഞാൻ ദൈവത്തിന് ഏറ്റവും മഹത്വം അർപ്പിക്കുന്നു. ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. ഇതിന് ദൈവത്തിന്റെ നാമം മാത്രം ഉയർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എന്ന് ഈ രക്ഷയിലേക്ക് വന്നു അന്ന് തുടങ്ങി ഞാൻ എൻ്റെ ആഗ്രഹം, എൻ്റെ ദൈവത്തിന്റെ നാമം എത്ര ഉയർത്തപ്പെടാൻ പറ്റുമോ അത്രയും ഉയർത്തണം എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ എനിക്കതിനുള്ള സാഹചര്യങ്ങളോ എനിക്കതിനുള്ള കഴിവൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇതെൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെന്നെ സഹായിച്ച ഫിനി പാസ്റ്ററിനും സാൻഡിസ്റ്ററിനും എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിന് മുഖാന്തരമായി തീർന്നത് ബ്രദർ ബിജു ആൻഡ് ഫാമിലി. ഞങ്ങളുടെ ചർച്ചിലാണ്, ഞങ്ങൾ ഹെബ്രോൻ ക്രിസ്ത്യൻ അസംബ്ലി ചർച്ചിൽ ഒന്നിച്ച് ആരാധിക്കുന്നു. അവർക്ക് ഞാൻ എൻ്റെ ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തുന്നു.
പിന്നെ എൻ്റെ വീടിൻ്റെ ഇൻട്രൊഡക്ഷൻ ഞാനിപ്പോൾ പറയാനിടയായല്ലോ. ഞാനൊരു ജേക്കോബൈറ്റ് ഫാമിലിയിൽ നിന്ന് രക്ഷയിലേക്ക് വന്ന ഒരാളാണ്. ഞാൻ ചെറുപ്പത്തിലേ തുടങ്ങി ഞാൻ ജേക്കോബൈറ്റിൽ എൻ്റെ പേരൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അവർ എന്നെ ഒത്തിരി ആ ജേക്കോബൈറ്റ് പാരമ്പര്യത്തിൽ എന്നെ ഒത്തിരി സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തി. ചർച്ചിൽ എപ്പോഴും രാവിലെ തന്നെ പോവുക, തിരിച്ചു വരിക, വഴിപാട് അർപ്പിക്കുക, പ്രാർത്ഥന, കുർബാന, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനൊക്കെ അത്രയും ഞാൻ നല്ല ചിട്ടയായിട്ട് വളർന്ന ഒരു മോളാണ്. അതുപോലെ അതുപോലെ വേറെ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സൺഡേ സ്കൂളിലെല്ലാം ഏറ്റവും ഫസ്റ്റ് മേടിച്ച് 10ാം ക്ലാസ് വരെയും പാസ്സായി എല്ലാത്തിനും സമ്മാനം മേടിച്ച ആളാണ്. അങ്ങനെ ഞാൻ അപ്പോൾ ആ ഉള്ള ആരാധനയിൽ ഞാൻ ഒത്തിരി ആഴമായിട്ട് ഞാൻ ജീവിച്ചു വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുർബാന, പ്രാർത്ഥന, അതിനകത്തൊക്കെ ഒത്തിരി എനിക്ക് ഒത്തിരി ആഴമായിരുന്നു. ഞാൻ പിന്നെ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുന്ന എനിക്ക് അറിയാമോന്ന് എനിക്കറിയത്തില്ല. മറിയാമിനോടുള്ള പ്രാർത്ഥനയിൽ ഞങ്ങൾ തിരി പിടിച്ചിരിക്കും നിൽക്കും, അങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഈ തിരി പിടിച്ചു കഴിഞ്ഞിട്ട് തിരിയിൽ അതിനകത്തുനിന്ന് വീഴുന്ന ഓരോ തുള്ളി എൻ്റെ കയ്യിൽ വീഴുന്നില്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടില്ല. അങ്ങനെയൊക്കെ ഞാൻ അത്രമാത്രം ആഴമായിട്ട് ഞാൻ ആ ഇതിൽ എഴുകി ചേർന്ന് ജീവിച്ച ഒരാളാണ്. അങ്ങനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൃപയും കൊണ്ട് ഞാൻ നേഴ്സിങ്ങിന് അഡ്മിഷന് വേണ്ടിയിട്ട് പോകാനിടയായി. നേഴ്സിംഗ് ഞാൻ പലയിടത്തും ഞാൻ നാട്ടിലെല്ലാം അന്വേഷിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് പറഞ്ഞു, ഇതൊക്കെ പണ്ടേ തുടങ്ങി പൈസയൊക്കെ കെട്ടി വെച്ചിട്ടാണ് അവിടെയൊക്കെ ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ പോകും, തിരിച്ച് ഇങ്ങനെ പോരും, തിരിച്ച് വന്ന് അങ്ങനെ എനിക്ക് ഒരു സ്ഥലത്തും കിട്ടാണ്ടായി കഴിഞ്ഞാൽ വന്ന് മാർക്ക് കുറവോ അങ്ങനെയൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇവിടുത്തെ എല്ലാം ഈ മാനേജ്മെൻറ്റ് കോട്ടയിൽ ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ എനിക്കൊരു സാഹചര്യം കിട്ടിയപ്പോൾ ബാംഗ്ലൂർ പോയി ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. ബാംഗ്ലൂർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ അറ്റൻഡ് ചെയ്ത് എനിക്ക് 12ാമത്തെ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. ഞാൻ നിരാശയോട് തിരിച്ചു വന്നു. എനിക്കിനി ഒരിക്കലും കിട്ടത്തില്ല അങ്ങനെയുള്ള രീതിയിൽ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് എൻ്റെ ചാച്ചൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറാണ്. എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠൻ്റെ മോൻ ബോംബെക്ക് പോകുന്നു, അവിടെ കൊണ്ടുപോയി എന്നെ ചേർക്കാം എന്നുള്ള രീതിയിൽ എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് ദൈവത്തിൻ്റെ പദ്ധതി അതല്ലായിരുന്നു. ദൈവം അവിടെ ചെന്ന് ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് പോലും പോകുന്നതിന് മുമ്പേ എനിക്ക് 12ാമത്തെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടായിരുന്ന എന്നെ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചും വിളിക്കാനിടയായി. വിളിക്കാനിടയായി ഞാൻ തിരിച്ചങ്ങനെ പോവുകയാണ്. ഞാൻ തന്നെ എന്നെ ട്രെയിൻ കയറ്റി വിടുകയാണ്. ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇത്രയും ദൂരം. അപ്പോൾ എൻ്റെ ചേച്ചി വന്ന് ബാംഗ്ലൂർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ പോയി അവിടെ ചെന്ന് CSI ഹോസ്പിറ്റലിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ അവിടെ 3 വർഷം അവിടെ പഠിച്ച് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ അത് കഴിഞ്ഞ ശേഷം 2 വർഷം എനിക്ക് അവിടെ ബോണ്ട് ഉണ്ടായിരുന്നു. ആ ബോണ്ടിൻ്റെ സമയത്ത് ഞങ്ങളുടെ ആ ഹോസ്പിറ്റലിലുള്ള ഫാർമസിയിലുള്ള ഒരു ചേച്ചി, ആ ചേച്ചിയായിട്ട് ഞാൻ ഭയങ്കര കൂട്ടായി. ആ ചേച്ചി പെൻഡിക്കോസിലുള്ളതായിരുന്നു. ആ ചേച്ചി എന്നെ അന്നേരം ഒന്നും അങ്ങനെ സുവിശേഷം അറിയിക്കുക അങ്ങനെയൊന്നുമില്ല. പക്ഷെ എൻ്റെ അടുത്ത് നല്ല കൂട്ടായിരുന്നു. ഞങ്ങൾ നല്ല കൂട്ടായി. അത് കഴിഞ്ഞ് ഞാൻ ബോണ്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് ബാംഗ്ലൂർ ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ എനിക്ക് അവിടെ ജോലി ചെയ്യാനൊരു സാഹചര്യം ഒരുക്കി. അവിടെ 1 വർഷം 9 മാസം ഞാൻ അവിടെ ജോലി ചെയ്തു. ആ ഇന്ന സമയത്ത് വെച്ചാൽ ഞാൻ CSI ഹോസ്പിറ്റലിൽ പഠിച്ചുകൊണ്ടിരിക്കുകയും ബോണ്ട് ചെയ്തിരിക്കും. ഭയങ്കര സ്ട്രിക്റ്റ് ആ ഹോസ്പിറ്റലിൽ. ഞങ്ങൾക്ക് എങ്ങും തനിയൊന്നും പോകാൻ മേല. ഞങ്ങൾക്ക് ട്യൂട്ടർ ഇല്ലാതെ എങ്ങും പോകാൻ പാടില്ല, അങ്ങനെയുള്ളതാണ്. പിന്നെ ബോണ്ട് സമയത്ത് ഇച്ചിരിയൊക്കെ ഇളവുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇത്രയും ദൂരം ഒന്നും ഞാൻ എങ്ങും പോയിട്ടില്ല. ഞങ്ങൾ ആ അടുത്തുള്ള സ്ഥലത്ത് പോവുക, ഞങ്ങൾ കൂട്ടുകാരായിട്ട് പോവുക, തിരിച്ചു വരിക, ഇതായിരുന്നു ഞങ്ങളുടെ റുട്ടീൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന സമയത്ത് ഞാൻ ഈ ജേക്കോബൈറ്റ് ചർച്ചിൽ, ഞങ്ങളുടെ തൊട്ടടുത്തൊരു ജേക്കോബൈറ്റ് ചർച്ച് ഉണ്ട് ഈ CSI ഹോസ്പിറ്റലിൻ്റെ അവിടെ. മറ്റുള്ള എല്ലാ വിഭാഗത്തിലുള്ളവരെയും കൊണ്ട് ഞാൻ കൊണ്ടുപോകുമായിരുന്നു ഈ ജേക്കോബൈറ്റ് ചർച്ചിൽ. അവിടെ പോയി ഒരു ചായയും കുടിക്കും, ബിസ്ക്കറ്റും കഴിച്ച് അങ്ങനെ സന്തോഷമായിട്ട് അവരെയും കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് ആക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അത്രമാത്രം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ അടുത്ത ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി എന്നെ ഇപ്പോഴും വിളിക്കും, മോളെ നീ വാ, നമുക്ക് ഇവിടെ ഞങ്ങളുടെ അപ്പോൾ ചേച്ചിയുടെ പേരൻസ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്നിരിക്കുന്നത് കൊണ്ട് അപ്പോൾ അവരുടെ വീട്ടിൽ പോവുക, ഈ ആഹാരത്തിൽ നിന്ന് അവിടുത്തെ ഉള്ള ഒരു ആഹാരം, ആ പപ്പയും മമ്മിയും ഉണ്ടാക്കുന്ന ആഹാരം കൂടെ കഴിക്കാമല്ലോ എന്നൊക്കെ ഉള്ള ആഗ്രഹത്തിലാണ് ഞാൻ പോകുന്നത്. പക്ഷെ എല്ലാ ഞായറാഴ്ചയും അവിടെ ചെല്ലും. അവിടെ നിന്ന് പോയി തൊട്ടടുത്ത് തന്നെ ചർച്ച്, അവിടെ പോവുക, അവിടെ ആരാധിക്കുക, വീട്ടിൽ വരിക, ആഹാരം കഴിക്കുക, തിരിച്ച് ബസ്സിൽ കയറ്റി വിടുക, ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് വരിക. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒക്കെ
എന്നെ ഒത്തിരി വേദനപ്പെടുത്തിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ജേക്കോബ ചർച്ചിലുള്ളതാണ്. ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ എല്ലാവരും എന്നെ ഒരു വിരൂപ രീതിയിലാണ് എന്നെ കാണാറ്. എന്നുവെച്ചാൽ ഞാൻ മാത്രമുള്ള ആഭരണമൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത്. അപ്പൊ ഈ ആഭരണം ഇട്ടുകൊണ്ട് വരുന്ന സമയത്ത് ഈ ആഭരണം കെട്ടുകൊണ്ടുമ്പോൾ ചിലവർ എന്നോട് പറയും, ഈ ആഭരണമൊക്കെ ഊരണം എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് അത്രമാത്രം ദേഷ്യം, വൈരാഗ്യം അവരോട് വരാം. അപ്പൊ പിറ്റത്തെ ഞായറാഴ്ച ഞാൻ അന്ന് തന്നെ തീരുമാനിക്കും, ഇനി ഞാൻ ഈ ഞായറാഴ്ച ഈ ചർച്ചിൽ വരത്തില്ല, ഇനി ഞാൻ എൻ്റെ ജാക്കോബ ചർച്ചിൽ പോകത്തുള്ളൂ. ഇങ്ങനെ പറഞ്ഞ് ഞാൻ അങ്ങനെ തീരുമാനിച്ച് തിരിച്ചു വരും. പക്ഷെ ഒരു സാറ്റർഡേ ആകുമ്പോൾ ഒരു കോള് വരും ചേച്ചിയുടെ. അപ്പൊ ഞാൻ തിരിച്ചും പിന്നെയും ഇനിയും പോകണമല്ലോ എന്നങ്ങനെയുള്ള രീതിയിൽ തിരിച്ചും പോകും. അങ്ങനെ പോയി ഒരു ദിവസം ദൈവം എന്നെ ആകർഷിച്ചു എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഒരു സഹോദരിയാണ് അന്ന് അവിടെ ശുശ്രൂഷിക്കാൻ വന്നത്. ആ സഹോദരി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്നോട് പറഞ്ഞു, സോളി, ഞാൻ ഒരു കാര്യം ചോദിക്കാം, നീ എന്നോട് ഇതിന് ശരിയായ ഉത്തരം പറയണം എന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു, മോളെ, നീ ജേക്കോബ ചർച്ചിൽ നിന്നൊക്കെ വന്നതാണ്, ശരിയാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കുക, നീ ഒത്തിരി അഴുക്കായി, ഒത്തിരി ഇങ്ങനെ അഴുക്കായിട്ട് കിടന്ന ഒരു സാഹചര്യത്തിൽ ഒരു കുഴിയിൽ കിടക്കുന്ന ഒരാൾ വലിച്ചെടുത്ത് ആ ആളെ അങ്ങ് കഴുകി ശുദ്ധീകരിച്ച് അവരെ ഒരു പുതിയ ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച് അങ്ങ് ആക്കി വന്ന ആ ആളെ നീ എത്ര ഇഷ്ടപ്പെടും എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നീ കിടന്നിരുന്ന ആ അന്ധകാരം, അതായത് ആ ചെളിക്കൂറ്റിൽ നിന്ന് നിന്നെ വലിച്ചെടുത്ത ഒരു ദൈവമുണ്ട് നിനക്ക്. അവന്റെ പേരാണ് യേശു എന്ന് പറയുന്നത്. ആ യേശു ക്രിസ്തു നിനക്ക് വേണ്ടി ചെയ്ത് എന്താണെന്ന് നിനക്കറിയാവോ? അത് കഴിഞ്ഞേച്ച് എന്നോട് പറഞ്ഞു, സ്വന്തം രക്തം നിന്റെ ഉച്ച തുടങ്ങി ഉള്ളംകാല് വരെയും നിന്നെ കഴുകി ആ അഴുക്കിൽ നിന്നെല്ലാം ശുദ്ധീകരിച്ച് അവനിലേക്ക് ചേർത്ത് പിടിച്ച ഒരു യേശുവാണ് നമ്മുടെ യേശു. ആ യേശുവിനെ നീ വിശ്വസിക്കുന്നുണ്ടോ? ആ യേശു ചൊരിഞ്ഞ ഓരോ തുള്ളി രക്തവും നിന്നെയും എന്നെയും വിടുവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ എൻ്റെ മനസ്സ് തകർന്നുപോയി. ഞാൻ ഒത്തിരി കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ യേശുവിനെ വേണം. അത് കഴിഞ്ഞപ്പോൾ ആ സഹോദരനോട് പറഞ്ഞു, ഈ യേശുവിനെ തിരഞ്ഞെടുത്ത പിന്നെ വേറെ ഒന്നിലേക്ക് ഇനി പോകാൻ പറ്റത്തില്ല, ഇനി ആ ചെളിക്കൂട്ടിലേക്ക് നിനക്ക് പോകരുത്, ഇതിനകത്തേക്ക് ചേർന്നിട്ടുണ്ടോൾ ആ യേശു നിന്നെ ജീവിതകാലം വരെ നടത്താൻ ശക്തനായ ഒരു യേശുവാണ് നിനക്കുള്ളത്. ആ യേശുവിൻ്റെ അണിപ്പാടുള്ള കരങ്ങള് നിന്നെ ഓരോ ദിവസവും കരപിടിച്ച് നടത്തും. ഇത് എൻ്റെ ജീവിതത്തിൽ ആഴമായി പതിഞ്ഞു. പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ ആ ചർച്ചിൽ പോകാനും ആരാധിക്കാനും ഒക്കെ എന്നെ സഹായിച്ചു. ഞാൻ ആഭരണം ഒന്നും ഊരിയിട്ടില്ല, പക്ഷെ ഈ രക്ഷ എൻ്റെ ജീവിതത്തിൽ ആഴമായി പതിഞ്ഞു. അത് പിന്നെ ഞാൻ കടന്നു വന്ന പാതകളെല്ലാം ഞാനൊന്ന് ചിന്തിച്ചു നോക്കി, കർത്താവേ, എന്തായിരുന്നു ഞാൻ കാണിച്ചു കൂട്ടിയത്, എന്തായിരുന്നു, ഏത് വഴി കൂടിയാണ് ഞാൻ നടന്നു വന്നത് എന്നൊക്കെ ഓർത്തിട്ട് പിന്നെ അത് ഞാൻ പാടേ ഉപേക്ഷിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ യേശുവിൽ മാത്രമായി എൻ്റെ ആശ്രയം. ഇത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹവും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തും എല്ലാം എൻ്റെ അതാണ്. ആ ഒരു രക്ഷയുടെ അനുഭവം അതെനിക്ക് ലോകത്തോട് വിളിച്ചു പറയണമെന്ന് എനിക്ക് ഏതൊക്കെ രീതിയിൽ എനിക്ക് സാഹചര്യം കിട്ടുമോ അവരോടൊക്കെ പറയണമെന്ന് എൻ്റെ ആഗ്രഹമുണ്ട്. അതുപോലെ എന്നെ ദൈവം വീണ്ടെടുത്തു. ആ ചെളിക്കൂട്ടിൽ, ആ അന്ധകാരത്തിൽ കിടന്ന ആ കൂരിരുട്ടിൽ നിന്ന് ഈ അത്ഭുത പ്രകാശത്തിലേക്ക് എന്നെ വിളിച്ച ദൈവത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പിന്നെ ആ വന്ന വഴിയിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നു. ഞാൻ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, ഞാൻ ചെറുപ്പമാണ്. ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എനിക്കറിയാം എനിക്ക് ഭയങ്കര എതിരുണ്ടാകും. ഞാൻ എല്ലാ വർഷത്തിലും ഒരിക്കൽ നാട്ടിൽ പോകാറുണ്ട്. നാട്ടിൽ പോകുമ്പോൾ എന്നെ ആ പ്രാവശ്യം കാത്തു നിന്നത് എൻ്റെ സഹോദരനായിരുന്നു. ട്രെയിൻ ഇറങ്ങി ആലുവയിൽ ട്രെയിൻ കഴിഞ്ഞ് ചെന്നപ്പോൾ അന്ന് എൻ്റെ ഫാദർ എല്ലാ പ്രാവശ്യം വരുന്നത് ഫാദറായിരുന്നു. പക്ഷെ അന്ന് എൻ്റെ ചാച്ചൻ അന്ന് ഉണ്ടായില്ല. അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ എന്നെ സഹോദരൻ കടന്നു വന്നു. സഹോദരൻ ചെറുപ്പമാണ്, അപ്പൊ അവനൊരു 16 വയസ്സ് അത്രയൊക്കെ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ അവൻ എന്നെ കടന്നു വന്ന് അവിടെ നിന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവനോട് ആരോ ഒരു സുവിശേഷം അറിയിച്ചായിരുന്നു അന്ന്. അത് കഴിഞ്ഞിട്ടാണ് എന്നെ കണ്ടുമുട്ടിയത്. അപ്പൊ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, എടാ, ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു, ഞാൻ പറയട്ടെ, ഞാനൊരു രക്ഷയിലേക്ക് വന്നു, എനിക്കൊരു യേശുപ്പച്ചനെ മനസ്സിലായി, നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റാകട്ടോ എന്ന് പറഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു, ശരിയായി, എന്നോട് ഇങ്ങനെ എന്നെ ഒരു സംസാരിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ
ദൈവം അവന് ആ വെളിച്ചം കിട്ടിയില്ല, പക്ഷെ അവനത് ആ സത്യം അറിഞ്ഞു. എന്നിട്ടും അപ്പൊ അവനു അത് കഴിഞ്ഞും തിരിച്ച് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി അച്ഛനെ കണ്ടു, തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞും പിന്നെ എൻ്റെ പേരൻസിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ എനിക്ക് നേരെ എതിരായി. അതിനുവെച്ചാൽ ഞങ്ങളുടെ ചാച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചാച്ചൻ എൻ്റെ ഫാദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാച്ചൻ്റെ മെയിൻ ആളാണ്, ട്രഷററാണ്, ഏറ്റവും ജേക്കബ് ചാച്ചനോട് ഏറ്റവും അടുത്തടുത്ത് നിന്നിരുന്ന ആള്. അങ്ങനെ എൻ്റെ സ്വന്തം മോൾ ഇങ്ങനെയൊക്കെ പോകാന്ന് പറഞ്ഞാൽ ചാച്ചന് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ചാച്ചൻ എന്നോട് എതിരായി, അമ്മ എനിക്ക് എതിരായി. അങ്ങനെ നിന്നപ്പോൾ എൻ്റെ ആങ്ങളെ പറഞ്ഞു, അവൾ പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചല്ലേ, അവള് തിരഞ്ഞെടുത്തത് തെറ്റൊന്നുമല്ലല്ലോ, അവള് പോകുന്നതിന് നിങ്ങൾ എതിര് നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവൻ എനിക്ക് അന്ന് ഒരു വലിയ സപ്പോർട്ടായിരുന്നു. ആ സപ്പോർട്ട് ആയപ്പിന്നെ എൻ്റെ ചാച്ചൻ്റെ അമ്മയുടെയും വായ അടഞ്ഞു പോയ പോലെ ആയിപ്പോയി. പക്ഷെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുമെങ്കിലും എന്നെ അവര് ഒരു പ്രയാസം ഉണ്ടാക്കിയില്ല എന്ന് പറയാലോ, അങ്ങനെ പറയാം. പക്ഷെ ചർച്ചിൽ പോകാനായിട്ട് ചാനും അമ്മയും പോയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പോയിട്ട് ആ ഭൂമുഖത്ത് പോയി നിൽക്കുക, തിരിച്ചു വരിക. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറണോന്ന് ചോദിച്ചാൽ കയറുക, തിരിച്ചു വരിക. ഇവിടെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രം പോയി തിരിച്ചു വരും. അങ്ങനെ ഞാൻ ഇങ്ങനെ പോയി വന്നുകൊണ്ടിരുന്നു. പക്ഷെ വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ, ഒരു മാസം കൂടി വന്നാൽ അവിടെ വീട്ടിലുണ്ടാകും, അങ്ങോട്ട് വരും. പിന്നെ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷം, പോവുക വരിക. അങ്ങനെയെല്ലാം കഴിഞ്ഞ് എനിക്ക് മാൽദീവ്സിലേക്ക് ഒരു സെലക്ഷൻ കിട്ടി. മാൽദീവ്സിലേക്ക് പോകാനായിട്ട് ഞാൻ അങ്ങോട്ട് പോയി. അത് 1995 അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. ചേച്ചി അത് കഴിഞ്ഞിട്ട് വന്നു. ചേച്ചിയോട് പറഞ്ഞപ്പോൾ എൻ്റെ പേരൻസ് പറഞ്ഞു കൊടുക്കുന്ന ആ ചേച്ചിയോട് ഒരിക്കൽ പോലും അവളുടെ അടുത്ത് പോയി ഈ വിശ്വാസത്തിലേക്കൊന്നും നീ പോകരുത്, അവളെ നീ പറഞ്ഞ് മനസ്സിലാക്കണം, അവൾക്ക് കല്യാണം കഴിക്കേണ്ടൊക്കെ സമയമായി, അവളോട് പറഞ്ഞ് മനസ്സിലാക്കണം, ഒരു ചേക്കപ്പേരിലുള്ള ചെറുക്കനെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ചേച്ചി ചേച്ചിയോട് ഞാൻ ഉപദേശിക്കും. പക്ഷെ ചേച്ചി എന്നോടൊന്നും നിർബന്ധിച്ചൊന്നും പറയത്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവത്തിന് അവിടെ ഒത്തിരി ഒരു ചെറിയ സ്ഥലമാണ് മാൽദീവ്സ് എങ്കിലും ഒത്തിരി പാസ്റ്റർമാർ അവിടെ വരാറുണ്ട്. മോസ്റ്റ്ലി വരുന്നതൊക്കെ തമിഴ് പാസ്റ്റർമാരാണ് വരുന്നത്. അപ്പൊ അവരും അവിടെ വരമുള്ള സമയത്ത് ദിവസവും അവിടെ പ്രാർത്ഥനയുണ്ട്, പല ഭവനങ്ങളിലുണ്ടാകും. പിന്നെ അവിടെ സ്നാനങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യൻ സമുദ്രത്തിലാണ് സ്നാനം നടക്കുന്നത്. അപ്പോൾ ഒരിക്കൽ ഒരു പാസ്റ്റർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, പാസ്റ്റർ എന്നെ ഒന്ന് സ്നാനപ്പെടുത്താവോ? അപ്പോൾ കുറച്ച് പേരും കൂടെ ഉണ്ട്. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, അപ്പോഴേക്കും ഞാൻ കല്യാണം കഴിച്ചു കേട്ടോ, സോറി, ഞാൻ 1996 ആയപ്പോൾ ഞാൻ കല്യാണം കഴിച്ച പിറ്റത്തെ വർഷം കല്യാണം കഴിച്ചത് അതൊരു വലിയ ഒരു ഇതാണ്, സാക്ഷ്യമാണ്. കല്യാണം കഴിക്കാൻ ചിലപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരു ജേക്കബ് ചർച്ചിലുള്ള ഒരു ചെറുക്കനെ ഞാൻ കല്യാണം കഴിക്കത്തില്ല, എനിക്ക് ഈ വിശ്വാസം വേണം. എന്നുവെച്ചാൽ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, സ്നാനപ്പെട്ടിട്ടില്ല, പക്ഷെ ഞാൻ അതിനകത്ത് സ്ട്രോങ്ങാ, എനിക്ക് അങ്ങനെയുള്ള ഒരു പയ്യനെ അല്ലാണ്ട് ഞാൻ കല്യാണം കഴിക്കത്തില്ല. അപ്പൊ ഇവര് പറഞ്ഞു, ഞങ്ങൾ എങ്ങനെയാ അവരെ അന്വേഷിക്കുന്നേ, അപ്പൊ നീ തന്നെ ചോദിച്ചോ എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ ചോദിച്ചു കഴിയുമ്പോൾ ആ കാലമൊക്കെ നമുക്കറിയാം 1996 ഫോൺ അങ്ങനെയുള്ളതൊന്നും ഇല്ല, എഴുത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീടുകൾ തമ്മിൽ അടുത്താണ്. പക്ഷെ പേരൻസ് തമ്മിൽ അറിയും, പക്ഷെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൊന്നും അവർക്ക് അറിയത്തില്ല. അവരിങ്ങനെ അന്വേഷിച്ച് വന്ന് പല സ്ഥലത്ത് എനിക്ക് കല്യാണം ആലോചിച്ചു. പക്ഷെ വന്നത് തൊട്ടടുത്തുള്ള ഒരു പയ്യനായിരുന്നു. ആ കൂടി ഞങ്ങൾ സംസാരിച്ചേക്കണം ഒരു ഫോൺ മാത്രം. അപ്പൊ ആദ്യം എനിക്ക് അറിയണം ഈ ആള് രക്ഷിക്കപ്പെട്ടതാണോ എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, യേശുവിനെ സ്വന്തം രക്ഷകനായിട്ട് ഏറ്റുകൊണ്ടതാണോ, അതോ അത് എന്നേ ഞാൻ ഏറ്റുകൊണ്ടതാ, എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ കാര്യം. അപ്പൊ ഞാൻ വിചാരിച്ചു ഏറ്റുകൊണ്ടതായിരിക്കും എന്നോർത്തു. അത് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ വന്ന് ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കാണുകയാണ്. കഴിയുമ്പോൾ എനിക്ക് സംസാരിക്കാനായിട്ട് എനിക്ക് ഇച്ചിരി സമയം തരണമെന്ന് ഞാൻ പേരൻസിനോട് പറഞ്ഞു. അന്നേരം ഞാൻ ചോദിച്ചു, അന്നേരവും പറഞ്ഞു ഇത് തന്നെ, ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് യേശുവിനെ സ്വന്തം രക്ഷകനായിട്ട് ഏറ്റെടുത്തേക്കണം. ഇത് പറഞ്ഞത് പുള്ളിക്കാരന് മനസ്സിലാകാതെ പറഞ്ഞു പോയത് എന്നോട്. പക്ഷെ ഇത് കല്യാണം കഴിച്ചപ്പോൾ ഞാനും അന്നേരം എനിക്ക് ഇത്തിരി സംശയമൊക്കെ പോലെ. അപ്പൊ എൻ്റെ പേരൻസ് എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു, മോളെ നീ എന്തിനാ ഭാരപ്പെടുന്നേ? അപ്പൊ എൻ്റെ അമ്മായിയമ്മ രക്ഷയിലേക്ക് വന്നിട്ടുണ്ട്, അനുജൻ രക്ഷയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഈ അനുജനും ഈ അമ്മായിയമ്മ ഉള്ളത് കൊണ്ട് നീ എന്തിനു ഭാരപ്പെടണം, അവിടെ കൂടെ നിനക്കും പോകാലോ ആരാധനയ്ക്ക് എന്ന് പറഞ്ഞ് എന്നെ ഒരുമാതിരി ഒരു ഇതിനകത്തങ്ങ് ആക്കി. ഞാനും അപ്പൊ വിചാരിച്ചു, എന്നാലും പിന്നെ ഇതിനേക്കാളും വലുതൊന്നും നമുക്ക് ഇനി കിട്ടാൻ പോകുന്നില്ലായിരിക്കും, ഇവരിങ്ങനെയുള്ള എന്നെ പെന്റിക്കോസിലേക്ക് ഒന്നും എന്നെ കെട്ടിച്ച് വിടത്തില്ലല്ലോ എന്നോർത്ത് ഞാനും സമ്മതിച്ചു. പെട്ടെന്ന് കല്യാണമൊക്കെ കഴിഞ്ഞു.
ഞാൻ നോക്കുമ്പോൾ എൻ്റെ പോകുന്നത് ഓരോരോ പുണ്യസ്ഥലങ്ങളിലൊക്കെയാണ് എന്നെ കൊണ്ടുപോകുന്നത്. എനിക്കതൊന്നും യോജിക്കാൻ പറ്റിയില്ല. ഞാൻ ഇങ്ങനെ, പക്ഷെ എനിക്ക് തമ്മിൽ അത്ര നാഴൊന്നും, അപ്പൊ ഞങ്ങൾ ആ കൂടി കല്യാണം കഴിഞ്ഞിട്ട് ഒരു 2-3 ആഴ്ചയേ ഉള്ളൂ അവിടെ. അപ്പൊ ആ പോകുന്ന സമയത്ത് എന്നോട് പറയും ജാക്കോബി ചർച്ചിൽ വരണം. ഞാൻ പറഞ്ഞു വരാം, പക്ഷെ പെന്തിക്കോസ്ത് ചർച്ചിലും പോകണം എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുപോകും ജേക്കോബേ ചർച്ചിൽ. ഞാൻ പോയി ആ പൂമുഖത്ത് നിൽക്കും. ഹസ്ബൻഡ് അതിൻ്റെ ഉള്ളിൽ പോകും, തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പോകും എവിടെയാ, നമ്മുടെ പെന്തിക്കോസ്ത് ചർച്ചിൽ. പെന്തിക്കോസ്ത് ചർച്ചിൽ 10 മണിക്ക് തുടങ്ങും, ഇവിടെ 9 മണിയാകുമ്പോഴേക്കും തീരും. എന്നിട്ട് എറണാകുളത്തിനാണ് പോകുന്നത്. അപ്പൊ പോകുമ്പോൾ എന്നെ ഈ 2 വീലറെ കൊണ്ടുപോയി കഴിഞ്ഞ് പുള്ളിക്ക് അങ്ങ് ആകെ മടുത്തു. 2ാമത്തെ പ്രാവശ്യം ആയി കഴിഞ്ഞപ്പോൾ ഈ 2 ചർച്ചിലൂടെ പോക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് ഒരു ചർച്ചിൽ പോകരുതോ എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്കാരൻ 3ാമത്തെ ആഴ്ചയും കൂടി ഉള്ളൂ. ആ ആഴ്ച വന്നിട്ട് പെന്തിക്കോസ്ത് ചർച്ചിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഞാൻ കുറേയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ആള് ഒരുമാതിരിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ ഈ രക്ഷയിലേക്കൊന്നും വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മാൽദീവ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ ശരിക്കും ഒരു ഫെലോഷിപ്പാ. അപ്പൊ പല രീതിയിലുള്ള ആളുകളുണ്ട്. ജേക്കോബേറ്റ് അങ്ങനെയൊന്നുമില്ല, പക്ഷെ എല്ലാവരും ഈ വിശ്വാസത്തിലുള്ള രീതിയിൽ ആ പ്രാർത്ഥന മുഴുവൻ നടക്കുന്നത്. ശ്രീലങ്കൻസാ കൂടുതൽ അവിടെ. അപ്പൊ അങ്ങനെയുള്ള ആ വിശ്വാസത്തിൽ അങ്ങനെ പോകും. ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോരും, തിരിച്ചു വരും. അങ്ങനെയൊക്കെ ആയി. അവിടുന്ന് 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് സൗദിയിലേക്ക് പോയി, ഞാൻ മാൽദീവ്സിൽ തന്നെ നിന്നു. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ഈ പാസ്റ്റർമാർ വന്നപ്പോൾ എനിക്കൊരു സാഹചര്യം കിട്ടി. അപ്പോഴേക്കും ഞാൻ പ്രഗ്നന്റ് ആയി. ഞാൻ 4 മാസം പ്രഗ്നന്റ് ആയ സമയത്താണ് ഒരു പാസ്റ്റർ വന്ന് അവിടെ സ്നാനം നടക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് സ്നാനപ്പെടുത്തുമോ? എന്നിട്ട് ഈ പാസ്റ്റർ പറഞ്ഞു ഇല്ല ഞാൻ സ്നാനപ്പെടുത്തില്ല, ഹസ്ബൻഡിന്റെ പെർമിഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എടുക്കുമ്പോഴേ ഞാൻ ഒന്ന് പറഞ്ഞു, ഞാൻ ഇന്ന് നരകത്തിൽ പോയ പാസ്റ്ററാണ് എൻ്റെ ഉത്തരവാദി. ഞാൻ റെഡിയാണ്. എൻ്റെ ഹസ്ബൻഡിന് അതിന് ഒരു എതിരും നിൽക്കത്തില്ല. എന്നെ നിങ്ങൾ ധൈര്യമായിട്ട് സ്നാനപ്പെടുത്തിക്കോ എന്നും പറഞ്ഞുകൊണ്ട് 4 മാസം പ്രഗ്നന്റ് ആയിരുന്ന എന്നെയും വേറെ 2-3 കൂട്ടുകാരുണ്ടായിരുന്നു, അവരെല്ലാം കൂടെ അന്ന് സ്നാനപ്പെടുത്തി ഞാൻ കയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദൈവം എനിക്ക് ഭയങ്കര ഒരു ശക്തി തന്നു. തിരിച്ച് അവിടെ ശ്രീലങ്കൻ ഒരു പ്രായമായ ഒരു അങ്കിളും ആന്റിയും ഉണ്ട്. അവരുടെ വീട്ടിൽ ഞങ്ങൾ നിത്യം പോകും പ്രാർത്ഥിക്കാൻ പോയി. അവിടെ വെച്ച് ഞാൻ ആത്മാഭിഷേകവും പ്രാപിച്ചു അവരുടെ വീട്ടിൽ വെച്ച്. അങ്ങനെ ആത്മാഭിഷേകവും പ്രാപിച്ച് ഇങ്ങനെ ആയി. ഞാനൊരു 8 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ നാട്ടിയിട്ട് വന്നു, പ്രസവത്തിന് വേണ്ടി കടന്നു വന്നു. പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ അമ്മായിയമ്മയോട് ഞാൻ ഇങ്ങനെ പതിയെ പറഞ്ഞു, അമ്മച്ചി ഞാനിങ്ങനെ സ്നാനപ്പെട്ടു. അപ്പൊ അമ്മായിമ്മയ്ക്ക് സന്തോഷമായി. അമ്മച്ചി പറഞ്ഞു അതിനെന്നെ മോളെ ഒരു കുഴപ്പമില്ല, സാഹചര്യം അതൊക്കെ ശരിയായിക്കോളും, ഒരു കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പൊ അനിയനും അമ്മച്ചിക്ക് മാത്രമേ അറിയാമുള്ളൂ, എൻ്റെ വീട്ടിലുള്ളവർക്കൊന്നും അറിയത്തില്ല. അത് കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞപ്പോൾ ചർച്ചിലൊന്നും പോകണ്ടല്ലോ. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാനിത് ഇങ്ങനെ പതിയെ ഈ ഹസ്ബൻഡിനോട് ഈ കാര്യം പറഞ്ഞു. ഈ ഹസ്ബൻഡിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കറിയാലോ അവിടെ ഫോണൊന്നും ഞങ്ങളുടെ വീട്ടിലില്ല, കുറച്ച് ദൂരം പോകണം ഫോണിന്. എന്നിട്ട് ആ ഫോണിൽ എന്നെ പിന്നെ ഫോണേ വിളിക്കില്ലാണ്ടായി. ഞാൻ 52 ദിവസം ആയപ്പോൾ കുഞ്ഞിനെ വീട്ടിൽ അമ്മച്ചിൻ്റെ അടുത്ത് ആക്കിയിട്ട് ഞാൻ തിരിച്ച് മാൽദീവ്സിന് പോകണം. ഞാൻ അന്ന് ആ ഫ്ലൈറ്റിൽ കയറിയിട്ട് 55 മിനിറ്റേ ഉള്ളൂ ഫ്ലൈറ്റ്. പക്ഷെ അന്ന് ഞാൻ ഓർത്ത്, കർത്താവ് ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുക? എൻ്റെ കുഞ്ഞോ എനിക്കില്ല, കുഞ്ഞിനെ ഞാൻ ഇട്ടിട്ട് വന്നു, എൻ്റെ ഭർത്താവോ എന്നോട് എതിര്, ഇനി മിണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയത്തില്ല എന്ന് ഓർത്തുകൊണ്ട് ഞാനിങ്ങനെ ഭാരപ്പെട്ട് വേദനപ്പെട്ട് ഞാൻ മാൽദീവ്സിൽ നിന്ന് കണ്ണുനീരും കൊണ്ട് ഞാൻ എൻ്റെ ഇത് എഴുതി. അത് കുറേ കാലം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു കഴിഞ്ഞും പറഞ്ഞു, എനിക്കിത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, നീ ഇങ്ങനെ പോയത്. എൻ്റെ അനുജൻ ഇങ്ങനെ പോയത് കൊണ്ട് എനിക്ക് അവരോട് ഭയങ്കര ദേഷ്യമാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വേറെ തെറ്റൊന്നും അല്ലല്ലോ, ചാന് നല്ലതായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ ഇത് തന്നെയാ സത്യമൊന്നും, പിന്നെ എന്തിനാ എതിര് നിൽക്കുക, നമുക്ക് പിന്നെ വേറെ എന്താ ഉള്ളത്, നമ്മുടെ കുഞ്ഞാണെങ്കിൽ അവിടെ ഞാൻ തന്നെ ഇങ്ങനെ ആക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ പതിയെ സംസാരിച്ച് പിന്നെ അതിനുള്ള ആ ദേഷ്യമൊക്കെ മാറി അങ്ങനെ കടന്നുപോയി. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് അവിടെ താമസിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേയും ഹസ്ബൻഡ് എൻ്റെ അടുത്തേക്ക് വന്നു. ഞങ്ങൾ ഒന്നിച്ച് അവിടെ താമസിച്ചു. ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട് അവിടെ മാൽദീവ്സിൽ കൊണ്ടുവന്ന് കുറച്ച് നാൾ നോക്കാമോ എന്നൊക്കെ നോക്കി, പക്ഷെ ഒന്നും പറ്റിയില്ല. പിന്നെ ഞാൻ തിരിച്ചു പോകുന്നത് നാട്ടിലേക്ക് പോവുകയാണ്. ഹസ്ബൻഡ് മാൽദീവ്സിൽ ജോലി കിട്ടി, മാൽദീവ്സിൽ അവിടെ തന്നെ താമസിക്കുന്നു. ഞാൻ അങ്ങോട്ട് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വെച്ച് എനിക്ക് കുറച്ച് ബ്ലീഡിങ് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എനിക്ക് സ്ട്രോങ് മെഡിസിൻ ഒക്കെ തന്നു അത് നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിന്ന് ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ ഞാൻ പ്രഗ്നൻ്റാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് എന്നോട് പറഞ്ഞു,
സോളി, നീ ഒത്തിരി സ്ട്രോങ് ടാബ്ലറ്റ് കഴിച്ചതാ, ഈ കുഞ്ഞ് അംഗവൈകല്യമുള്ളതായിട്ട് ജനിക്കത്തുള്ളൂ, അത് കാരണം കൊണ്ട് ഈ കുഞ്ഞിനെ നമുക്ക് കളയണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് കുഞ്ഞിനെ കളയണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ അമ്മായിമ്മയാണെങ്കിലും അവരൊക്കെ സമ്മതിച്ചു. ഹസ്ബൻഡും അങ്ങനെ പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി കിടന്നപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്തില്ല, ഞാൻ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അന്ന് എൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞു പിറ്റേ ദിവസം നമുക്ക് പോയി ഈ കുഞ്ഞിനെ കളയണം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് രാത്രി ഞാൻ കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കുറ്റബോധം. ഇല്ല, ഞാൻ ഈ കുഞ്ഞിനെ കളയത്തില്ല, അതൊരു ജീവനുള്ള കുഞ്ഞാണ്, അതിനെ ഞാൻ കളയത്തില്ല, അതിനെ ഞാൻ വെച്ചുകൊണ്ടിരിക്കും, അതിന് എന്തായാലും ഞാൻ ആ കുഞ്ഞിനെ നോക്കും എന്നും പറഞ്ഞ് ഞാൻ ആ കുഞ്ഞിനെ ഞാൻ ഒരു തീരുമാനം എടുത്തു. ഇല്ല, ഞാൻ ഒരിക്കലും കളയത്തില്ല. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് എൻ്റെ ആങ്ങള എന്നോട് ചോദിച്ചു, എടി നീ റെഡി ആകുന്നില്ലേ, നമുക്ക് പോകണ്ടേ, ഹോസ്പിറ്റലിൽ പോകണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു എങ്ങോട്ട് പോകാൻ? ഇല്ല, ഞാൻ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. നീ എന്തോ, നീ ചുമ്മാ നുണ പറയുകയാണ്? ഇല്ല, ഞാൻ പറഞ്ഞു ഞാൻ പോകത്തില്ല. ഞാൻ പറഞ്ഞു എടി നീ ആ കുഞ്ഞിന് വല്ലതും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും ഞാൻ ആ കുഞ്ഞിനെ നോക്കും. പക്ഷെ ഈ കുഞ്ഞിനെ ഇന്ന് ഞാൻ കളഞ്ഞാൽ ഞാൻ ഒരു ഭ്രാന്തിയായിട്ട് മാറും. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ജീവനുള്ള ഒരു കുഞ്ഞിനെ ഞാൻ കളയുന്നത്. അപ്പൊ നിനക്കൊരു ഭ്രാന്തിയായ ഒരു സഹോദരിയെ വേണോ, അത് എന്ത് വന്നാലും നോക്കുന്ന ഒരു കുഞ്ഞിനെ വേണോ എന്ന് ചോദിച്ചപ്പോൾ അവരൊന്നും മിണ്ടിയില്ല. അങ്ങനെ ഞാൻ എന്നിട്ട് അതുപോലെ ആ കുഞ്ഞിനെ കളയാതെ ഞാൻ നോക്കി. പക്ഷെ അന്ന് തുടങ്ങി ഞാൻ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് നീ തന്ന ഉദരഫലത്തെയാണെങ്കിൽ നീ അതിനെ പൂർണ്ണ വളർച്ചയോടെ എനിക്ക് തിരിച്ചു തരണം. എന്നിട്ടപ്പോൾ ഞാൻ അതിനകത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ അവനെ യഹോവയോട് ചോദിച്ചു വാങ്ങിച്ചു എന്ന് ഹന്ന പറഞ്ഞതുപോലെ ഞാൻ അവന് വേണ്ടിയിട്ട് എന്നും നിത്യം പ്രാർത്ഥിക്കും. എൻ്റെ വയറ്റിൽ കൈവച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയ കുഞ്ഞ്, അതിന് എനിക്ക് നല്ലൊരു ആൺകുഞ്ഞിനെ തരുവാണെങ്കിൽ ആ കുഞ്ഞിന് ഞാൻ ശമൂവേൽ എന്ന് പേരിടും എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് തന്നത് ഒരു ആൺകുഞ്ഞായിരുന്നു. അത് ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിച്ചു, അടുത്ത് നിന്നോടോട് ചോദിച്ചു, എൻ്റെ കൊച്ചിനെല്ലാം കൈയും കാലെല്ലാം ഉണ്ട്. പക്ഷെ സ്കാനൊക്കെ നോക്കിയതാ, എന്നാലും എനിക്കൊരു വിശ്വാസം, ആ ഡോക്ടർ അന്ന് പറഞ്ഞതാണല്ലോ എന്ന് ഓർത്ത്. അപ്പൊ അവനെ ഞാൻ എന്നിട്ട് നോക്കുമ്പോൾ ഒരു അംഗവൈകല്യമില്ലാത്തൊരു നല്ല സുന്ദരം കുഞ്ഞ്. എന്നിട്ട് അപ്പൊ അതിനെ ഞാൻ ശമുവേൽ എന്ന് പേരിട്ടു. അപ്പൊ എല്ലാവരും എൻ്റെ വീട്ടിൽ ചോദിച്ചു, ശമുവേലോ അതെന്ത് പേരാ, ഇവിടെ ഈ വീട്ടിലൊന്നും ആരും ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവത്തോട് ചോദിച്ചു വാങ്ങിയ കുഞ്ഞാണ്, എൻ്റെ കണ്ണുനീരിന്റെ കുഞ്ഞാണ് അവന് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പൊ അന്ന് ഞാൻ തീരുമാനിച്ച, കർത്താവ് അവന് ഈ നമ്മുടെ ശമുവേൽ ബാലൻ ഹന്നായിക്ക് എങ്ങനെയായിരുന്നു ആ ദേശത്തിന്റെ ഇരുളിനെ വെളിച്ചമാക്കാനായിട്ട് ഒരു ശമൂവേലിനെ, ഇരുട്ടായിരുന്ന സമയത്ത് ഏലിയുടെ മക്കള് വഴിതെറ്റിപ്പോയ സമയത്ത് ആ ഇരുട്ടിനെ വെളിച്ചമാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കുഞ്ഞിനെ തരുവാണ് ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് അന്ന പറഞ്ഞ പോലെ ഞാനും ഓർക്കും, ദൈവം ഈ UK ദേശത്ത് അവനും ഒരു ഇപ്പൊ ഇവിടെയാണല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത്, അപ്പൊ അവിടെ ഓർക്കും ഞാൻ ഈ ദേശത്തിന് ഒരു ഇരുട്ടിനെ വെളിച്ചമാക്കാൻ അവൻ ഉപയോഗിക്കണമേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവനോട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുകയും ചെയ്യുന്നത്, ഞാൻ നിന്നെ ഞാൻ പിടിച്ചു വാങ്ങിയ കുഞ്ഞാണ്, നീ ദൈവത്തിന് വേണ്ടി ശക്തമായിട്ട് നിൽക്കണം എന്ന് ഞാൻ എപ്പോഴും പറയും. അതിനുശേഷമാണ് മാൽദീവ്സിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നു, ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ UK വരാനായിട്ട് പല പ്രാവശ്യം ആപ്ലിക്കേഷൻ ഇട്ടു. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. NMCയിൽ രജിസ്ട്രേഷൻ വേണമെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ 2 പ്രാവശ്യം ഇട്ട് 2 പ്രാവശ്യം അത് റിജക്റ്റ് ആയി. എന്നാന്ന് വെച്ചാൽ ഞാൻ എഴുതി കൊടുത്തിരുന്നത് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അത് കാരണം കൊണ്ട് അത് റിജക്റ്റ് ആയി. 3ാമത്തെ പ്രാവശ്യം ആപ്ലിക്കേഷൻ ഇട്ടപ്പോഴാണ് എനിക്കിവിടെ വരാനായിട്ട് ദൈവം സഹായിച്ചത്. ഞാൻ ഈ ദേശത്ത് കടന്നു വന്നത് ഒരു ഏജന്റ് വഴിയാണ്. സീനിയർ കെയർ ആയിട്ടാണ് ഞാൻ കടന്നു വന്ന് ഞാനിവിടെ കടന്നു വന്ന് ജോലി ചെയ്യാൻ പോയത് ഒരു കെയർ ഹോമിലായിരുന്നു. ഒരിക്കൽ പോലും എനിക്കത് അവിടെ നേഴ്സ് ആവാൻ പറ്റത്തില്ല, എനിക്കതൊന്നും അറിയത്തില്ല. നമ്മളോട് അവിടെ നിന്ന് ഏജന്റ് പൈസയൊക്കെ വാങ്ങിച്ചിട്ട് പറഞ്ഞു വിടുന്നത് ഏത് സ്ഥലത്ത് പോയാലും നന്നായിട്ട് നിന്ന് നമുക്കവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യാം. അപ്പൊ ആ പോരുന്ന വഴിക്ക് ഒരു മലയാളിയുടെ ഹോമായിരുന്നു. ആ മലയാളി എന്നോട് ചോദിച്ചു, ഞാനിവിടെ വേറൊരു പെങ്കൊച്ചുണ്ട് നാട്ടിൽ നിന്ന് വന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വരുന്ന സമയത്ത് ഈ പുള്ളിക്കാരൻ മലയാളത്തിലൊന്നും അല്ല ചോദിക്കുന്നത്, എൻ്റെ കൂടെ വേറെ ഒരു സ്ത്രീ കൂടെ ഉണ്ടായിരുന്നു, ഒരു ഇംഗ്ലണ്ടിലുള്ള സ്ത്രീ. അപ്പൊ അവർ രണ്ടുപേരോട് എന്നോട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ ചോദിക്കും. അപ്പൊ ഇംഗ്ലീഷ് ഞാനിപ്പോ ഈ ബാംഗ്ലൂരും മാൽദീവ്സൊക്കെ നിന്ന് അതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാം. അപ്പൊ അങ്ങനെ വന്നിട്ട് എന്നോട് ഞാൻ പെടപെടാന്ന് ഇങ്ങനെ തത്തമ്മ പറഞ്ഞമാര് ചോദിച്ചു, നിന്റെ ഉദ്ദേശം എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ ഇവിടെ വന്ന് ഞാൻ നേഴ്സ് ആവും കുറച്ച് ആൾ കഴിയുമ്പോൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞ്. അപ്പൊ ഈ പുള്ളിക്കാരൻ ഇത് ഓരോന്നും റെക്കോർഡ് ചെയ്യുമായിരുന്നു എൻ്റെ മനസ്സിൽ. അത് കഴിഞ്ഞ് ഇയാൾ അന്നേരം തന്നെ എന്നോട് അന്ന് തന്നെ വൈകിട്ട്, അന്ന് രാത്രിയായി ഞങ്ങൾ വന്നപ്പോൾ, രാത്രിയായ ഓഫീസിൽ ഞങ്ങൾ രണ്ടുപേരെ കൊണ്ടുപോയിട്ട്, നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും ഈ ഹോമിൽ നടക്കത്തില്ല, ഇതൊരു കെയർ ഹോമാണ്, ഇതിനകത്ത് ഒരിക്കലും നിങ്ങൾ നേഴ്സാകാൻ പറ്റത്തില്ല. എന്നെ പല ആളുകൾ ഇതുപോലെ തന്നെ വഞ്ചിച്ചിട്ടിന് മുമ്പ് വന്നിട്ട് ഞാൻ ഇനി ഈ വഞ്ചനയിൽ ഞാൻ അകപ്പെടത്തില്ല. നിങ്ങൾക്ക് ഇവിടെ തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ, ഞാൻ പൈസ കൊടുത്ത് മേടിച്ച വർക്ക് പെർമിറ്റാണ്, നിങ്ങൾ ഇവിടെ തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞ് തൊട്ടടുത്താണ് ഈ ഹോമും അതിന്റെ തൊട്ടടുത്താണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം.
അപ്പൊ ഈ 2.5 മാസക്കാലം ഇയാള് ഞങ്ങൾക്ക് ശമ്പളം തരുന്നത് 70 പൗണ്ട് തരും. പക്ഷെ അത് തരുന്നത് ഒരു ചെക്ക്. ഞങ്ങൾക്ക് അത് മാറാൻ പറ്റത്തില്ല. മാറാൻ പറ്റാത്ത വെച്ചാൽ ഒരു ബാങ്കിൽ പോയ ഒരു അക്കൗണ്ട് ഇല്ല. ഒരു അക്കൗണ്ടിന് ഒരു അഡ്രസ് പ്രൂഫ് വേണം. ആ അഡ്രസ് പ്രൂഫ് ഞങ്ങൾക്കില്ല. അപ്പൊ ഞങ്ങൾ അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇയാളോട് ചോദിക്കും, ഞങ്ങൾക്ക് ഈ ബാങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു അഡ്രസ് പ്രൂഫ്. എന്ന് വെച്ചാൽ ഇയാളുടെ തന്നെ കെട്ടിടമാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. അപ്പൊ ഞങ്ങൾക്ക് യാതൊരു മെയിലും വരത്തില്ല. ഞങ്ങൾക്ക് ഒരു രീതിയിൽ ഒരു അഡ്രസ് പ്രൂഫ് കിട്ടത്തില്ല. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഇയാള് ഞങ്ങളോട് പറഞ്ഞ, നിങ്ങൾക്ക് എന്നെ കള്ളക്കടത്ത് വല്ലതും ഉണ്ടോ പരിപാടി? നിങ്ങൾക്ക് എന്തിനാ പൈസ? ഞങ്ങൾക്ക് ആകെ 200 പൗണ്ട് തന്നു വിട്ടിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഞാൻ വന്നപ്പോൾ. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരി പെങ്കുച്ചിനും 200 പൗണ്ട് കൊടുത്തു വിട്ടിട്ടുണ്ട് ചെലവിനെന്ന് പറഞ്ഞ്. ഇത് ഞങ്ങൾക്ക് 2 പേർക്കും ഓപ്പോസിറ്റ് ഡ്യൂട്ടി ഇടും. ഞങ്ങൾ വന്ന് വേറെ എന്തെങ്കിലും ചെയ്ത് ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടുമെന്നുള്ള ചിന്തയ്ക്ക് ഇയാള് ഞങ്ങളെ, ഒരാൾക്ക് ഡേ ഷിഫ്റ്റ് ആണെങ്കിൽ മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിൽ ഒരാൾക്ക് വൈകുന്നേരം ഷിഫ്റ്റ് ഇടും. അങ്ങനെയായി ഞങ്ങൾ തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടത്തില്ല. ഒരു ദിവസം ഞങ്ങൾ 2 പേരോടെ ഒരു ഡ്യൂട്ടി എങ്ങനെയോ അബദ്ധവശാല് വന്നു. അങ്ങനെ വന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഭാഗ്യമെന്ന് വിചാരിക്കും. ഞങ്ങൾ അന്നാണ് പുറത്തു പോയത്. ഞങ്ങൾക്ക് പോകാനൊന്നും ഒരു കോൺഫിഡൻസ് ഇല്ല, 2 പേർക്കും ഇല്ല. അങ്ങനെ പോയി നോക്കുമ്പോൾ ഒരു കടയിൽ കയറി കഴിഞ്ഞപ്പോൾ ഒരു ശ്രീലങ്കൻ സ്ത്രീയെ ഞങ്ങൾ കണ്ടു. ആ ശ്രീലങ്കൻ സ്ത്രീ ഞങ്ങളുടെ വീടിന്റെ അപ്പുറേ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീയാണ്. അപ്പൊ ആ സ്ത്രീ ഞങ്ങളോട് പറഞ്ഞു, അപ്പൊ ഞങ്ങളുടെ ഇവിടെ നിങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചു. അന്ന് തുടങ്ങി അതെനിക്ക് ഒരു 2 ആഴ്ച എന്തോ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആ സ്ത്രീയെ കണ്ടുപിട്ടിയത്. അന്ന് ആ സ്ത്രീ അന്ന് തുടങ്ങി ഞങ്ങൾ തിരിച്ചു പോരുന്ന ദിവസം വരെയും ഒന്നിലും ഞങ്ങൾ അവരുടെ വീട്ടിട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ അവർ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആഹാരം തരും. ഞങ്ങൾ ചോറ് മാത്രം വയ്ക്കും, കറി എന്നും കൊണ്ടുവരും. അതായത് ഒരു ഏലിയാവിനെ എങ്ങനെയാണോ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചതെന്ന് പറഞ്ഞ പോലെ, അപ്പം ഇറച്ചിയും കൊണ്ടുവരുന്ന പോലെ, അത് എന്നും നോൺ വെജ്. ഞങ്ങളുടെ ജീവിതത്തിൽ പോലും ഓർക്കാൻ കഴിയാത്തതാണ്. അവർക്ക് മക്കളില്ലായിരുന്നു, ഒരു വളർത്തു കൊച്ചിനെയാണ് വളർത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഈ തന്നത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി. അവർക്ക് തനിയൊരു കുഞ്ഞുണ്ടാവാനിടയായി. അതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹം ഞാൻ വിചാരിക്കുന്നു. അന്ന് ഞങ്ങൾ നടത്തിയത്. അത് കഴിഞ്ഞിട്ട് 2.5 മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ടെർമിനേറ്റ് ചെയ്തു, അറിയിക്കാതെ. അതുവരെ ഞങ്ങളെ വിട്ടാൽ ഞങ്ങളുടെ വീടിന്റെ വാടക, ഞങ്ങളുടെ ടിക്കറ്റിന്റെ പൈസ, തിരിച്ചു വിടാനുള്ള ടിക്കറ്റിന്റെ പൈസ വരെ ഈ പുള്ളിക്കാരൻ ഞങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് എടുക്കുമായിരുന്നു. ഈ ബാങ്കിൽ അക്കൗണ്ട് അയാളെ സമ്മതിക്കത്തില്ല. അത് കഴിഞ്ഞിട്ടും ഈ ശ്രീലങ്കൻ കുടുംബം, ഒരു മലയാളി ഒരു മനുഷ്യൻ, ഒരു ബാങ്ക് ഓഫ് ഇന്ത്യ എന്നും പറഞ്ഞുകൊണ്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു. ആ ഇന്ത്യയിൽ ആ മാനേജറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ആ മാനേജർ പറഞ്ഞു, ഞങ്ങളുടെ വർക്ക് പെർമിറ്റിന്റെ കോപ്പി മതി, അവർ തരാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി ഞങ്ങൾ അക്കൗണ്ട് ചേർന്നതിന്റെ പിറ്റേ ദിവസം എങ്ങാണ്ടാണ് ഇങ്ങനെ ഞങ്ങളെ ടെർമിനേറ്റ് ചെയ്ത്. പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനൊന്നും കഴിഞ്ഞില്ല. അപ്പൊ ഈ ചെക്കൊന്നും മാറിയിട്ടില്ല, ചെക്കൊക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ഇങ്ങനെ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. 5 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ തിരിച്ചു പോകണം, നിങ്ങളുടെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്, നിങ്ങൾ തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ 2 പേരും ഓർക്കും, ദൈവം ഞങ്ങൾ എങ്ങോട്ട് പോകും. അപ്പൊ എൻ്റെ കൂട്ടുകാരി പെങ്കൊച്ചിന്റെ റിലേറ്റീവ്സ് ഉണ്ട്. എൻ്റെ റിലേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരന് വലിയ കോണ്ടാക്റ്റ് ഒന്നും ഞങ്ങൾക്കില്ല. ലണ്ടനില്ല, കോണ്ടാക്റ്റ് ഒന്നുമില്ല. ഫോൺ വിളിക്കുമ്പോൾ തന്നെ എന്ന് വെച്ചാൽ ഫോൺ വിളിക്കാൻ പോലും ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. അപ്പൊ ഈ ശ്രീലങ്കൻ കുടുംബത്തിൽ ചെന്ന് കഴിയുമ്പോഴാണ് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ആ ലാൻഡ് ലൈനിൽ നിന്നാണ് ഞങ്ങളൊന്ന് വിളിക്കുന്നത്. ആ വിളിക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ ഫാദറിന്റെ ചേട്ടന്റെ മോളാണ്. പക്ഷെ പുള്ളിക്കാരത്തിയെ ഒരിക്കൽ തന്നെയും കിട്ടാറില്ല, എപ്പോഴും പുള്ളി ബിസിയാ. ഞാൻ അവരെ കുറ്റം ഒന്നും പറയത്തില്ല. അപ്പൊ അങ്ങനെ പല രീതിയിൽ ഞാൻ വിളിക്കുമ്പോൾ ഒന്നും നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ മറ്റു പുള്ളിക്കാരത്തേക്ക് നല്ലൊരു സപ്പോർട്ടുണ്ട്. എന്നാലും ഒരു വർക്ക് പെർമിറ്റ് ഇല്ലാതെ നമുക്ക് വേറെ എങ്ങും ജോലി ഇട്ട് ഞാൻ പലയിടത്തിലേക്കൊക്കെ വിളിച്ചു ചോദിക്കുന്നു. ഈ ശ്രീലങ്ക കുടുംബം ഞങ്ങളെ പല നേഴ്സിംഗ് ഹോമിൽ കൊണ്ടുപോകുന്നു. പക്ഷെ ഇതൊന്നും അല്ലായിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെയൊന്നും നമുക്ക് ജോലി കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കറിയാവുന്ന ഞങ്ങളുടെ അകന്ന ഒരു ബന്ധു കുറെ ദൂരം കേംബ്രിഡ്ജിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ കേംബ്രിഡ്ജിൽ ആ പെങ്കൊച്ചുമായിട്ട് ഞാൻ ഇച്ചിരി കൂട്ടായിരുന്നു. അപ്പൊ അതിന്റെ മാനേജറിന് ഞങ്ങളുടെ കഥകളൊക്കെ അറിയായിരുന്നു. അപ്പൊ ആ മാനേജർ പറഞ്ഞു, അവളെ ഇങ്ങോട്ട് കൊണ്ടുപോകാം, നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്നിട്ട് ഇവിടെയുള്ള ഒരു പാസ്റ്റർ, വെസ്ലി പാസ്റ്റർ, അതൊക്കെ ഒരു ശരിക്കും ദൈവത്തിന്റെ ഒരു നിമിത്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. അതിന്റെ തലയാഴ്ചയാണ് ഞങ്ങൾ ഈ പാസ്റ്റർ ഞങ്ങളെ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ കണ്ടുപിടിച്ച് ഞങ്ങളെ അവിടെ നിന്ന് ഈ 2 സഹോദരന്മാരെ വിട്ട് ഞങ്ങളെ അവിടെ കൊണ്ടുവന്ന് എന്നെ അവിടെ കൊണ്ടുവന്നാക്കി. ഈ ശ്രീലങ്ക കുടുംബത്തിലുള്ള ആ സ്ത്രീയും വന്നു ഞങ്ങളുടെ കൂടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റവരുടെ അവരുടെ ബന്ധത്തിലുള്ളവരും കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഞാൻ വർക്ക് പെർമിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അവിടുത്തെ മാനേജർ
എനിക്ക് വേണ്ടി വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തു. പക്ഷേ അതൊക്കെ തടസ്സം ചെയ്ത് വെച്ചിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ വർക്ക് പെർമിറ്റ് അവിടെ ഓവറായിട്ട് ആളുകൾ ഉണ്ടായിരുന്നു, സ്റ്റാഫ്. അപ്പൊ അത് കാരണം കൊണ്ട് അവരത് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഈ വർക്ക് പെർമിറ്റ് ഒരു ദിവസം ഇത് സാങ്ഷനായി എനിക്ക് അവിടെ വർക്ക് ചെയ്യാം. അപ്പൊ ഞാൻ വന്ന് ജോലി പൈസ ഒന്നും ഇല്ലാണ്ട് എന്റെ കൂട്ടുകാരി പെങ്കൊച്ചിന്റെ കൂടെ ഞാൻ പോയി ജോലിക്ക് പോവുകയാണ്. എന്നും ജോലിക്ക് പോവുക, തിരിച്ചു വരിക, ജോലിക്ക് പോവുക, തിരിച്ചു വരിക. എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. ഉണ്ടായിരുന്ന പൈസ കൊണ്ട് കുറച്ചായിട്ട് ഇതിനകത്ത് ആഹാരത്തിനൊക്കെ ചെലവാക്കുന്നു. അക്കമഡേഷൻ ഫ്രീ ആയിരുന്നു ഈ മാനേജർ എനിക്ക് തന്നു. എന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പാരപ്പെട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ട് ഓപ്പോസിറ്റ്, അതായത് ശരിക്കും നമുക്ക് ഇവിടെ നോക്കി അപ്പുറത്തെ ഹോം കാണാം, അവിടെ നിന്ന് നോക്കി ഇപ്പുറത്തെ ഹോം കാണാം. അങ്ങനെയുള്ള ആ ഹോമില് ഞാൻ ചുമ്മാ പോയി അവിടെ അഡാപ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ അഡാപ്റ്റേഷൻ ചെയ്യാതെ ഒരിക്കലും നമുക്ക് നേഴ്സ് ആവാൻ പറ്റത്തില്ല ആ സമയത്ത്. അപ്പൊ ഞാൻ അഡാപ്റ്റേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടോന്ന് അറിയാൻ ഞാനും ആ കൂട്ടുകാരോട് കൂടെ അവിടെ പോയായിരുന്നു. അതിന് മുമ്പ് പോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഒത്തിരി പേര് ഇപ്പോൾ ഓൾറെഡി അഡാപ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, അത് കാരണം കൊണ്ട് നിനക്ക് ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാ എന്നിങ്ങനെ പറഞ്ഞു വിട്ട് ഞങ്ങൾ തിരിച്ച് പോന്നു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ എന്നെ പിന്നെ അവിടെ നിന്ന് 3 മാസമേ ഉള്ളൂ നമുക്ക് അങ്ങനെ ജോലി ചെയ്യാൻ. 3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് വേറെ വർക്ക് പെർമിറ്റ് ഒന്നും നമുക്ക് റെഡി ആയിട്ടില്ലെങ്കിൽ നമ്മൾ തിരിച്ച് നാട്ടിൽ പോകണം എന്നുള്ളതാണ് നിയമം. അപ്പൊ അങ്ങനെ പോകാനായിട്ട് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഈ അവിടുത്തെ ഹോമിലുള്ള ആ മാനേജർ, അപ്പൊ ഞാനിങ്ങനെ വിളിച്ച് ഞാനിങ്ങനെ മെസ്സേജ് അയക്കുന്നു, ഫാക്സ് അയക്കുന്നു, ഫോൺ വിളിക്കുമ്പോൾ ഈ മാനേജർ, ഇതിന്റെ മെയിൻ ഏജന്റ് പറയുവാണ്, യു ഹാവ് ഓൺലി 7 more days, 7 ദിവസം കൂടെ ഉള്ളൂ. 7 ദിവസം കൂടെ കഴിഞ്ഞ് നിന്റെ വർക്ക് പെർമിറ്റ് ശരിയായില്ലെങ്കിൽ യു ഹാവ് ടു ഗോ ബാക്ക്, നീ തിരിച്ച് നാട്ടിൽ പോകണം. ഇത് കേട്ടപ്പോഴേക്കും എനിക്ക് എന്താണെന്ന് അറിയാം, ഞാൻ ഈ ദിവസങ്ങളിൽ മുഴുവൻ ആ വീട്, ഞാൻ താമസിക്കുന്ന വീട് 4 ചുമരിന്റെ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് ഉറക്ക കരയും. ആര് കേൾക്കുന്നില്ല, ഇതൊന്നും എന്റെ വിഷയമല്ല. ഞാൻ അങ്ങ് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് ഞാൻ ചുമ്മാ 7 ദിവസം ഉള്ളെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഈ ഹോമിലേക്ക് ഞാൻ തന്നെ ഒന്ന് പോയി നോക്കി, ഇതിന്റെ ഓപ്പോസിറ്റുള്ള അഡാപ്റ്റേഷനുള്ള ഹോമിൽ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡെപ്യൂട്ടി മാനേജർ പറയുകയാണ്, അയ്യോ മാനേജറിന് ഒരു ആക്സിഡന്റ് ആയിട്ട് 3 ദിവസത്തേക്ക് അവധിയാണ്, ആൾ ഓക്കെയാണ്, നീ 3 ദിവസം കഴിയുമ്പോൾ നീ ഒന്നുകൂടെ തിരിച്ചു വായോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ മാനേജറിനോട് ഞാനിങ്ങനെ ചോദിച്ചു. അപ്പൊ മാനേജറിന് കുറച്ചൊക്കെ എന്റെ കാര്യങ്ങൾ അറിയാം ഇതിനു മുമ്പ് പറഞ്ഞപ്പോ. അപ്പൊ ഈ ഡെപ്യൂട്ടി പറഞ്ഞു, എങ്ങനെയായാലും നിന്നെ സഹായിക്കുള്ളൂ, അവൾ നല്ലൊരു സഹായിക്കുന്ന ഒരു സ്ത്രീയാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 3 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു ചെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് എനിക്ക് സംഭവിച്ചത്, നീ എന്നെ എന്തെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞ് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ല, 2 യൂണിഫോം എന്റെ കൈ തന്നിട്ടും പറഞ്ഞു, സോളി നീ നാളെ രാവിലെ 7 മണിക്ക് ഡ്യൂട്ടിക്ക് വരണം. ഞാനിട്ട് അവളോട് പറയാണ്, ഷാരോനെ നിനക്കറിയാവോ ഞാൻ ഈ ഓപ്പോസിറ്റ് ഹോമിലാ ജോലി ചെയ്തത്, എനിക്ക് വർക്ക് പെർമിറ്റ് ഇല്ല, എനിക്കൊന്നുമില്ല, എന്നെ നീ എങ്ങനെ എടുക്കും, അവർ കണ്ടാൽ നിനക്ക് എന്ത് തോന്നും, അവർ പറഞ്ഞാൽ വല്ല കംപ്ലൈന്റ് കൊടുത്താൽ പറയും. അന്നേരം അവൾ എന്നോട് പറഞ്ഞു, ഞാൻ ഈ ഹോമിന്റെ മാനേജറാ, അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും, നീ അതുകൊണ്ടൊന്നും ഭാരപ്പെടണം, നാളെ 7 മണിയാകുമ്പോൾ ഈ യൂണിഫോം ഇട്ട് ഇവിടെ വരണം. ഞാൻ ഇന്നങ്ങോട്ട് കരഞ്ഞു സത്യം പറഞ്ഞ്. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു, നിന്റെ മാനേജർ, പണ്ടത്തെ മാനേജർ ഞാൻ സൂ ചെയ്യും എന്ന്. ഞാൻ പറഞ്ഞു, അവനെ ഒന്നും ചെയ്യണ്ട, നീ ഒന്നും ചെയ്യണ്ട, അതൊന്നും കുഴപ്പമില്ല. ഞാൻ അപ്പൊ പിറ്റേ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് വരികയാണ്. ഡ്യൂട്ടിക്ക് വന്നു കഴിഞ്ഞിട്ട് അന്ന് തന്നെ പുള്ളിക്കാരത്തി ഇവിടെ വെച്ച് പറയാം, നിനക്ക് വർക്ക് പെർമിറ്റിന് പൈസ ഇല്ലല്ലോ, ഞാൻ പൈസ തരട്ടെ. ഞാൻ പറഞ്ഞു, എനിക്ക് പൈസ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്. അപ്പോഴേക്കും ഞാൻ ആ ടിക്കറ്റ് ഉണ്ടായിരുന്ന ചെക്കല്ല ആ ശ്രീലങ്കൻ കുടുംബം എനിക്ക് പുറത്ത് കൊണ്ടുപോയി മാറ്റി തന്നു. അതൊരു പ്രകാരത്തിൽ അത് ബാങ്കിലാക്കിയായിരുന്നു. എന്നെ 500 പൗണ്ട് എത്രയോ പൗണ്ട് ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ എനിക്ക് ഇതിന് കൊടുക്കാനുള്ള പൈസയൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്. എന്നിട്ട് അവരെൻ്റെ അടുത്ത് 2 വർക്ക് പെർമിറ്റും കൊണ്ടുവന്നു, ഓപ്പോസിറ്റ് ഹോമിലുള്ള വർക്ക് പെർമിറ്റ്, ഈ വർക്ക് പെർമിറ്റും കൊണ്ടുവന്ന്, വിച്ച് വൺ ഡു യു വാണ്ട്? ഞാൻ പറഞ്ഞു, എനിക്കിപ്പോ നീ തന്നിരിക്കുന്ന, എന്നെ ഇപ്പൊ ഈ കയറ്റിയിരിക്കുന്ന ഈ ഹോമിന്റെ ഇതാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ അതെനിക്ക് ആ വർക്ക് പെർമിറ്റ് കിട്ടി. അതൊരു വലിയ സാക്ഷ്യമാണ്. അതിനുശേഷം എൻ്റെ അഡാപ്റ്റേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ ദൈവത്തിന്റെ കൃപയും കൊണ്ട് ഈ സ്കോട്ട്ലാൻഡ് ദേശത്തേക്ക് കടന്നു വരാനിടയായി. അതിന്റെ ഇടയ്ക്ക് നടന്ന ഒരു കഥ എന്നാന്ന് വെച്ചാൽ, അവിടെ വച്ച് എന്നെ ഈ ഹോമിൽ ഇവർ കയറ്റി 1 മാസം കഴിഞ്ഞപ്പോ എനിക്കൊരു ആക്സിഡന്റ്. ഞാൻ ചുമ്മാ നടന്നു വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ തുടങ്ങി വൈകിട്ട് വരെ ജോലിയും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി ദൂരം പോകണം ഈ ഷോപ്പിങ്ങിന്. അവിടെ നിന്ന് പോയി ഞാൻ ഈ സാധനമൊക്കെ അടുങ്ങ് തിരിച്ചു വരുന്ന സമയത്ത് രാത്രിയായി. ഇവിടെ ഈ വിന്റർ ടൈം ആകുമ്പോഴേക്കും 3:30 ആകുമ്പോഴേക്കും ഇവിടെ ഇരുട്ടാവും.
അപ്പോൾ ഈ ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് ചെന്നിട്ട് ഞാൻ ഒത്തിരിയും ദൂരം തന്നെ നടന്നാണ് ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോൾ ഒരു ബ്ലാക്ക് ജാക്കറ്റൊക്കെ ഇട്ടുണ്ട്, നല്ല തണുപ്പ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസംബർ ടൈമൊക്കെ ആകുമ്പോൾ ഡിസംബർ 18 നടന്നത്, അത് ഞാൻ മറക്കത്തില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഭയങ്കര തണുപ്പും ഇതെല്ലാം ആയിട്ട് ഞാൻ ഇങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് സൈഡിൽ നിന്ന് ഒരു കാറ് വന്ന് എന്നെ ഇടിച്ചിട്ട് എൻ്റെ കാലിന്റെ ചെറിയ വിരലില് ഫ്രാക്ചറായി. അതങ്ങ് നീര് വെച്ചു കഴിഞ്ഞിട്ട് ഈ വണ്ടിക്കാരൻ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 2 പിള്ളേരും ഉണ്ടായിരുന്നു. ആ പിള്ളേര് ഞാനൊരു മലയാളി ഫാമിലിയുടെ കൂടിയായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ എന്നെ വഴക്ക് പറയാണ്, നീ നോക്കി നടക്കണമായിരുന്നു, അങ്ങനെയാണ്. പിള്ളേരാണ് അധികം വഴക്ക് പറയുന്നത്. അപ്പൊ ഞാൻ ഓർത്ത്, കർത്താവേ, എല്ലാവർക്കും ഞാനൊരു ഭാരമായല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ വീട്ടിൽ വന്ന് അത് കഴിഞ്ഞ് എന്നെ ഹോസ്പിറ്റലിൽ ഒരു വോളണ്ടറി മനുഷ്യൻ വന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഫ്രാക്ചറാന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തുടങ്ങി 1 മാസം കഴിഞ്ഞപ്പോൾ ജോലിക്ക് കയറിയതാ. അത് ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവം, ഈ മാനേജർ എന്നെ തിരിച്ച് പറഞ്ഞു വിടും ഇവിടെ നിന്ന്, ഇനി എനിക്ക് ഇവിടുത്തെ കാര്യം തീർന്നു എന്നോർത്ത് ഞാൻ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഈ മാനേജർ പറഞ്ഞു, സോളി, യു ഡോണ്ട് വറി, നീ എല്ലാം കഴിഞ്ഞിട്ട് നീ തിരിച്ച് ഒരു 6 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ നീ ജോലി ശരിയാവും, അന്നേരം നീ തിരിച്ചു വന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരത്തി എവിടെ നോക്കുകയോ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കുറച്ച് പൈസയൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ മാസം വെച്ചാൽ 1.5 മാസമേ ഉള്ളൂ. അപ്പൊ എൻ്റെ ബന്ധത്തിൽപ്പെട്ട ആ ചേച്ചി എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി, ലണ്ടനിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു 1.5 മാസം കഴിഞ്ഞ് അവിടെ താമസിച്ച് ഞാൻ തിരിച്ചു വന്ന് ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്നിട്ട് ഒരു സോഫ്റ്റ് ഷൂ ഒക്കെ ഇട്ടിട്ട് ഞാൻ ജോലിക്ക് പോകാനായിട്ട് നോക്കുമ്പോൾ എൻ്റെ കാലിന്റെ വേദന, ദൈവത്തിന്റെ കൃപ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഹോസ്പിറ്റലിൽ തിരിച്ച് റിവ്യൂ ചെയ്യുമ്പോൾ ആ ഫ്രാക്ചർ അങ്ങനെ തന്നെയുണ്ട്, യാതൊരു വ്യത്യാസവും ഇല്ല. പക്ഷെ എനിക്ക് പെയിൻ ഇല്ല. പെയിൻ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടുള്ള പെയിൻ ഉണ്ട്. ഞാൻ ജോലിക്ക് കയറി അപ്പൊ പറയും ഏസിംപ്റ്റമാറ്റിക് ഫ്രാക്ചർ. അപ്പൊ അത് കാരണം ജോലിക്ക് കയറിക്കോന്നും പറഞ്ഞു. ഇന്ന് വരെ ഞാൻ അത് പിന്നെ ചെക്ക് ചെയ്തിട്ടില്ല, അത് ഫ്രാക്ചർ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഇരുന്ന് ഞാൻ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡിനെ ഇവിടെ കൊണ്ടുവരാൻ ഇടയായി. ഹസ്ബൻഡ് വന്നപ്പോൾ തന്നെ അധികം വൈകാതെ തന്നെ ജോലി കിട്ടി. അവിടെ നിന്ന് പിന്നെ തിരിച്ച് ഈ അഡാപ്റ്റേഷൻ കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഇങ്ങോട്ട് ജോലിക്ക് വന്ന് ഞാൻ ഈ സ്കോട്ട്ലാൻഡ് ദേശത്തേക്ക് തിരിച്ച് കടന്നു വന്ന് ഇവിടെ വന്ന് നല്ലൊരു മാനേജർ എനിക്കുണ്ടായിരുന്നത്. ആ മാനേജർ എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് ഒരേ നേഴ്സിംഗ് ഹോമിൽ തന്നെ ജോലി തന്ന്, ഹസ്ബൻഡ് കിച്ചണിൽ ഞാൻ ഇവിടെ ആയിട്ട് ജോലി ചെയ്യുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞ് എൻ്റെ മക്കളെ കൊണ്ടുവന്ന് ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ മോളെന്ന് പറഞ്ഞാൽ പഠിക്കാൻ ഒത്തിരി മോശം എന്ന് വെച്ചാൽ അവള് അവിടെ നിന്നുള്ള ട്യൂഷൻ വെച്ചാൽ അവൾക്ക് ശരിക്കും ഒരു കോൺസെൻട്രേഷൻ കിട്ടിയിട്ടില്ല സ്റ്റഡിക്ക്. അവളെ കൊണ്ടുപോയി പഠിപ്പിച്ചു, അവള് തിരിച്ച് അവൾക്ക് പറഞ്ഞു കൊടുക്കാനൊന്നും ആരും തന്നെയില്ല. ഇവിടെ വന്നപ്പോഴാണെങ്കിലും എൻ്റെ കുഞ്ഞ് ഒട്ടും തന്നെ പഠിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ട്. ആ ടീച്ചേഴ്സിനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിക്കഴിഞ്ഞു. ഞാൻ എന്നും ചെയ്യുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ, എന്നും രാത്രി ഞാൻ എൻ്റെ വീട്ടിലുള്ളപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ തലയിൽ വെച്ച് 2 പേരുടെ തലയിൽ വെച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കും, കർത്താവേ, ഇവർക്ക് വേണ്ടുന്ന ബുദ്ധിയും ജ്ഞാനവും നീ കൊടുക്കണം. ഈ കുഞ്ഞുങ്ങൾ ദൈവനാമത്വത്തിന് വേണ്ടി ഉപയോഗിക്കണം. എന്നെ കണ്ട ദൈവം എൻ്റെ കുഞ്ഞുങ്ങളെയും ഈ ദൈവനാമ മഹത്വത്തിനായി തീർക്കണം എന്ന് പറഞ്ഞ് ഞാൻ എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിച്ച് ഞാൻ ദൈവകരങ്ങളിൽ അവരെ ഏൽപ്പിക്കും. ഇന്ന് അവള് ഒരു PhD കഴിഞ്ഞ് ഒരു മോളാ. അവള് നല്ല ബുദ്ധി, അവളുടെ അടുത്ത് പലരും പല റിക്വസ്റ്റിനും പല അഡ്വൈസിനും വരുന്നവളാണ്. അതുപോലെ ദൈവം അവളെ മാറ്റിയെടുത്തി. അതാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഓരോ കണ്ണുനീരിനും വിലയുണ്ടെന്ന് പറയുന്നത് വലിയൊരു കാര്യമുണ്ട്. അപ്പൊ അങ്ങനെ അവള് PhD കഴിഞ്ഞ് കാർഡിയോവാസ്കുലറിന്റെ PhD കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുപോലെ എൻ്റെ ഹസ്ബൻഡ് അതിന്റെ ഇടയ്ക്ക് ഇവിടെ കടന്നു വരുന്നതിന് മുമ്പേ സ്നാനപ്പെടാനിടയായി. ഇപ്പൊ ആള് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നു ദൈവത്തിന്റെ കൃപയും കൊണ്ട്. ഞങ്ങൾ എവിടെ പ്രാർത്ഥന ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹം കൊണ്ട് ഹസ്ബൻഡും ഞാനും പോകും, പിള്ളേരും വരും. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മോളുടെ കല്യാണം അതിന്റെ ഇടയ്ക്ക് നടന്നത്, ഇവിടെ കടന്നു വന്ന് മോള് 2 പ്രാവശ്യം ഫ്രാക്ചറായി. അവൾക്ക് ആദ്യം അവളുടെ കൈ ഒടിഞ്ഞു, പിന്നെ അവളുടെ കാലൊടിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അവൾക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കൃപയും കൊണ്ട് അവൾ സ്നാനപ്പെടാനിടയായി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൻ ഇവിടെ വന്നു. മോന് പലവിധ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. അതെന്നെല്ലാം ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചു. അവന് സ്നാനപ്പെട്ടു ദൈവത്തിന്റെ കൃപയും കൊണ്ട്. എൻ്റെ മോൾക്ക് ഇപ്പൊ 28 വയസ്സുണ്ട്. അതുപോലെ മോനിപ്പോ 21 വയസ്സായി. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ എൻ്റെ ജീവിതത്തിൽ നടന്നത്, ഞാൻ ഒരു 52 വയസ്സ് വരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോവിഡ് വന്ന സമയത്ത് ഞാൻ ജോലി ചെയ്യുന്നത് ഒരു NHS ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലില് കെയർ ഫോർ എൽഡർലി, അപ്പോൾ അക്യൂട്ട് മെഡിസിൻ ഫോർ എൽഡർലി. അപ്പൊ 28 പേഷ്യന്റിനും
കോവിഡാ. അപ്പൊ ഞാൻ അതിന്റെ നടുക്ക് ജോലി ചെയ്യുക. അപ്പൊ ആ സമയത്തൊക്കെ നമ്മള് ഓവർസീസ് ആളുകൾക്കൊക്കെ ഒത്തിരി കെയർ കൊടുക്കുന്ന അവരാണ് ഏറ്റവും കൂടുതൽ മരിക്കുകയൊക്കെ ചെയ്യുന്ന സമയം. അപ്പൊ അവർക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു കെയർ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഞാൻ ആ 28 പേഷ്യന്റെ കൂടെയും ജോലി ചെയ്തപ്പോഴും എന്റെ അടുത്തേക്ക്, എന്റെ മുഖത്തേക്ക് തുമ്മിയിട്ടുണ്ട്, എന്റെ കാലിൽ കയ്യിലേക്കൊക്കെ തുമ്മിയിട്ടുണ്ട്. ഇതൊക്കെ നടക്കുന്ന സമയത്തും ദൈവം എന്നെ എത്ര പ്രൊട്ടക്റ്റ് ആയി ജീവിച്ചു. എനിക്ക് മാത്രം കോവിഡ് വന്നില്ല. എന്റെ നേഴ്സിംഗ് ചാർജ് വന്നിട്ട് എന്നോട് ചോദിച്ചു, സോളി നിനക്ക് മാത്രം വന്നില്ല. അപ്പൊ എല്ലാവരും ഒരു പ്രാവശ്യം കോവിഡ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു, തിരിച്ചും കോവിഡ് കഴിഞ്ഞ് തിരിച്ചും പോകുന്നു. അപ്പോഴെല്ലാം ഞാൻ സിൻസിയറായിട്ട് ജോലി ചെയ്യുക. അവരെല്ലാം പോകുന്നു, ഞാൻ മാത്രം 28 പേഷ്യന്റിനെ നോക്കി ഇങ്ങനെ കഴിഞ്ഞു വരുമ്പോൾ 2022 ആയപ്പോ എനിക്ക് ചെറുതായിട്ട് കുറെ സിംറ്റംസ് ഒക്കെ തുടങ്ങി. അതിന്റെ ഇടയ്ക്ക് വേറെ 2 ആക്സിഡന്റുകൾ നടന്നു. ആ ഒരു ആക്സിഡന്റ് ആയിരുന്നു ഞാൻ പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് 2018 ഞാൻ എന്റെ വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഇവിടെ ബ്ലാക്ക് ഐസ് എന്ന് പറഞ്ഞ ഈ വിന്റർ ടൈം ആകുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഐസ് ഇങ്ങനെ പാളി പോലെ കിടക്കും, നമ്മൾ നോക്കിയ ഐസാന്ന് തോന്നത്തില്ല. അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോ ഈ വണ്ടിക്ക് ഒരു ഗ്രിപ്പില്ല. വണ്ടി ഇങ്ങനെ പോയി ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ആദ്യം ഒരു റൗണ്ട് അബൌട്ട് എടുത്തു. എനിക്ക് റൗണ്ട് അബൌട്ടിൽ നിന്ന് റോട്ടിലേക്ക് കടക്കാൻ പറ്റുന്നില്ല. ഞാൻ തിരിച്ചു ഒന്നും കൂടെ എടുത്തു, അത് കഴിഞ്ഞിട്ടും പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു പ്രകാരത്തിൽ ഞാൻ അങ്ങനെ സ്ലോ ആയിട്ട് അങ്ങനെ പോയി കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ കുറച്ച് വെള്ളം, ആ വെള്ളം മുഴുവൻ ഐസായിരുന്നു. അപ്പൊ എന്റെ വീല് മുഴുവൻ കയറിപ്പോയത് ഐസിൽ കൂടെ. അപ്പൊ പിന്നെ ഞാൻ പോകുന്നത് എന്റെ ഒരു കൺട്രോളും ഇല്ല. ഈ കാർ ഇങ്ങനെ ചുമ്മാ ഉരുണ്ടു പോകുന്നതല്ലാതെ എനിക്ക് അതിനെപ്പറ്റി ഒരു കൺട്രോളും ഇല്ല. അപ്പൊ ആ കൺട്രോളിനായിട്ട് ഞാൻ നോക്കുമ്പോൾ എന്റെ മുമ്പിൽ നിൽക്കുന്നത് റെഡ് ലൈറ്റാ. അപ്പൊ മറ്റേ റോഡ് എന്ന് പറഞ്ഞാൽ മെയിൻ റോഡ്. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡായിട്ട് പോകുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, കർത്താവേ ഞാൻ എന്തായാലും മരിച്ചു. കർത്താവ് ഞാൻ കാരണം ഞാൻ വേറെ ആരും മരിക്കില്ലേ, കർത്താവ് വേറെ ആർക്കും ഒരു അപകടം വരില്ല, ഞാൻ ഇതെന്ത് ചെയ്യും, എനിക്ക് ഒരു കൺട്രോൾ ഇല്ല പച്ച എന്ന് ഞാനങ്ങ് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് മുറുക്കി സ്റ്റിയറിംഗ് പിടിക്കും തോറും ഈ വണ്ടി ഒത്തിരി സ്പീഡായിട്ട് പോകുന്നത്. എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വിചാരിക്കും ഞാൻ മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഇവിടെ നിൽക്കുമെന്ന്. പക്ഷെ അങ്ങനെയല്ല. അതങ്ങനെ എന്നിട്ട് നമ്മള് ബ്രേക്ക് കൂടുതലിട്ട് കഴിയുമ്പോൾ ഈ വണ്ടി കൂടുതൽ സ്പീഡിനാണ് പോകുന്നത് ഈ ഐസി കൂടെ. അങ്ങനെ പോയി എന്തായാലും മെയിൻ റോഡിലേക്ക് എന്റെ വണ്ടി പോയി അപ്പുറേന്ന് വരുന്ന ഒരു വലിയ വണ്ടി വന്ന്. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കുമ്പോ അയാൾ എന്നോട് ഇങ്ങനെ കൈയും കൊണ്ട് കാണിക്കുകയാണ്, നീ എങ്ങോട്ടായി പോകുന്നേന്ന്. അപ്പൊ അങ്ങനെ പോകുമ്പോ ഞാൻ പറഞ്ഞു, കർത്താവ് ഞാൻ എങ്ങോട്ടാ പോകുന്നല്ലേ, അത് ശരിയാണല്ലോ, അപ്പൊ അവരിപ്പോ വന്ന് ഇടിച്ച് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നിങ്ങനെ ഓർത്ത് ഞാൻ പറഞ്ഞു, അയ്യോ നിർത്തും ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. എന്നെ ഇങ്ങനെ കൊണ്ടുപോയി ഞാൻ അങ്ങ് പോയി ഒരു പോസ്റ്റിലേക്ക് പോയി നിർത്തുന്ന പോലെ ഞാൻ നേരെ നട്ടപ്പുറം നടുക്ക് പോയി എന്റെ വണ്ടി നിന്നു. മറ്റേ വണ്ടി വന്ന് എന്നെ ഇടിച്ചത് എന്റെ വീലിന്റെ മേള് ശരിക്കും എന്റെ ഡോറ് ഇടിച്ചു കയറി. പക്ഷെ ദൈവത്തിന്റെ ദൂതനെ അയച്ച് ദൈവം എന്നെ പിടിവിച്ചെന്ന് പറയാനുള്ളൂ. എന്റെ ഒരു ശരീരത്തിന്റെ ഒരു പോറൽ പോലെ ഏക്കാതെ ഞാൻ അതിന്റെ ഉള്ളിൽ നിന്നു. ഒരു സെക്കൻഡിനുള്ളിൽ പോലീസ് വന്ന് എന്റെ വണ്ടിയുടെ മുമ്പിൽ വന്ന് ക്രോസിൽ നിർത്തി. പക്ഷെ പറഞ്ഞു, ഈ വണ്ടി ഇവിടെ നിന്ന് എടുക്കണം, വണ്ടി 2 വശത്ത് നിന്ന് വണ്ടി വരുന്ന വണ്ടി എടുക്കും. ഞാൻ പറഞ്ഞു, വണ്ടി ഡോറ് പൊളിച്ച് എന്നെ പുറത്തെടുത്തിട്ട് പറഞ്ഞു, നീ ഇതിനകത്ത് കയറിയിട്ട് നിനക്ക് എന്താ സംഭവിച്ചത്? ഞാൻ ചോദിച്ചു, ഇങ്ങനെ ബ്ലാക്ക് ഐസ്. അത് കുഴപ്പമില്ല, ഇന്നലെ എന്റെ വണ്ടി ഇടിച്ചെന്ന് പോലീസ് തന്നെ ഇങ്ങോട്ട് പറയാന്ന് വെച്ചാൽ ഞാൻ ആ സമയത്തൊക്കെ അങ്ങനെ നടക്കുന്നതാണ്. പക്ഷെ എന്റെ കയ്യിൽ ഒരു ഫോൺ പോലും ഇല്ല. ഞാൻ ഫോണും കൂടെ ധൃതി പിടിച്ച് ഇവിടെ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ പോയത്. ഞാൻ ഒരു ഡോക്ടറെ കാണാനായിട്ട് പോകുന്ന വഴിയാ. അത് കഴിഞ്ഞിട്ട് ഈ പോലീസ് എന്നോട് പറയാണ്, നീ ഈ വണ്ടി എടുത്ത് തിരിച്ച് വേറെ എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞു, ഞാൻ ഈ വണ്ടി ഇനി തൊടത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ നീ കയറിയേ പറ്റുന്നുള്ളൂ പറഞ്ഞിട്ട് കയറ്റി എന്നെ അതിന്റെ അകത്താക്കിച്ച് എന്നോട് പറഞ്ഞു, ഇത് ഓടിച്ചോണ്ട് പോകാൻ പറഞ്ഞു. ഞാൻ എന്റെ ജീവിതത്തിൽ ഓർക്കുന്നില്ല. ഞാൻ തിരിച്ച് പതിയെ ഓടിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പോയി. ഞാൻ നോക്കുമ്പോൾ വിറക്കിയാണ്. എന്നോട് ഇങ്ങനെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് അവിടെ നിന്ന് തുടങ്ങി വീട് വരെ നടന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞ് ഹസ്ബൻഡിനോട് ഇങ്ങനെ പറയും. അപ്പൊ ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ മൊത്തത്തിൽ പോകേണ്ടതാ. വലിയൊരു വണ്ടി വന്ന്, എന്റെ ഒരു ചെറിയ വണ്ടിയായിരുന്നു, വണ്ടി വന്ന് ഇടിച്ചിട്ട് ദൈവത്തിന്റെ കൃപയും കൊണ്ട് ഒരു പോലെ ഏക്കാതെ വെച്ചാൽ അത് എന്റെ ജീവിതത്തിൽ ഒരു വലിയ സാക്ഷ്യമാണ്. അതുപോലെ ഞാൻ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ ഒരു സ്വഭാവം എനിക്കുണ്ട്. ആരും എണീക്കുന്നതിന് മുമ്പ് എനിക്ക് എണീക്കണം, ആരും എണീക്കുന്നതിന് മുമ്പ് എന്റെ പ്രാർത്ഥന കഴിയണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്തയുള്ള ആളാണ് ഞാൻ. ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു ഒരു പാസ്റ്റർ എന്നോട് വന്ന് ചോദിച്ചു, ഈ ദേശത്തിന് വേണ്ടി, ഈ ദേശം നശിച്ചുകൊണ്ടിരിക്കുകയാണ് UK, ഈ ദേശത്തിന് വേണ്ടിയിട്ട് എരിവി നിൽക്കാൻ ഒരാളുണ്ടോ
എന്ന് എന്നോട് എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നിന്നോളാന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ 10-12 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 15 വയസ്സ് എനിക്ക് തോന്നുന്നു. അന്ന് തുടങ്ങി ദൈവത്തിന്റെ കൃപയോട് ഇന്ന് വരെയും എനിക്ക് രാവിലെ എണീച്ച് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ചിന്തയും അതുപോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞുകൊണ്ടിട്ട്. പക്ഷെ അതിന്റെ പോരാട്ടം ഞാൻ അനുഭവിക്കുന്നുണ്ട്. നമുക്ക് പലരും എന്നോട് പറയാറുണ്ട്, ഈ ദേശത്തിന് വേണ്ടിയിട്ട് ഇരുന്ന് നിന്നിട്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നത്, ആർക്കില്ലാത്ത പ്രശ്നമാണ് നിങ്ങൾക്ക് വരുന്നതെന്നൊക്കെ എന്നോട് പറയും. ഞാൻ പറയും, ദൈവത്തിന് വേണ്ടിയിട്ടല്ലേ, അതെന്ത് ഞാൻ സഹിച്ചോളാം എന്ന് ഞാനിങ്ങനെ പറയും. അപ്പൊ അങ്ങനെ ഞാൻ അതിരാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ടോയ്ലറ്റിലേക്ക് പോവുക. എൻ്റെ ഹസ്ബൻഡ് അപ്പത്തേക്ക് അന്ന് ദൈവത്തിന് ഞാൻ ഇങ്ങനെ എന്തോ ഭാരപ്പെട്ട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ ടോയ്ലറ്റിലേക്ക് പോയി കഴിഞ്ഞ് ഹസ്ബൻഡ് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു കിടന്ന് ഉറങ്ങാനായിട്ട് പോയി കഴിയുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട് ഒരൊറ്റ ശബ്ദം. ഞാൻ വീണത് എന്നതാ, ഞാൻ ബോധം കെട്ടാ വീണേ. ബോധം കെട്ട് ഞാൻ എന്നെ എടുത്ത് നോക്കുമ്പോ എനിക്ക് ഒന്നുമില്ല, ശ്വാസമില്ല, ഒന്നുമില്ല. എന്നെ അവിടെ നിന്ന് തൂക്കി പിടിച്ചെടുത്ത് ബെഡേ കൊണ്ടുവന്ന് ഇട്ടു. ബെഡേ കൊണ്ടുവന്നിട്ടിട്ട് യാതൊരു 5 മണിക്ക് പിള്ളേരൊന്നും എണീക്കത്തില്ലല്ലോ. അപ്പൊ ഞാൻ കിടന്ന് കരയുന്നത് കുറെ നേരം കഴിഞ്ഞ ഒരു 5 മിനിറ്റത്തേക്ക് എനിക്ക് ശ്വാസമില്ല, ഒന്നുമില്ല. ഞാൻ വിചാരിക്കുന്ന ഞാൻ എങ്ങനെയാ അന്ന് എണീറ്റേന്ന്. ഒരിക്കൽ പോലും എണീക്കുന്നതല്ല. ഞങ്ങൾ രാവിലെ എണീച്ച് ഒന്നിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ അതിരാവിലെയൊക്കെ ഞാൻ എണീക്കുവാണെങ്കിൽ ഞങ്ങൾ കൈ ഒത്ത് വെച്ച് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൈ ഒത്ത് വെച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് എണീക്കുന്നത് ഞങ്ങൾ എന്നും അങ്ങനെ കിടക്കുമ്പോഴും എണീക്കുമ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അന്ന് ഇങ്ങനെ ഞാൻ ഭാരപ്പെട്ട് അങ്ങോട്ട് പോയിച്ചു, നീ മിണ്ടാണ്ടിരിക്കുക, എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ പറഞ്ഞു വിട്ടത്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ അന്നേരം ഇച്ചിരി പകുതി ഉറക്കമായതുകൊണ്ട് അത് കേട്ടു, അല്ലെങ്കിൽ ഞാൻ കേൾക്കാൻ പോകുന്നില്ല. ഞാൻ അങ്ങനെ വീണ് അവിടെ കിടന്ന് എന്നെ അവിടെ നിന്ന് എണീപ്പിച്ചു. അന്ന് അങ്ങനെ കിടന്നായിരുന്നെങ്കിൽ ഞാൻ അതോടെ കൂടെ പോയേനെ. ദൈവം എനിക്ക് ആയുസ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. എന്നിട്ട് എന്നെ തൂക്കി ബെഡിലേക്ക് കിടത്തി കുറെ നേരമൊക്കെ നോക്കിയിട്ടൊന്നും എനിക്ക് ഒരു അനക്കവും ഇല്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആംബുലൻസിനെ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും അപ്പോഴേക്കും എനിക്ക് ചെറുതായിട്ടുള്ള ഒരു ഓർമ്മയൊക്കെ വന്നു തുടങ്ങി. എനിക്ക് പക്ഷെ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല, പക്ഷെ എനിക്ക് കേൾക്കാം. അപ്പൊ എന്റെ വായിലേക്കൊക്കെ വെള്ളം ഒഴിച്ചു തരുവാ. ഞാൻ മരിച്ചെന്നാ ഞാൻ വിചാരിക്കുന്നത്. അതിന്റെ എന്റെ വായിലേക്ക് ഒഴിച്ചു. എനിക്ക് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു തന്നിട്ട് പിന്നെ നമ്മൾ ചോക്കാവുമല്ലോ. അത് കഴിഞ്ഞിട്ടും ഞാൻ ഉറക്കെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോൾ ഓടിങ്ങ് വന്നു കഴിഞ്ഞിട്ട് അവള് വന്നാണ് എന്നെ രക്ഷിച്ചത്. ശരിക്കും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മുഖത്തേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചപ്പോഴത്തേക്കും ഞാൻ ശരിക്കും എനിക്ക് തിരിച്ച് ഒരു ഇത് കിട്ടി. അത് കഴിഞ്ഞ് അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ആംബുലൻസ് വന്നു, ഡോക്ടേഴ്സ് വന്നു, എല്ലാവരും വന്നു. എന്നെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. പക്ഷെ എന്നാലും ആംബുലൻസിൽ കൊണ്ടുപോയി എന്നെ അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തു. ഒന്നുമില്ല. ഞാൻ പെട്ടെന്ന് എണീറ്റപ്പോൾ ഉണ്ടായ പ്രശ്നമാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതൊന്നും അല്ലായിരുന്നു. പക്ഷെ എനിക്കിങ്ങനെ ക്ലോസ് റൂമിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു വണ്ടിക്കകത്താണെങ്കിൽ എല്ലാ ഡോറും കൂടെ അടച്ചിട്ട് കുറച്ചു നേരം ശ്വാസം കിട്ടാത്ത മാതിരി ഒന്നും എനിക്ക് ഇരിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ എനിക്കൊരു പ്രയാസങ്ങൾ പല പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തുനിന്ന് അവർ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ട് ഇങ്ങനെ ഇരുന്ന്. അപ്പൊ പിന്നെ ഞാൻ ഈ ഇതിനകത്തേക്ക് വരട്ടെ. കോവിഡൊക്കെ കഴിഞ്ഞ് 2022 ആയപ്പോ അപ്പൊ ഇതൊക്കെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറുതായുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എനിക്ക്. അത് പക്ഷെ ഇതാരും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ഈ 2022 ആയി കഴിഞ്ഞപ്പോ എനിക്ക് ചെറുതായിട്ടുള്ള ശ്വാസം മുട്ട്, അതുപോലെ പാൽപിറ്റേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഭയങ്കര നെഞ്ച് ഇടിക്കല്. അങ്ങനെ ഞാൻ കുറച്ചു നേരം നടക്കുമ്പോഴേക്കും എനിക്ക് അങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നെഞ്ച് വേദന. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ചുമ്മാ ഈ ഗ്യാസിന്റെ ആയിരിക്കും എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ അതിന്റെ മരുന്നൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ചർച്ചിൽ പോകാനായിട്ടിരിക്കുമ്പോൾ അന്ന് നേരം വെളുത്തപ്പോൾ തുടങ്ങി ഇങ്ങനെ പ്രശ്നം. അപ്പൊ ഞാനിങ്ങനെ ചാനോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അന്ന് എന്തായാലും നമുക്ക് ചർച്ചിൽ പോകാം എന്നിട്ട്. പക്ഷെ ചർച്ചിൽ പോയിട്ട് എനിക്ക് ഇരിക്കാനേ പറ്റുന്നില്ല. പിന്നെ ഇങ്ങനെ വേദന വന്നു കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്നാ ശരി, നമ്മളിവിടത്തെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാ ഒരു ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞ. അപ്പൊ അവരോട് ഞങ്ങള് 999 ഇങ്ങനെ വിളിക്കുകയാണ്. 999 അല്ല, ഞാൻ ഇങ്ങനെ ഒരു അഡ്വൈസിന് വേണ്ടി വിളിക്കുക. ഇങ്ങനെ വേദനയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഹോൾ പിടിച്ച് ഞാൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു വീട്ടിൽ വന്നിട്ടും അവരെ എടുത്തിട്ട് അവസാനം അവരെടുത്തിട്ട് എന്നോട് പറഞ്ഞു, നെഞ്ചു വേദനയാണോ, എന്നാ ഞങ്ങൾ ഇപ്പൊ തന്നെ ആംബുലൻസ് വിടാന്ന് പറഞ്ഞു. ആംബുലൻസ് വിടാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിട്ടത്. പിന്നെ വന്നപ്പോൾ 1.5 മണിക്കൂറായി ആംബുലൻസ് വന്നപ്പോൾ. അത് കഴിഞ്ഞിട്ട് എന്നെ അവിടെ കൊണ്ടുപോയി ആംബുലൻസ് കയറ്റിയിട്ട്, അപ്പോൾ ഈ കോവിഡൊക്കെ ആയ സമയം ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് ആരെയും അങ്ങോട്ട് കൊണ്ടുപോകത്തില്ല. വീട്ടിൽ അവിടെ വെച്ച് അവർ ചെക്ക് ചെയ്ത ആളെ മാത്രമേ കൊണ്ടുപോകുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരോട് വിളിച്ച് പറയത്തേ ഉള്ളൂ. എന്നിട്ട് അങ്ങനെ ആദ്യ ആംബുലൻസിൽ വെച്ച് എന്നെ ECG എടുത്തു. ആദ്യത്തെ ECG ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ചാനോട് പറഞ്ഞു വീട്ടിൽ പോക്കണം പറഞ്ഞു. വീട്ടിയിട്ട് ഞങ്ങളുടെ വീടിന് മുമ്പിൽ വെച്ച് തന്നെയാണ് ചെയ്തത്. അത് കഴിഞ്ഞും പിന്നെ തിരിച്ച് ഒന്നുകൂടെ എടുത്തപ്പോൾ അയ്യോ ഇതിനകത്ത് വേരിയേഷൻ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആസ്പിരിനും പിന്നെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ട് ഇനി ഇന്ന് വന്നോട്ടെ നമുക്ക് കാർഡിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ആളെ എന്നൊക്കെ പറഞ്ഞ്
ഇങ്ങനെയിട്ട് അത് ഇപ്പം ഞാൻ ചോദിച്ചത് ഓ എനിക്ക് എന്നാ ഒരു കുഴപ്പമില്ലല്ലോ എന്നിങ്ങനെ ഞങ്ങൾ ചിന്തിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പെയിനൊക്കെ അങ്ങ് മാറി. എന്നുവെച്ചാൽ ആസ്പിരിൻ തന്നു, GTN സ്പ്രേയും തന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പെയിനൊക്കെ മാറി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഒന്നും ഇല്ല കുഴപ്പമില്ല നമുക്ക് ഈ ആശുപത്രിയിൽ തന്നെ പോകാമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് എല്ലാ ചെക്കപ്പ് ചെയ്തു, ഒരു ദിവസം മൊത്തം കിടന്നു, ഒരു കുഴപ്പമില്ല, തിരിച്ചു വന്നു. ഇങ്ങനെ 2-3 പ്രാവശ്യം എനിക്കിങ്ങനെ ഈ ചെസ്റ്റ് പെയിൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ പാൽപിറ്റേഷനും അതുപോലെ തന്നെ ശ്വാസം കിട്ടും. അപ്പോഴേ നമുക്ക് ചുമ്മാ നടക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. അങ്ങനെ ആയി ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ആങ്ങൾ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് വിളിച്ചോളൂ, ഞാൻ അവിടെ നിങ്ങളിപ്പോൾ നാട്ടിൽ വരുമല്ലേ, ഞാനിവിടെ ഒരു അപ്പോയിൻമെന്റ് എടുക്കാം, അപ്പോയിൻമെന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് നാട്ടിൽ വരുമ്പോൾ നമുക്കൊന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞ് ആസ്റ്റർ മെഡിസിറ്റിയിൽ അപ്പോയിൻമെന്റ് എടുത്തു. അപ്പൊ ഞങ്ങൾ പോകുമ്പോൾ ഒക്കെ 2-3 ആഴ്ചയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാവാറുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവർ കണ്ടുപിടിച്ചു എൻ്റെ ഹാർട്ടിന്റെ നമുക്ക് അറിയാമല്ലോ 4 ചേംബറാണുള്ളത്. 2 ഒരു ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പൊ ഈ റൈറ്റ് ഏട്രിയത്തിന്റെയും വെൻട്രിക്കിളിന്റെയും ഇടയ്ക്കായിട്ടുള്ള ആ ഇത് എനിക്ക് ബൾജായിട്ടിരിക്കുന്നു, അതിനകത്തൊരു ഹോൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ആ ഡോക്ടർ, അപ്പൊ കാർഡിയോളജിസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു ഇത് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല, ഇത് കൺജനിറ്റൽ പ്രോബ്ലം, ഇത് ജന്മനാ ഉള്ള പ്രോബ്ലം ആണ്. അത് കാരണം ഇത് വന്ന് കാണിക്കേണ്ടത് പീഡിയാട്രീഷ്യനെയാണ് കാണിക്കേണ്ടത്. അപ്പൊ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി സമയമില്ലല്ലോ ഡോക്ടർ, ഞങ്ങൾക്ക് തിരിച്ചു പോകണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി കുഴപ്പമില്ല, 6 മാസത്തില് ഈ എക്കോ ഒന്നോടെ ചെയ്യണം. എക്കോ ചെയ്തപ്പോഴാണ് കണ്ടുപിടിച്ചത് എല്ലാ ഹാർട്ടിന്റെ കാര്യങ്ങള്, ട്രെഡ്മിൽ, ECG, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്തു വന്ന്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ എക്കോയിലാണ് ഇത് കണ്ടുപിടിച്ചത്. എക്കോ കണ്ടുപിടിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനത്തെ അപ്പൊ 6 മാസത്തില് നിങ്ങൾ ചെക്ക് ചെയ്യണം ഈ ബൾജ് വലുതാവുന്നുണ്ടോ, ഈ അന്യൂറിസം വലുതാവുന്നുണ്ടോ, ഇങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഈ ബൾജായിട്ടിരിക്കുന്നത് വലുതാവുന്നുണ്ടോ, ഈ ഹോള് വലുതാവുന്നുണ്ടോ എന്നൊക്കെ നോക്കണമെന്ന് പറഞ്ഞു. ഇവിടെ അല്ലേ കാര്യം, ഇവിടെ 1.5 വർഷമായിട്ടും ഇവരൊന്നും ചെക്കും ചെയ്യുന്നില്ല, കാണുന്നില്ല. ഇങ്ങനെയായി ഞാൻ ഇവിടെ കൊണ്ടൊന്ന് എൻ്റെ റിപ്പോർട്ടൊക്കെ കാണിച്ചായിരുന്നു, പക്ഷെ ഒന്നുമില്ല. പിന്നെ ഞാൻ പിറ്റത്തെ വർഷം 2023 നാട്ടിൽ പോകാറായപ്പോഴേക്കും എനിക്ക് ഇവിടുത്തെ അപ്പോയിന്റ്മെന്റിന്റെ സമയമായിരുന്നു. അപ്പൊ അപ്പോയിന്റ്മെന്റ് സമയമായി കഴിഞ്ഞപ്പോ ആ ഡോക്ടർ നോക്കിക്കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഓ ഇത് ഒന്നുകൂടെ എന്നാ പോയി നോക്കാം, ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത് കടന്നില്ലോ എന്ന് പറഞ്ഞ് ഡോക്ടർ തന്നെ കൊണ്ടുപോയി അത് ചെയ്യിപ്പിച്ച് നോക്കിക്കഴിഞ്ഞപ്പോ അങ്ങനെ തന്നെ ഇരിക്കുന്നേന്ന് പറഞ്ഞു. എന്നിട്ടൊക്കെ ഇവര് പറയണ എന്ന് വെച്ചാൽ അതിനു മുമ്പ് അവർ പറഞ്ഞത് ഈ കോവിഡ് നിനക്ക് വന്നിട്ടുണ്ടാവും, അത് കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ. അത് ഈ കോവിഡ് വന്നതിന് പല ആൾക്കാർക്കും പല സിംറ്റംസ് ഇതുപോലെ തന്നെ സെയിം സിംറ്റംസും ഉണ്ട്, പക്ഷെ നീ അറിഞ്ഞു കാണത്തില്ല ഈ കോവിഡ് വന്നത്. അതിന് ശേഷം 2 പ്രാവശ്യം വന്നു, എനിക്ക് ഒരു സിംറ്റംസും ഇല്ല, ചുമ്മാ ഒരു കോൾഡിന്റെ സിംറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി. ആ 2023 ഞങ്ങൾ അവിടെ ആരെയും ഒരു ഹോസ്പിറ്റലും പോയില്ല, കാണിച്ചില്ല. അത് കഴിഞ്ഞ് 2024 ആയപ്പോ തിരിച്ച് ഞങ്ങൾ നാട്ടിൽ പോയി. അത് കഴിഞ്ഞ് ഇവിടെ യാതൊരു ചെക്കപ്പും നടക്കുന്നില്ല, ഇങ്ങനെ പോകുന്നു. പക്ഷെ ആ സമയത്ത് ആദ്യത്തെ പ്രാവശ്യം എനിക്ക് ഈ പാൽപിറ്റേഷനും ഇതൊക്കെ ഉണ്ടായ സമയത്ത് എനിക്കൊരു ചെറിയ ടാബ്ലറ്റ് തുടങ്ങിയായിരുന്നു ഹാർട്ടിന്റെ, അതിനെ ഒന്ന് കാം ഡൗൺ ചെയ്യണം. പക്ഷെ ആ ടാബ്ലറ്റ് കഴിച്ചപ്പോൾ എനിക്ക് സിംറ്റംസ് മൊത്തമേ പോയി, ആ മൊത്തം നോർമലായി, എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ ആ ഒരു ടാബ്ലറ്റ് മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് 2024 ജൂണിൽ ഞാൻ തിരിച്ച് നാട്ടിൽ കഴിഞ്ഞു പോയപ്പോൾ ഈ ഡോക്ടറിന് തിരിച്ചു വന്ന ഒരു എക്കോയോടെ എടുത്ത് നോക്കാന്ന് ഓർത്തുകൊണ്ട് ഞാൻ ആസ്റ്റർ മെഡിസിറ്റിയിൽ തിരിച്ചു പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്റെ എക്കോ എടുക്കുമ്പോൾ കാർഡിയോളജിസ്റ്റ് ഇല്ലാതെ എടുക്കരുത്. അപ്പൊ ഈ ഡോക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് എന്നെ ആദ്യം കണ്ട ആ ഡോക്ടർ വന്ന് എക്കോ ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു ഇത് പീഡിയാട്രീഷ്യനെ കാണിക്കണം മസ്റ്റായിട്ടും എന്നും പറഞ്ഞ് ആ പീഡിയാട്രീഷ്യൻ ഒരു ഡോക്ടർ, അത് ജൂനിയർ ഡോക്ടറെ ഉണ്ടായിരുന്നുള്ളൂ, അവർ ഈ തിരിച്ച് ഈ എക്കോ ഒന്നുകൂടെ നോക്കി കഴിഞ്ഞിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ കാണുന്ന പോലെ തോന്നുന്നുണ്ട്. ഇതിന്റെ മെയിൻ ഡോക്ടർ വന്നിട്ട് ഇത് ക്യാമറയിട്ട് ട്രാൻസ് ഈസോഫാഗൽ എക്കോ കാർഡിയോഗ്രാം എന്നും പറഞ്ഞിട്ട് ആ സാധനം നമ്മുടെ ഇതിന്റെ ഉള്ളിൽ കാർഡിന്റെ അടുത്ത് വരെയും ഈ ക്യാമറ വെച്ച് നോക്കി കഴിയണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആ വ്യാഴാഴ്ച വരാൻ പറഞ്ഞു. അങ്ങനെ പോയി ഈ മെയിൻ കാർഡിയോളജിസ്റ്റ് അതെടുത്ത് നോക്കി കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് 3 ഹോൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അത് ഹോള് ഒരുമാതിരി വലിപ്പമുള്ള ഹോള്. അപ്പൊ അവര് പറഞ്ഞു ഇത് എത്രയും പെട്ടെന്ന് അടയ്ക്കണം, ഇത് അടച്ചില്ലെങ്കിൽ ഇത് വന്ന് ഡിവൈസ് ക്ലോഷർ എന്ന് പറഞ്ഞൊരു സാധനമാണ്. അതിങ്ങനെ ഡിവൈസ് പോലെ ഒരു സാധനം ഇട്ടിട്ട് ഒരു ബലൂൺ പോലെയുള്ള സമയം ഒരു ബട്ടൺ സർജറി പോലെ അത് എന്റെ ഉള്ളിലിട്ട് ഈ ഹോളുകൾ അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇപ്പൊ തന്നെ പെട്ടെന്ന് ചെയ്യണമെന്നൊന്നുമില്ല, 1 വർഷത്തിനുള്ളിൽ ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് വന്നിട്ട് ഭയങ്കര സീരിയസ് പ്രശ്നങ്ങളൊക്കെ ആകും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ട സമയമായി. അപ്പൊ ഈ പിള്ളേർ തിരിച്ചു വന്നിട്ട് പിള്ളേർ എന്നോട് പറഞ്ഞു മമ്മി ഇനി അങ്ങോട്ട് വരണ്ട, ഇത് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഹസ്ബൻഡോട് ഇവിടെ നിന്ന് പിള്ളേരെ പറഞ്ഞു വിട്ടു. ഞങ്ങൾ എന്നിട്ട് അന്ന് അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ പിറ്റേ ദിവസം തന്നെ പോയി പൈസയൊക്കെ കിട്ടുകയാണ് പെട്ടെന്ന് സർജറി ചെയ്യാം എന്നുള്ള രീതിയിൽ. ഞാനും ഹസ്ബൻഡും കൂടെ കൈ കോത്ത് പിടിച്ചിട്ട് അന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഈ പോകുന്നതിന്റെ തലേ ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ച്
എന്നിട്ട് ഞങ്ങൾക്ക് അങ്ങ് ആകെ, എനിക്ക് അന്നേരം ഇവർ പറയുന്നുണ്ട് ഇതിന് മേജർ സർജറി, ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് പോലെയാണെന്ന് പറയുന്നുണ്ട്, മേജർ സർജറി ബാക്കപ്പ് വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷെ പിള്ളേർ നാട്ടിൽ വന്ന് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിള്ളേർ എന്നോട് പറഞ്ഞു, മമ്മി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കൂടി എടുക്ക്, ഈ തന്നെ പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പിന്നെ അത് കഴിഞ്ഞിട്ട് ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്ന് അമൃതയിൽ ഞങ്ങള് പൈസ എല്ലാം കിട്ടി, പെട്ടിയെല്ലാം ഞാനും ഹസ്ബൻഡും കൂടെ അവിടെ പോയി താമസിക്കാനുള്ള പെട്ടിയെല്ലാം എടുത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ 11 മണിക്ക് അമൃതയിൽ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട് അവിടുത്തെ മെയിൻ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റിനെ കാണാനായിട്ട്. അപ്പൊ അവിടെ ചെന്ന് അവിടെ കണ്ടിട്ട് 3 മണിക്ക് അഡ്മിറ്റ് ആവണം ആസ്റ്റർ മെഡിസിറ്റിയിൽ. പിറ്റേ ദിവസത്തെ അതിരാവിലത്തെ ഓപ്പറേഷൻ ആണ് എൻ്റെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോകുന്ന വഴി അമൃതയിൽ ചെന്ന് കഴിഞ്ഞപ്പോ ആ ഡോക്ടർ എന്നോട് എടുക്കും വഴി പറഞ്ഞു, അപ്പൊ എന്റെ കയ്യില് CD ഉണ്ട്, എല്ലാ റിപ്പോർട്ടുകളുണ്ട്. അപ്പൊ CD കൊണ്ടുപോയി അവിടെ കൊണ്ട് കാണിച്ചപ്പോ ആ CD വർക്കാവുന്നില്ല. അവിടെ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമാണ്, പക്ഷെ അത് വർക്കാവുന്നില്ലായിരുന്നു. ഞങ്ങൾ അവിടെ ഒന്നും ഇട്ട് നോക്കിയില്ല. അത് കഴിഞ്ഞിട്ടപ്പോ ഈ ഡോക്ടർ പറഞ്ഞു, എനിക്ക് ഒരു ഡോക്ടർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു എക്കോ കൂടെ എടുക്കണം. ഞാൻ പറഞ്ഞു, അതപ്പോ ഈ ക്യാമറ ഇട്ട് നോക്കുന്നതിന് നമ്മൾ രാവിലെ ഫാസ്റ്റിംഗ് ഒക്കെ എടുത്തിട്ട് പോകണം, പക്ഷെ ഇത് ഫാസ്റ്റിംഗ് ഒന്നും എടുക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ ഫാസ്റ്റിംഗ് ഒന്നും എടുത്തിട്ടല്ല ഡോക്ടർ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ആ ഡോക്ടർ എന്നോട് പറയാണ്, ഓ അതൊന്നും വേണ്ട, ഞാൻ ഒരു പ്രത്യേക പൊസിഷനിൽ നോക്കി എനിക്ക് ഇതെല്ലാം നല്ലതായിട്ട് കാണാം, നീ എനിക്ക് ചുമ്മാ ഒരു എക്കോ ചെയ്യാനായിട്ട് സമ്മതിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ നോക്കുമ്പോൾ എന്നു വെച്ചാൽ CD വർക്കാവുന്നില്ലല്ലോ. അപ്പൊ അയാൾ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഓ ഇതിനകത്ത് 3 ഹോളൊന്നുമില്ല, ഇതിനകത്ത് 2 ഹോളേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നീ ഇത്രയും നാളെ നീ ആ ചെറിയ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നീ ഓക്കെ ആണല്ലോ, നീ എന്തിനാ ഈ 52 വയസ്സ് കാലത്ത് ഇപ്പൊ എത്ര പെട്ടെന്ന് ധൃതി പിടിച്ച് ഈ ഓപ്പറേഷൻ ഒന്നും ചെയ്യണ്ട, അല്ല ഇപ്പൊ നീ 54 വയസ്സായി അന്നേരം, ഒന്നും ചെയ്യണ്ട, നിനക്ക് സിംറ്റംസ് ഒന്നുമില്ല, നീ പോയി അടുത്ത വർഷം നീ ഹോളിഡേയ്സിന് വരുമ്പോ എന്നെ വന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. ഈ കൊണ്ടുപോയ പെട്ടി തിരിച്ചു പോന്നു, അതുപോലെ തന്നെ കൊടുത്ത പൈസയും തിരിച്ചു മേടിച്ചു. ആസ്റ്റർ മെഡിസിറ്റി ഒരു പൈസ പോലും എടുക്കാതെ മുഴുവൻ ഞങ്ങൾക്ക് തിരിച്ചു തന്നു. അങ്ങനെ ഒന്ന് സന്തോഷത്തോടു കൂടി ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഭയങ്കര സന്തോഷം. എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ എന്തോ ഒരു വലിയ കാര്യം ചെയ്തേ എന്നൊക്കെ ഓർത്ത് ഞാൻ തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് ഞാൻ ഈ ഒരു ഹോളുള്ള സമയത്ത് ഞാൻ ഒരു ദർശനം കണ്ടു. ഞാൻ ഒരു പാട്ട് പാടി അങ്ങനെ ആരാധിച്ച് ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞു കരം എൻ്റെ ഹാർട്ടിന് ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നത്, അത് ഞാനിങ്ങനെ ഒരു നല്ല വെളിച്ചത്തോടെ ഞാൻ കണ്ടത്. അത് പിന്നെ തോന്നി എനിക്ക് പേടിയേ ഇല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്ന് പറയുമ്പോൾ മനുഷ്യ സഹജമല്ലേ, നമുക്ക് ഭയങ്കര പേടി വരും. അങ്ങനെ പോയി ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് തിരിച്ച് ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വന്നിട്ട് ഒരു ജൂണിലാണല്ലോ ഞാൻ തിരിച്ചു വന്നേ. ഒരു എവിടെ നവംബർ 11 തീയതി ആയി കഴിഞ്ഞപ്പോൾ, നവംബർ 11 ഒരു 9 തീയതിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ ഒരു പാസ്റ്ററിന്റെ മോളുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ നല്ലൊരു പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ വെള്ളിയാഴ്ച ഞാൻ ഫാസ്റ്റിംഗ് എടുക്കാം, പുള്ളിക്കാരത്തെയും കൂടെ ആഴ്ചയിൽ ഒരിക്കൽ അങ്ങനെ പ്രാർത്ഥിച്ച് എന്നും ഞാൻ കുറെ വചനങ്ങൾ പുള്ളിക്കാരത്തി ഇങ്ങോട്ട് പറയും. എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. പുള്ളിക്കാരത്തി പറയും, ബലപ്പെടുത്തും, ഞങ്ങൾ പ്രാർത്ഥിക്കും, ഒന്നിച്ചിന്ന് പ്രാർത്ഥിക്കും. അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരുന്നു. അപ്പോ ഈ സാഹചര്യങ്ങളിലൊക്കെ എന്നെ അത് ഒത്തിരി ബലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നവംബർ 8 തീയതി അന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് ഞങ്ങൾക്ക് ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, ഫാമിലി കോൺഫറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പോകുന്നതിന്റെ തലേ ദിവസം, അപ്പൊ ഫ്രൈഡേ പറ്റത്തില്ലല്ലോ എന്ന് ഓർത്ത് വ്യാഴാഴ്ച ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിക്കും. അപ്പൊ ഈ പെങ്കൊച്ച് ചെറിയ കൊച്ച, അപ്പൊ അവള് ചെറിയ കൊച്ചെന്ന് പറഞ്ഞാൽ ഒരു എത്ര വയസ്സുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ ആ പെങ്കൊച്ച് എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആന്റി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോ ഞാൻ ഒരു വചനം തിരിച്ചും കേൾക്കുന്നു. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. ദൈവം എനിക്ക് മറവിടമാകുന്നു. ദൈവം കഷ്ടത്തിൽ നിന്നെ സൂക്ഷിക്കും. അത് എഴുതിയിരിക്കുന്ന സാംസ് 32:6-7 ഇത് തിരിച്ചും അവൾ എന്നോട് പറയുവാണ്. അവൾ എന്നോട് തിരിച്ചു, ആന്റി ഞാൻ പ്രാർത്ഥിക്കുമൊക്കെ ഇതാ എനിക്ക് കാണുന്നത്, ഇത് തന്നെയാ കാണുന്നത് ആന്റി, എന്തോ സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, എന്തോ വരുന്നുണ്ട്, പക്ഷെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് പ്രയാസമായി. ദൈവമേ എന്തോ ആയിരിക്കുമോ അപ്പ എന്നോർത്ത് ഞാൻ ഇങ്ങനെ കരഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എനിക്ക് ദൈവം വേറെ ഒരു വചനം തന്നു. ഉയരത്തിൽ നിന്ന്
കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്നും എന്നെ വലിച്ചെടുത്തു, ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും, എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അങ്ങനെ പറഞ്ഞ് അന്ന് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഓർത്തു, കർത്താവേ എന്തായിരിക്കും, എന്നാലും എനിക്ക് അതിനകത്ത് വിടുതലുണ്ട്, ദൈവം എന്നോട് നന്നായിട്ട് സംസാരിച്ചല്ലോ എന്നിങ്ങനെ ഓർത്ത് ഞാൻ ഇങ്ങനെ ഭാരപ്പെട്ടു. ഞാൻ പാസ്റ്ററിന്റെ വൈഫും പാസ്റ്ററിന്റെ മോനും ഉണ്ട് ഞങ്ങളുടെ കൂടെ അന്ന് ഇത് കോൺഫറൻസും. അപ്പൊ പുള്ളിയോട് പറഞ്ഞു, അയ്യോ എന്താണെന്നൊന്നും അറിയത്തില്ല, ചിലപ്പോൾ ഒരു ആക്സിഡന്റ് ആയിരിക്കും, പക്ഷെ നമ്മൾ സേഫ് ആകട്ടോ, ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട്, എന്താണെന്നൊന്നും അറിയത്തില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഇതിങ്ങനെ പോയി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഞങ്ങളിങ്ങ് തിരിച്ചു പോരുക. ഞായറാഴ്ച ഉച്ചയ്ക്ക് തിരിച്ചു പോരുക. തിങ്കളാഴ്ച എനിക്ക് ഒരു CT ഉണ്ട്. അപ്പൊ ഈ 3 ഹോൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പ്രൊഫസറാണ് എൻ്റെ കാർഡിയോളജിസ്റ്റ്. പുള്ളിക്കാരൻ കുറേ ടെസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ടെസ്റ്റിനകത്ത് ഒന്നാണ് CT കൊറോണറി ആർട്ടറിയുടെ CTCA. അത് നമ്മുടെ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് വെസലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ പുള്ളിക്കാരൻ അത് മൺഡേ, ഞായറാഴ്ച തിരിച്ചു പോന്നു, തിങ്കളാഴ്ച ഞാൻ അപ്പൊ ആ ടെസ്റ്റിന് വേണ്ടി പോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഡോക്ടറിന് നോക്കിയാൽ എന്ത് ചെയ്താൽ എൻ്റെ ലങ്സ് കാം ഡൗൺ ആവുന്നില്ല, ലങ്സിൽ ഭയങ്കര പ്രഷറാണ്. എന്നിട്ട് എനിക്ക് ഇഞ്ചക്ഷനൊക്കെ തന്നാണ് എന്നെ കാം ഡൗൺ ആക്കിയത്. അങ്ങനെ വെച്ചാൽ അവർ നോക്കി എന്നോട് പറഞ്ഞു നീ പൊക്കോന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴേക്ക് എനിക്ക് ഭയങ്കര ടയർഡായി, ഇഞ്ചക്ഷനൊക്കെ അവിടെ തന്നു കഴിഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിനോട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്തേക്കുക. എന്ന് വെച്ചാൽ എനിക്ക് ആരുടെ ശബ്ദം കേൾക്കണ്ട. എന്നാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ടയർഡ്, എനിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങണം. ഞാൻ എണിച്ച് നോക്കുമ്പോൾ ഒരു 3-4 കോള് വന്ന് കിടപ്പുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന്. എന്താന്ന് വെച്ചാൽ അത് എനിക്ക് അവസാനത്തെ കോളായി കഴിയുമ്പോൾ അവർ ചോദിച്ചു, എന്നെ ഇനി ഒന്നും കോണ്ടാക്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചിട്ട് അവർ ഒരു വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, സോളി നീ വന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു ഇത് എന്തിനാ എന്നെ അഡ്മിറ്റ് ആക്കുന്നത്, ഞാൻ പിന്നെ തിരിച്ച് നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഡോക്ടർ വിളിച്ചു, നിന്റെ ലങ്സിൽ ഒരു ക്ലോട്ട് കണ്ടുപിടിച്ചു ഇന്ന് CT ചെയ്തപ്പോൾ, ഇൻസിഡന്റൽ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് യാതൊരു സിംറ്റം ഇല്ല, ഞാൻ നോർമലായിട്ട് ജീവിക്കുന്നു. അപ്പൊ അങ്ങനെ പെട്ടെന്ന് അഡ്മിറ്റ് ആവണം, ബെഡ് റെഡി ആണെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എന്നെ അന്ന് തന്നെ രാത്രി അഡ്മിറ്റ് ആക്കി. വൈകിട്ട് ഒരു 4 മണി ആയപ്പോഴേക്കും ചെന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞ് അഡ്മിറ്റ് ആക്കി. എനിക്കൊരു ഇഞ്ചക്ഷൻ തന്നു. അന്ന് തുടങ്ങി പിന്നെ ബ്ലഡ് തിന്നർ തരുവാണ്. അന്ന് തുടങ്ങി ഞാൻ ഇരിക്കുന്നതാണ്, ഞാൻ സിക്ക് ലീവാണ്. എനിക്ക് പിന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അന്ന് തുടങ്ങി ഞങ്ങൾ സിക്ക് ലീവായിട്ട് ഇരുന്ന് അങ്ങനെ നിന്ന് അന്ന് പോന്നപ്പോ എന്നെ ഈ വചനത്തിൽ നിന്നാണ് എന്നെ ഓരോ ദിവസവും ദൈവം, പക്ഷെ യാതൊരു സിംറ്റം എനിക്കില്ല. എന്റെ ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് കൊണ്ടുപോയപ്പോ ഒരു വചനം ദൈവം എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്മീത് വഹിക്കുന്നത് പോലെ അവർ വഹിച്ച് ദൈവം കൊണ്ടുവന്നു. അതുപോലെ എന്നെ ഓരോ ദിവസവും ദൈവം നടത്തി. എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു, പണ്ട് തുടങ്ങി പ്രാർത്ഥിക്കുന്ന, കർത്താവേ ഞാൻ അങ്ങയുടെ കരങ്ങളിലെ ഒരു കുഴഞ്ഞ ഒരു ചേർ പോലെ, എന്താ വെച്ചാൽ ഈ കയ്യിലെ ഒരു ഇണങ്ങുന്ന പാത്രമായിട്ട് എന്നെ മെനയണം. ആ മെനയുന്ന സമയത്ത് ചിലപ്പോൾ അത് ഉടയ്ക്കും, അതിൻ്റെ മുഴയും അതിൻ്റെ ഇടിവൊക്കെ നേരെയാക്കി നിനക്ക് ഇഷ്ടമുള്ള ഒരു പാത്രമായിട്ട് എന്നെ മെനഞ്ഞെടുക്കണം. അതിന് കൂടെ പോകേണ്ട ഏതൊക്കെ പാതയിൽ കൂടെ പോയാലും എനിക്കൊരു പേടിയില്ല, നീ എന്നെ മെനയണം. ആ മെനയണ സമയത്ത് ചിലപ്പോൾ കുഴയ്ക്കുമ്പോഴും അത് ഉടയ്ക്കുമ്പോഴും തിരിച്ചു പണിയുമ്പോഴും ഒക്കെ വേദനയുണ്ട്, എനിക്കറിയാം. പക്ഷെ ഈ കടന്നു പോകുന്ന പാതയിൽ നീ എന്നെ കൈവിടരുത്, ആ കര എന്നെ മുറുകെ പിടിച്ചോളണം, ആ ബലമുള്ള കരത്തിൽ എന്നെ നീ ചേർത്ത് പിടിക്കണം എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന കാര്യം. അപ്പൊ ഞാൻ ഒരിക്കൽ പോലും ഈ ഒരു വർഷക്കാലത്ത് ദൈവത്തോട് എന്തുകൊണ്ടെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു മേടിച്ചതാ. എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ദൈവം, ഞാൻ ദൈവത്തോട് പറയും, എപ്പോഴും പറയും. പക്ഷേ ഉണ്ടല്ലോ, ഈ കടന്നു പോകുന്ന ഒരു വേദനയും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കുന്നതല്ലാതെ, എനിക്കിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നല്ലാതെ എനിക്ക് അങ്ങനെ ഒരു വേദനയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോകുന്നു. എൻ്റെ കുഞ്ഞിന്റെ വിവാഹം അത് തന്നെ ഒരു വലിയ മിറക്കിളാണ്. മോളോട് കല്യാണത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും പഠിത്തം ഒക്കെ ആയി കഴിഞ്ഞ് പുള്ളിക്കാരത്തി ഒന്നിനും സമ്മതിക്കത്തില്ലായിരുന്നു. പിന്നെ അവസാനം പെട്ടെന്നുണ്ടായിരുന്ന ഒരു കത്തുദാസന്റെ മകനാണ്, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പയ്യൻ, അവൾക്ക് വിവാഹമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ജനുവരിയിൽ തിരിച്ച് നാട്ടിൽ പോവുക.
അപ്പൊ ഈ നാട്ടിൽ പോകുന്നതിന് മുമ്പേ എനിക്ക് സിക്കാ. എന്നിട്ട് ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞപ്പോ എല്ലാവരും പിള്ളേരാണെങ്കിലും പറഞ്ഞു, മമ്മി അവിടെ ചെല്ലുമ്പോൾ ഒന്നും കൂടെ ചെക്ക് ചെയ്യണം, ഈ സർജറി വേണ്ടാന്ന് പറഞ്ഞ ആ ഹോസ്പിറ്റലിൽ ഒന്നും കൂടെ പോയി നോക്കാം എന്നും പറഞ്ഞിട്ട് ജനുവരിയില് വിവാഹത്തിന്റെ മുമ്പ്, കുഞ്ഞിന്റെ വിവാഹത്തിന് മുമ്പ് ഒരു 9-ാം തീയതി, 16-ാം തീയതി അവളുടെ കല്യാണം, 9-ാം തീയതി ഞങ്ങൾ പോയി ഡോക്ടറെ ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ ഈ റിപ്പോർട്ട് കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സർജറി ചെയ്യണ്ടെന്ന് പറഞ്ഞ ഡോക്ടർ എന്നോട് എടുക്കും വഴി പറയാം, ഇപ്പൊ തന്നെ സർജറി ചെയ്യണം, നിനക്ക് അത് വന്ന് ആ ക്ലോട്ട് വന്ന് റൈറ്റ് ലങ്സിലേക്ക് വന്ന് നീ രക്ഷപ്പെട്ടു, അത് കാരണം കൊണ്ട് നിനക്ക് ആ ലങ്സിന്റെ പ്രഷർ കൂടിയതല്ലാണ്ട് നിനക്ക് വേറെ ഒരു പ്രയാസം വന്നില്ല, അത് ലെഫ്റ്റിലേക്കായിരുന്നു പോയിരുന്നെങ്കിൽ നിനക്ക് സ്ട്രോക്ക് വന്നേനെ, നീ ഒന്ന് ചിന്തിച്ചു നോക്കി നീ ഇപ്പൊ എവിടെയായിരിക്കണം എന്നിങ്ങനെ ചൊന്നിച്ച് എന്നെ ഇങ്ങനെ പേടിപ്പിച്ചോട്ട് ഇപ്പൊ. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നാ വെച്ചാൽ എന്റെ കുഞ്ഞിന്റെ ഭാഗമാണ്. പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് അതിന്റെ പിറ്റേ ദിവസം വന്ന് അഡ്മിറ്റ് ആകും, 3 ദിവസം കൊണ്ടൊക്കെ എവരിത്തിങ് ഓക്കെ. എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിവൈസാണ് അവർ ഇടാനിരിക്കുന്നത്, ബട്ടൺ സർജറി. അപ്പൊ അങ്ങനെ ഇടാന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ് പേടിപ്പിച്ചു. പക്ഷെ എന്നിട്ട് എനിക്കിങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ അതൊന്നും ഇങ്ങനെ ആയിട്ടില്ല. പിന്നെ എന്നാ വെച്ചാൽ ഇവിടെ ജനുവരി 29-ാം തീയതി ഒരു MRI സ്കാൻ എനിക്ക് ഡ്യൂ ആയിരുന്നു, അതിന് വേണ്ടിയിട്ട് നോക്കിയിരുന്നു. അപ്പൊ ഞങ്ങൾ 22-ാം തീയതി ആയപ്പോ തിരിച്ചു വന്നപ്പോ ഇപ്പോഴൊക്കെ ഞാൻ സിക്കാണ്, ഈ കുഞ്ഞിന്റെ വിവാഹമൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ സിക്കാണ്. അപ്പൊ 29-ാം തീയതി ചെന്ന് നോക്കുമ്പോൾ അവര് കണ്ടുപിടിച്ചു എന്റെ ലിവറിനകത്ത് മൾട്ടിപ്പിൾ സിസ്റ്റ്. ഇങ്ങനെ ഓരോന്ന് കണ്ടു. അതുമല്ല അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ടുകൾ നാളുകൾക്ക് ശേഷം നമുക്ക് കിട്ടുള്ളൂ, ഒന്നും നമ്മളെ അറിയിക്കത്തില്ല. പക്ഷെ ഇത് അറിയുന്നത്, ജനുവരിയിൽ എടുത്ത കാര്യം അറിയുന്നത് മാർച്ച് 4-ാം തീയതിയാണ് എന്റെ പിന്നത്തെ അപ്പോയിന്റ്മെന്റ് കാർഡിയോളജിസ്റ്റുമായിട്ട്. ആ അപ്പോയിന്റ്മെന്റ് ചെല്ലുമ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. അതിന്റെ റൈറ്റ് സൈഡ് ഈ ഹോളും പിന്നെ അതിന്റെ റൈറ്റ് സൈഡ് ഏട്രിയ, അതായത് മേളിലുള്ള ആ ചേംബർ ഒത്തിരിയും വികസിച്ച് ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ പകുതി മുക്കാലോളമായി. അപ്പൊ അതൊന്ന് ഒത്തിരി വീക്കാണ്, അതുപോലെ റൈറ്റ് ലങ്സ് ഒത്തിരി വീക്കാണ് എന്നൊക്കെ പറഞ്ഞാണ് എന്നോട് പറഞ്ഞത്, ഇത് എത്രയും പെട്ടെന്ന് ഈ സർജറി ചെയ്യണം എന്ന് പറഞ്ഞ ആ ഡോക്ടർ എന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ടും നീ ഒരു കാര്യം ഒന്നും ഹെവി ഒന്നും ലിഫ്റ്റ് ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, ജോലിക്ക് പോകാൻ പാടില്ല, വീട്ടിൽ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പേടിപ്പിച്ച്. അതുകൊണ്ട് എന്നോട് പറയാം, അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലിക്ക് പോയിക്കോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്നെ ഇങ്ങനെ പേടിപ്പിച്ച് വിട്ടിരിക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും എടുക്കാൻ പേടിയാണ്, എന്നാ വെച്ചാൽ അതെടുത്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിക്കും, ഇതെടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെ ഓർത്ത്. അപ്പൊ ഇങ്ങനെ 2 ടാബ്ലറ്റ് ഞാൻ കഴിക്കുന്നുണ്ട്. ആദ്യം തന്ന ടാബ്ലറ്റ്, പിന്നെ രണ്ടാമത്തെ ക്ലോട്ട് വന്നപ്പോ തന്ന ടാബ്ലറ്റ്. പക്ഷെ എനിക്ക് യാതൊരു സിംറ്റവും ദൈവത്തിന്റെ കൃപയും കൊണ്ടില്ല. ഞാൻ ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഹോസ്പിറ്റൽ, അതായത് മെയിൻ കാർഡിയാക്കിന്റെ ഹോസ്പിറ്റലാണ്, കാർഡിയാക് സർജറി എല്ലാം നടക്കുന്ന ആ വലിയ ഹോസ്പിറ്റലിൽ, ഗോൾഡൻ ജൂബിലി എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ. അപ്പൊ ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഈ സർജറി എന്തോ അവിടെ സംഭവിച്ചു, എന്താണെന്നൊന്നും ആർക്കും അറിയത്തില്ല. അവർക്കൊക്കെ അറിയാം, അവർ നമ്മളോട് പറയത്തില്ല, കോൺഫിഡൻഷ്യലാണ്, എന്തോ കേസിൽ വന്ന എന്തോ പ്രശ്നമാണ്, അത് കാരണം കൊണ്ട് എല്ലാ മേജർ സർജറിയും പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുറെ നാളുകളായിട്ട്. അപ്പൊ ഈ മാർച്ച് ഇത് നടന്നിട്ട് എന്റെ അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞ് 2 ആഴ്ചക്ക് ശേഷം എനിക്ക് വന്ന റിപ്പോർട്ടാണിത്. അത് അന്ന് തുടങ്ങി ഈ ഹോസ്പിറ്റലില് വലിയ കൺജനിറ്റൽ കാര്യങ്ങൾ, ജന്മനാ നടന്ന് പ്രായമായി കഴിയുമ്പോൾ ചെയ്യുന്ന സർജറികൾ, മെയിൻ സർജറികളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ് കുറെ കാലത്തേക്ക്. എന്തോ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. എന്റെ ഈ സമയമായപ്പോ നടന്ന കാര്യമാണ്. അപ്പൊ ഇത് കാരണം എനിക്ക് വേറൊരു ആശുപത്രിയിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല, വേറെ എന്റെ ഈ ജോലി സ്ഥലത്ത് പോകാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഭാരപ്പെട്ട് വേദനപ്പെട്ട് ഇത് എന്തോ കർത്താവ്, ഇത് എന്തെങ്കിലും ഇതിനൊരു വിമുക്തി ഉണ്ടാവും ഇങ്ങനെ ഓർത്തോട്ട് ഞാനാണെങ്കിൽ ഒരു ജോലി ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവരെങ്ങനെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇമെയിൽ വിടുന്നുണ്ട്, ഇതെന്തോ ചെയ്യുന്നത്, ഞാൻ എന്നാ ചെയ്യണ്ടേ ഇതൊന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ അതിനൊന്നും റെസ്പോണ്ട് തരുന്നില്ല. ഇവർ പറയുന്നത് എവരിത്തിങ് വിൽ ബി ഓക്കെ, ഇത് വന്ന് ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഗോയിങ് ഓൺ, യു ഹാവ് ടു പേഴ്ഷ്യലി വെയിറ്റ് ഫോർ ഇറ്റ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ അവരെന്നോട് ഇങ്ങനെ ചെയ്യണമെന്ന്. അപ്പൊ പക്ഷേ ഒരു ജൂൺ മാസം അതിന്റെ ഇടയ്ക്ക് എനിക്കൊരു ഇമെയിൽ വന്നു, നിന്റെ ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് നോക്കിയിട്ട് നിന്റെ ഈ സെപ്റ്റം, ഈ 3 ഹോളുകളും കൂടെ ഞങ്ങൾ നോക്കിയിട്ട് അടയ്ക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നുന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ സെപ്റ്റം മാത്രം ഒത്തിരി തിന്നാണ്, അതിന് ഇനഫായിട്ടുള്ള മസിലില്ല അവിടെ അത് ക്ലോസ് ചെയ്യാനായിട്ട്. എന്നുവെച്ചാൽ ഇത് ഡിവൈസ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ബട്ടൺ ആണെങ്കിലും ഇതിന്റെ 2 സൈഡും അതിന് ഓരോരോ പാളികളുണ്ട്. അത് ഇങ്ങനെ വന്ന് ആ ഹോളിനെ അടച്ചു വെക്കുകയാണ്. അങ്ങനെ അത് കാരണം ഞങ്ങൾക്ക് തിരിച്ചു ഒരു TOE, ഇവിടെ പറയുന്ന TOE, മറ്റോടത്ത് TE, ഇതുപോലെ തന്നെ ക്യാമറ ഇട്ട് ഒന്നുകൂടെ നോക്കണം, അതിന് നീ ഓക്കെ ആണോ? ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയി കഴിഞ്ഞ് നോക്കുമ്പോൾ, അവിടെ ചെന്ന് നോക്കുമ്പോൾ അത് 3D ക്യാമറയാണ് പോലും. അവിടെ ചെന്ന് നോക്കുമ്പോൾ 5 ഹോൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു.
5 ഹോളിൽ നിന്ന് കണ്ടുപിടിച്ച് ഈ സെപ്റ്റത്തിൽ തന്നെയാണ് 5 ഹോള്. അതിനകത്ത് 4 ഹോളും അറൗണ്ട് 1 ഏരിയ, 1 ഒരെണ്ണം ഇത്തിരി ദൂരമാണ്. അപ്പോഴാ പുള്ളിക്കാരത്തി ആ ചെയ്ത ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് ഡിവൈസ് കൊണ്ട് തന്നെ ശരിയാവും, ഇത് ഓപ്പൺ ഹാർട്ട് ഒന്നും വേണ്ട എന്നൊക്കെ രീതിയിൽ പുള്ളിക്കാരത്തിയും പറഞ്ഞു വിട്ട് ഞാൻ തിരിച്ചു വന്നു. അപ്പോഴൊന്നും എനിക്ക് പേടിയില്ല. ഞാൻ എന്നെ ദൈവവചനം എന്നെ ഓരോ ദിവസവും ഞാൻ 2 ബുക്ക് നിറച്ച് ഇങ്ങനെ ദൈവവചനം തന്നെ എഴുതി വെക്കുന്നത് എന്നെ ദൈവം ബലപ്പെടുത്തിയ കുറേ വചനങ്ങളുണ്ട്. ദൈവം ബലപ്പെടുത്തുന്ന വചനമാണ്, കർത്താവേ നീ അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ല. ശത്രൻ മേശക അബേദ്നെഗോ കൂടെ തീച്ചൂളയിൽ ഇറങ്ങിയ ദൈവം, ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷിച്ച ദൈവം, ആ ബലമുള്ള കൈ കൊണ്ടും ആ നീട്ടിയ ഭുജം കൊണ്ട് അവരെ കവർ ചെയ്തപ്പോൾ ആ തീയുടെ ബലം പോലും കെട്ടുപോയി, ആ സിംഹത്തിന്റെ വായ അടഞ്ഞുപോയി. ആ ബലമുള്ള കരമാണ് ഈ സൂളിയെ പിടിച്ചിരിക്കുന്നത്. ആ ബലമുള്ള കരം കൊണ്ടാണ് നീ എന്നെ ചുറ്റി പിടിച്ചിരിക്കുന്നത്. എനിക്ക് ഒരു കുഴപ്പമില്ല, ദൈവം എന്നെ കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ദൈവത്തെ എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അങ്ങൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ ഏറെ കുലുങ്ങി പോവുകയില്ല. അങ്ങൻ്റെ വലത്ത് ഭാഗത്ത് എനിക്ക് തണലായുള്ളതിനായി നന്ദി അപ്പച്ച. അതുപോലെ തന്നെ പറയുന്ന പ്രാണനേക്കാൾ അടുത്താ എൻ്റെ അപ്പൻ എൻ്റെ അടുത്തുണ്ട്. ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കലിരിക്കുന്ന ഉഷസ് ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് பார்த்தாലും എന്നെ നടത്തുന്ന ഒരു കരം, ആ കര എന്നെ മുറുകെ പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ ഈ വചനം ഇങ്ങനെ ഏറ്റേറ്റ് പറഞ്ഞ് ഞാൻ ബലപ്പെട്ടുകൊണ്ടിരിക്കും. അതുപോലെ കല്ലും മുള്ളും കൊള്ളുന്ന ഈ പാതയിൽ അപ്പൻ എൻ്റെ കൂടെയുണ്ട്. ഞാൻ തിരിച്ച് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഞാനൊരു കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ള പാത്രമായിട്ട് നീ എന്നെ മെനഞ്ഞെടുക്കണം. നീ മെനഞ്ഞ് നീ എടുത്തു കഴിഞ്ഞിട്ടപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒത്തിരി ദർശനങ്ങൾ എന്നെ ദൈവം കാണിച്ചു. ഞാൻ ഒരു ദിവസം കാണുകയാണ്, ഒരു പാറ ഇടുക്ക്, അതായത് ഒരു 2 വശം ഉയരമുള്ള പർവ്വതം, അതിൻ്റെ നടുക്ക് ഞാനിങ്ങനെ ഒരു ഇടങ്ങിയ ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് എന്നെ ദൈവം കാണിക്കുകയാണ്, ഇങ്ങനെ ഒരു പക്ഷി പറന്ന് പോയിട്ട് ഒരു ഉയരമുള്ള പർവ്വതത്തിൽ നിൽക്കുന്നതായിട്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് ഞാൻ ദൈവത്തോട് പറയും, ഒരു കഴുകൻ തൻ്റെ ചിറകെല്ലാം നശിച്ച്, ചിറകും തൂവലും എല്ലാം നശിച്ച് ബലം ക്ഷയിച്ചു പോകുമ്പോൾ അത് കഴിഞ്ഞിട്ട് അവന് ഒരു ദിവസം അതിനകത്തുനിന്ന് എഴുന്നേറ്റ് വന്ന് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് പറന്ന് എൻ്റെ അപ്പച്ചൻ്റെ ചിറകുമേലെ ഇരുന്ന് ഞാൻ പറന്ന് കഴിഞ്ഞിട്ട് ആ ഉറപ്പുള്ള പാറമേ നിന്ന് ഞാൻ ദൈവത്തോട് പറയും, യഹോ ഭക്തന്മാരെ ഇത് വന്ന് കേൾപ്പിൻ, അങ്ങ് എൻ്റെ പ്രാണൻ ചെയ്ത് ഞാനൊന്ന് വിവരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പറയും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് ഓരോന്ന് ഏറ്റേറ്റ് പറഞ്ഞ് ഞാൻ ദൈവത്തിന് നന്ദി പറയും. അങ്ങനെ പറഞ്ഞ് കർത്താവ് ആ ഓരോ വചനങ്ങൾ എന്നെ ഓരോ ദിവസം ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ബലപ്പെടുത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ട് എന്നെ ജൂൺ മാസത്തിൽ ഈ മെയിൻ സർജൻ, കാർഡിയാക് സർജൻ, എൻ്റെ ഇത് സർജറി ചെയ്യാനിരിക്കുന്ന ആൾ എന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് ആ പുള്ളിക്കാരത്തി എന്നെ വിളിച്ച്, പുള്ളിക്കാരത്തിയുടെ ആ സംസാരം എന്നെ ഒത്തിരി കോൺഫിഡൻസ് തന്നു. പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, സോളി നീ എന്തിനെ പറ്റിയാണ് വറി ചെയ്യുന്നത്? നിനക്ക് ഒരു കുഴപ്പമില്ല, നിന്റെ ഇത് കൺജനിറ്റൽ പ്രോബ്ലമാണ്. നീ 2 കുഞ്ഞുങ്ങളെ നീ പ്രസവിച്ചു, ഈ ഹോളുകളെല്ലാം വെച്ച് നിനക്ക് ഒരു കുഴപ്പം ഉണ്ടായില്ല. ദൈവം നിന്നെ, ദൈവം എന്നൊന്നും പറയത്തില്ല, അവർക്ക് ദൈവത്തെയൊക്കെ വിശ്വാസം കുറവാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ അങ്ങ് ബലപ്പെടുത്തി കഴിഞ്ഞ് നിനക്ക് എന്ത് വേണമെങ്കിലൊക്കെ എടുക്കാം, പക്ഷേ ഡോണ്ട് ഡു എനി ഹെവി വർക്ക്, ദാറ്റ്സ് ഓൾ, യു ക്യാൻ ഡു ഓൾ ദ റെസ്റ്റ് ഓഫ് ദ വർക്ക്. അപ്പൊ നിനക്ക് മറ്റെല്ലാ വീട്ടിലെ കാര്യങ്ങളെല്ലാം നിനക്ക് ചെയ്യാം, പക്ഷേ നീ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം വന്നിട്ട് ഒത്തിരി ഹെവിയാണ്, അവിടെ നീ ഒരിക്കലും പോകരുത്, അത് അത്ര കഠിനമായിട്ട് ജോലിയൊന്നും നിനക്ക് ചെയ്യാനുള്ള കഴിവില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, നീ റീഡിപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ജോലി, ലൈറ്റർ ആയിട്ടുള്ള ജോലി തിരഞ്ഞെടുത്ത് നീ NHS തന്നെ ജോലി ചെയ്ത് അവരോട് നീ പറയാൻ പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, അവർ നോക്കി ഒരു സ്ഥലത്തും പറ്റത്തില്ല. പക്ഷെ ഞാൻ ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുന്ന എന്നാ, കയ്യെത്താ ദൂരത്ത് എനിക്കൊരു ജോലി വേണം, എനിക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി വേണം. എനിക്കിങ്ങനെ ബസ്സും ട്രെയിനും ഒക്കെ പിടിച്ച് ദൂരം പോകാൻ, എനിക്ക് എന്നാ വെച്ചാൽ ഞാൻ കാർ ഓടിക്കും, പക്ഷെ ഇട്ടവട്ട സ്ഥലത്തേ ഓടിക്കത്തുള്ളൂ. ഒത്തിരി ദൂരത്തേക്കും വലിയ ഹൈവേ റോഡിൽ ഒന്നും ഞാൻ ഓടിക്കാൻ എനിക്ക് ഇത്തിരി പേടിയാ. പിള്ളേരെന്നെ കളിയാക്കൊന്നാണെന്നൊന്നും എനിക്ക് പ്രശ്നമില്ല, പക്ഷെ അവിടെയൊക്കെ പേടിക്കാൻ ഞാൻ പേടിയാ. അപ്പൊ എൻ്റെ കാര്യങ്ങളും, എൻ്റെ വീട്ടിന്റെ കാര്യങ്ങളും, എൻ്റെ ജോലി കാര്യങ്ങളും, എൻ്റെ ദൈനംദിന ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്നെ ഒരു ജോലി തരണം. അപ്പൊ ഇത് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത. അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ പാരപ്പെട്ടിന് പല സ്ഥലങ്ങളിൽ ഞാൻ ഇന്റർവ്യൂവിന് പോകും. ഓരോ സ്ഥലത്ത് ചില ആൾക്കാർ ഫീഡ്ബാക്ക് തരും, ചില ആൾക്കാർ ഫീഡ്ബാക്ക് തരത്തില്ല. അപ്പൊ ഫീഡ്ബാക്ക് തരുന്നവര് ചിലര് പറയും, ഇത് ഹെവി വർക്കാണ്, നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നിനക്ക് എക്സ്പീരിയൻസ് ഇല്ല, അത് ഇതെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ പറഞ്ഞു വിടും. അങ്ങനെ വിട്ട്
ഞാനിങ്ങനെ പോയി കുറെ നാൾ കഴിഞ്ഞിട്ടൊന്നും എനിക്ക് ഒരു ജോലി എങ്ങും ശരിയാകുന്നില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ ഭാരപ്പെട്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരത്തി പറഞ്ഞു, ഇപ്പോഴും ഈ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് വേണം നിനക്ക് നമ്മുടെ സർജറി ചെയ്യാൻ. വെച്ചാൽ നിന്റെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ആ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു തന്നു, ഈ AST എന്നായി പറഞ്ഞു ഹോളിന് പറയുന്നത്. ഈ ഒരു ASTയുടെ തൊട്ടടുത്താണ് ഒരു മേജർ ബ്ലഡ് വെസൽസ് വന്ന് ഇതിനെ ടച്ച് ചെയ്താൽ നിൽക്കുന്നത്. ആ ടച്ച് ചെയ്ത് നിൽക്കുന്ന സ്ഥലത്ത് ഈ ഡിവൈസ് ഇടുമ്പോൾ ഈ ഹോൾ അടയുകയും ചെയ്യണം, ഈ ബ്ലഡ് വെസൽ ക്ലോസ് ആകാനും പാടില്ല. അത് ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഒരുവേ ഡിസാസ്റ്റർ, അത് പറ്റത്തില്ല. അങ്ങനെ ഉള്ള സ്ഥലത്താണ് നമുക്ക് ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് നിന്റെ പണി. അപ്പൊ അത് നിന്റെ ഈ സർജറി. അപ്പൊ അതുകൊണ്ട് ഇത് കാത്തലാബിൽ പോയി ചെറിയൊരു സർജറിയാണ് അവർ ചെയ്യാനായിട്ട് പറഞ്ഞു. അവരെല്ലാം എന്നെ കാണിച്ചൊക്കെ തന്നു. അത് കഴിഞ്ഞേച്ചും പറഞ്ഞു, ഇതിന് മേജർ സർജറി ബാക്കപ്പ് ഇല്ലാതെ, അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടല്ലാതെ ഇത് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ഇത് മേജർ സർജറി ഇപ്പോഴും ഇവിടെ നടക്കുന്നില്ല. ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓൾമോസ്റ്റ് ഫിനിഷ് ആയി വരുന്നു, എന്നാലും ഇനിയും സമയം എടുക്കും. അതാണ് നീ പേഷ്യന്റ് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ പറഞ്ഞു വിട്ടുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ കുറെ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യാൻ തുടങ്ങി. അതെന്ന് വെച്ചത്തേക്കും എനിക്ക് പിന്നെ ഒരു ഇച്ചിരി കൂടെ ഒരു ധൈര്യമൊക്കെ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ജോലി ഒന്നും ശരിയാകുന്നില്ല. ഞാനപ്പോ എന്റെ ഒരു സ്വഭാവം കൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അതിനകത്ത് കൈ വെച്ചിട്ട്, കർത്താവേ ഇതിന് മേൽ എനിക്ക് വിജയം തന്നതിനായി നന്ദി, കർത്താവേ ഇതിനെനിക്ക് വിജയം തന്നതിനായി നന്ദി എന്നിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ വിചാരിച്ചു, ഇതിനകത്ത് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്, എനിക്ക് ഇവിടെ വന്ന് ഈ കയ്യെത്താ ദൂരത്തൊരു ജോലി തരണം. അതുപോലെ പിന്നെ അവരെന്നോട് പറഞ്ഞ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, ഈ ഹോസ്പിറ്റലിൽ ഇത്രയും ഭയങ്കര ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. ആ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇത്രയേ കാലം ഇങ്ങനെ വെയിറ്റ് ആയിട്ടിരുന്നത് കൊണ്ട് പക്ഷെ എല്ലാ സർജറി ഒന്നും ഈ ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് കുറച്ച് പോകേണ്ടി വരും. ഇംഗ്ലണ്ടിലേക്ക് പോയി അവിടെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അവിടെ പോയി നിന്ന് ചെയ്യണം എന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവ് എല്ലാം അറിയുന്നത് ഈ ഹോസ്പിറ്റലിലുള്ള ആൾക്ക് മാത്രമേ ഉള്ളൂ, ഈ ഡോക്ടേഴ്സിനെ അറിയാവുള്ളൂ. അപ്പൊ എന്റെ സർജറി നടക്കുവാണെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ തന്നെ നടക്കണം. ഈ ഹോസ്പിറ്റലിൽ തന്നെ നടന്നിട്ട് ഇവിടെ തന്നെ എല്ലാവർക്കും ഞാനൊരു വിറ്റ്നസ് ആവണം എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ഈ പുള്ളിക്കാരത്തി അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എനിക്കൊരു ഇമെയിൽ വരികയാണ്, നീ ഓക്കെ ആണോ ഇപ്പൊ സർജറി ചെയ്യാനെന്നുള്ള രീതിയിൽ. 2 ആഴ്ചക്കുള്ളിൽ ഞങ്ങൾക്കൊരു സ്പേസ് ഉണ്ട്, നീ ഓക്കെ ആണോ? ഞാൻ പറഞ്ഞു, ഞാൻ ഓക്കെയാ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഒരു ജോലി ഇതായിട്ട് തന്നു. നമ്മുടെ ഇയ്യോബിലെ ഒരു വചനമുണ്ട്, ഇയ്യോബ് 8 ഏതാ വചനം ഞാൻ ഓർക്കുന്നില്ല. പൊടിയിൽ നിന്ന് മറ്റൊന്ന് മുളച്ചു വരുന്നു, അങ്ങനെ വചനമൊക്കെ ഞാൻ വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളാണ്. ഇനി എൻ്റെ വായിൽ ചിരിയും എൻ്റെ ഹതനങ്ങളിൽ ഉല്ലാസത്തിന്റെ ഘോഷവും തരും. ദൈവം എൻ്റെ അടുക്കൽ കൂടെ കടക്കുന്നു, ഞാൻ കാണുന്നില്ല, കടന്നു പോകുന്നു, ഞാൻ അത് അറിയുന്നില്ല. ദൈവം ആരാഞ്ഞു കൂടാത്ത വൻകാര്യങ്ങൾ, എണ്ണമില്ലാത്ത അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ റീഡിപ്ലോയ്മെന്റ് സമയങ്ങളെല്ലാം കഴിഞ്ഞു. അവരെന്നോട് പറഞ്ഞു, എനിക്ക് 55 വയസ്സായി, ഇനി നീ വീട്ടിൽ ഇരുന്നാൽ മതി, നീ ഏർലി റിട്ടയർമെന്റ് എടുക്കണം. ഇതൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ വാർഡ് സിസ്റ്റർ ആണെങ്കിലും എന്നോട് പറയും, സോളി നീ അതിനൊന്നും പ്രായമായിട്ടില്ല, നീ ഓടിയിരുന്ന് കൊടുന്നുകൊണ്ടിരുന്ന പെങ്കൊച്ച, നീ ഒന്നും നീ വിചാരിക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്യരുത്, നിനക്കൊന്നും ഏർലി റിട്ടയർമെന്റ് സമയമൊന്നും ആയില്ല, നിനക്ക് ഇനി കുറെ നാളോടെ ജോലി ചെയ്യാം, അതിനൊന്നും നീ ഏറ്റേക്കരുത് എന്നൊക്കെ എന്നോട് പറയും. ഞാൻ അതിനൊന്നും ആയിട്ടില്ല സിസ്റ്റർ, ഞാൻ വന്ന് എനിക്ക് ജോലി ചെയ്യണം ഇനിയും എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഈ സമയമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ചാൻസ് കിട്ടി അപ്പീൽ കൊടുക്കാനായിട്ട്. എൻ്റെ മോൾ എനിക്ക് നല്ല രീതിയിൽ ഒരു അപ്പീൽ എഴുതി തന്നു. ഞാൻ അത് ഞങ്ങളുടെ ലീഡ് നേഴ്സിന് കൊടുക്കാം, 2 ആഴ്ച വെയിറ്റ് ചെയ്യണം. അപ്പൊ പുള്ളിക്കാരത്തി അന്ന് ആനുവൽ ലീവാ. അത് കഴിഞ്ഞും പുള്ളിക്കാരത്തി 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഈ അപ്പീൽ കിട്ടി കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സോളിക്ക് എൻ്റെ ഓഫീസിലൊന്ന് വരാമോ? അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ എന്തിനാ അവരുടെ ഓഫീസിൽ പോവുക, അതിന്റെ കൂടെ എൻ്റെ കൂട്ടത്തിക്കിടെ വേറെ ആരും ഇല്ലല്ലോ, ഇവരെന്താ പറയുന്നതെന്ന് കേൾക്കാൻ എന്നോർത്ത് ഞാനിങ്ങനെ ഓർത്തിച്ചു, അയ്യോ ഞാൻ അങ്ങനെ വരുന്നില്ല, എൻ്റെ കൂടെ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ പറഞ്ഞു, ഇത് ഫോർമൽ ആണോ അത് ഇൻഫോർമൽ ആണോ? ഇത് ഒരു ഇൻഫോർമൽ ആ സോളി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്നാൽ നീ എന്നെ ഒന്ന് വിളിക്ക് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നോട് വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് വിളിക്കാതെ ചോദിക്കുക, ഞാനപ്പോൾ ഒരു 10-11 മാസമായി ഞാൻ ജോലിയില്ലാതെ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പൊ പുള്ളിക്കാരത്തി എന്നെ വിളിച്ചിട്ട് എന്നോട് പറയുവാണ്, സോളി വെൻ ആർ യു റെഡി ടു കം ബാക്ക് ടു വർക്ക്
ഞാൻ പറഞ്ഞു ആ റെഡി ടുഡേ എന്ന് പറഞ്ഞേ. അത് എനിക്ക് പറയുക ഞാനിങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ ഫൈനാൻസ് മാനേജറുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക, നിന്നെ ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾക്ക് നിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ഡേ ഹോസ്പിറ്റലിൽ, അതായത് ഭയങ്കര ലൈറ്റ് അവർക്ക്, പക്ഷെ ഇറ്റ് ഈസ് ഓൾ ഗോയിങ് ടു ബി എ ടെമ്പററി വർക്ക് ബട്ട് യു ക്യാൻ സ്റ്റിൽ കം. ഐ നോ ദാറ്റ് ഐ ഡിൻ നോ, എനിക്കറിയത്തില്ല നീ ഇത്രയും കാലം ഇത്ര വേദനപ്പെട്ടാ നീ ജീവിച്ചുകൊണ്ടിരുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഇത് എൻ്റെ ഒരു കഞ്ചനിറ്റൽ എൻ്റെ ജന്മനാ ഉള്ള ഒരു പ്രശ്നമാണ്, എനിക്കിതും കൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഈ ഡോക്ടേഴ്സ് പറയുന്നു എനിക്കൊന്നും ചെയ്യാൻ മേല. പക്ഷെ എനിക്ക് എല്ലാം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ തന്നെ എന്നോട് തന്നെ പറയുക. എനിക്ക് അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇത്രയും ചെറുപ്പത്തിലേ ഒന്നും പോയി ഞാൻ വന്ന് ഈ വീട്ടിൽ നിസ്സഹായിട്ട് ഞാൻ ഇരിക്കത്തില്ല. എനിക്കിത് വന്ന് ഭയങ്കര ബോറിങ്ങാ. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എന്നും നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം വീട്ടിൽ കുത്തിയിരിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഹാപ്പനിങ്, ഐ കനോട്ട് ഡു ഇറ്റ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പുള്ളി നീ അന്ന് ഒരു പണി ചെയ്യും, വരുന്ന തിങ്കളാഴ്ച ഇവിടെ ഒന്ന് ജോലി കയറിക്കോ എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അവൾക്ക് ഒത്തിരി താങ്ക്സ് ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ പോയി ജോലി ചെയ്തു. അവിടെ ചെന്ന് ഇങ്ങനെ ജോലി ചെയ്ത് ഇങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ഇമെയിൽ വരുന്നത്. ഇപ്പൊ എനിക്ക് സർജറിക്ക് നീ റെഡിയാണോ? ഞാൻ വിചാരിക്കണേ ഇവിടെയൊക്കെ ജോലി കയറി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കർത്താവേ ഇനി എനിക്കൊരു സർജറിയും വേണ്ട, ഒന്നും വേണ്ട, എനിക്കിപ്പോൾ ഞാൻ ഇവിടെ ഭയങ്കര ഹാപ്പിയാ, ഞാൻ ഇങ്ങനെ അങ്ങ് ജീവിച്ചു പൊക്കോളാം, അതൊക്കെ അങ്ങനെ പൊക്കോട്ടെ, എനിക്കൊരു സിംറ്റവും ഇല്ലല്ലോ, ഞാൻ ഇങ്ങനെ അങ്ങ് പൊക്കോട്ടെ എന്നോർത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം വരുന്നത്. എനിക്ക് അങ്ങ് സഹിക്കാൻ പറ്റിയില്ല. ആ 2 ദിവസം ഞാൻ എങ്ങനെയാ കഴിഞ്ഞു പോയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് ഭയങ്കര ഡൗൺ ആയി. അത് കഴിഞ്ഞിട്ടും ഞാൻ അത് ലീവ് നേഴ്സിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലീവ് നേഴ്സ് പറഞ്ഞു അത് സാരില്ല സോളി, നീ പോയി ചെയ്തിട്ട് വാ, തിരിച്ച് ഇവിടെ തന്നെ ജോലിക്ക് കയറിക്കോ, പക്ഷെ അത് കുറച്ച് നാളത്തേക്കുള്ള, അതിനുള്ളിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും ജോലി റെഡിയാകും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി. എല്ലായിടത്തും പോകുന്നു, ഒരു സ്ഥലത്ത് പോലും എനിക്ക് റെഡിയാകത്തില്ല, ചിലയിടത്ത് ഫീഡ്ബാക്ക് തരത്തില്ല. അപ്പൊ അത് എന്താണെന്ന് ഞാൻ ചോദിച്ചാൽ അതിനൊന്നും അവർക്ക് പറയാനൊന്നുമില്ല. ഇതൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനി ഈ വചനം എന്നെങ്ങനെ ബലപ്പെടുത്തുവാണ്. അപ്പൊ ഞാൻ ഒത്തിരി പേരെന്നെ വിളിക്കുന്നു, ഒത്തിരി പേരുടെ സഭ എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ വേറൊരു ബ്രാഞ്ച് സഭ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കൂടുന്ന സഭയിൽ അവര് എന്നെ 1 2 പ്രാവശ്യമൊക്കെ വിളിച്ചു നോക്കണവരോ, അവര് എൻ്റെ വീട്ടിൽ കടന്നു വരുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബക്കാർ 2 വീട്ടിലുള്ളവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേക ദൈവദാസന്മാര് വിളിക്കുന്നു, അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഓർക്കും എൻ്റെ കർത്താവ് എനിക്കില്ലാത്ത ഭാരമാണല്ലോ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഉള്ളത് എന്നോർത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരുന്ന് ഞാൻ ഈ സർജറിയൊക്കെ ഡേറ്റ് ഫിക്സ് ആക്കി 28-ാം തീയതി, ഈ കഴിഞ്ഞ മാസം 28-ാം തീയതി ഒക്ടോബർ എല്ലാ ദിവസമൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഓരോ ദിവസം വരും തോറും എൻ്റെ ദൈവം ഇനി എന്നെ കൈവിടരുത്, അപ്പച്ചാ നീ എന്നോട് കൂടെ ചേർന്ന് പിടിക്കണം. പിന്നെ ഞാൻ ഒരു കാര്യം വെച്ച് എന്നും പ്രാർത്ഥിക്കും. ഞാനിങ്ങനെ ദൈവദാസന്മാരിങ്ങനെ ഓരോ കാര്യങ്ങൾ, ദേവദാസന്മാർ ചിലപ്പോൾ എന്നോടായിരിക്കുകയല്ല സംസാരിക്കുന്നത്, പക്ഷെ എന്നാലും ഞാൻ ഓരോ വചനങ്ങൾ എന്നോട് യോജിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ അതങ്ങ് ഏറ്റെടുത്ത് സ്തോത്രം പറഞ്ഞ് ആമേൻ പറഞ്ഞ് അങ്ങ് പ്രാർത്ഥിക്കും. അത് എൻ്റെ ജീവിതത്തിൽ വലിയ വിടത്തിലാണ്. ഞാനോട് ഒരു ദിവസം ഒരു കർത്തദാസൻ, എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് അയച്ചു തന്ന ഒരു വചനമാണ്. ഒരു കർത്തദാസിനെ പ്രസവിച്ചോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറയും, കത്തി തൊടില്ല, രക്തം പൊടിക്കില്ല, ദൈവത്തിന് സകലവും സാധ്യമാണ്, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. പിന്നെ എന്നോട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്, എന്നെ സ്വപ്നത്തിൽ കൂടെ പല വചനങ്ങൾ എന്നെ തന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവേ എനിക്ക് കുറെ കാലമായല്ലോ നീ എന്നോട് ഒന്നും സംസാരിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ ഓർക്കുമ്പോ എന്നോട് പറഞ്ഞ വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇങ്ങനെ ഒരൊറ്റ പടക്ക പോലെ ഒരു ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. അല്ലെങ്കിൽ ഒരു കുഞ്ഞു കൊച്ച് സംസാരിക്കുന്ന ഒരു ദിവസം, എൻ്റെ അപ്പനാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, എൻ്റെ അപ്പനാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അത് എൻ്റെ മനസ്സിലേക്ക് പിന്നെ എൻ്റെ അപ്പനാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അത് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഞാൻ തന്നെ ഏറ്റങ്ങ് പറയും. അങ്ങനെ പറഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പലരും എന്നെ വിളിച്ചിങ്ങനെ പ്രാർത്ഥിച്ചു. പലരും എൻ്റെ നാട്ടിലൊരു കർത്തദാസൻ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട്, പുള്ളിക്കാരൻ അങ്ങനെ എന്നെ ഒരിക്കലും വിളിക്കാറില്ല. അപ്പൊ ഇങ്ങനെ സർജറിക്ക് പോവാ പിറ്റേ ദിവസം. അപ്പൊ തലേ ദിവസം വിളിച്ചിട്ട് കുറെ ദൈവവചനമൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നു, കുറെ അത്ഭുതങ്ങൾ പറഞ്ഞു വന്നു. അത് കഴിഞ്ഞും ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ആത്മാവിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാനൊരു സ്വപ്നം കണ്ടു, ഒരു ദർശനം കണ്ടു. തിരിച്ചു എൻ്റെ യേശുപ്പച്ചൻ്റെ കരം എൻ്റെ നെഞ്ചുമേലിരിക്കുന്നു. ഞാൻ ഇങ്ങനെ കാണുകയാണ്, ഡോക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ തിയേറ്ററിലേക്ക് കയറി പോകുന്നു, അവിടെ കാലിങ്ങനെ ഓടി പോകുന്നു ഒക്കെ എനിക്ക് കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഈ ഓപ്പറേഷൻ ഏരിയ അതിലേക്ക് എൻ്റെ കർത്താവിൻ്റെ കരം എനിക്ക് കാണാം. യേശുപ്പച്ചൻ്റെ കരം രക്തം പൊടിച്ച് നടുക്ക് നല്ല ചുവന്ന അതിനകത്ത് രക്തം പൊടിച്ചിരിക്കുന്ന ഒരു കരം.
എൻ്റെ നെഞ്ചിങ്ങനെ ഇരിക്കുന്നതായിട്ട്. എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വീഴാൻ തുടങ്ങി. ഞാൻ കത്തുദാസിനോട് പറഞ്ഞു, കത്തുദാസ്, ഞാൻ ഇങ്ങനെ ഒരു കാര്യം കണ്ടു, ദൈവത്തിന്റെ ആ ഒരു കരം എന്നെ ഇങ്ങനെ ക്ലോസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എനിക്കൊരു പേടിയേ ഇല്ല. പിന്നെ ഞാൻ ദൈവത്തിന്റെ കരങ്ങൾ അങ്ങ് ഏൽപ്പിച്ചു. അതിന്റെ പിള്ളേർ വെച്ചു, അയ്യോ അതെടുക്കില്ലേ, ഇതെടുക്കില്ലേ, അപ്പടെടുക്കില്ലേ, ഇപ്പഴെടുക്കില്ലേ. അവരൊക്കെ നോക്കുമ്പോൾ പിറ്റേ ദിവസം ഞാൻ വലിയ സർജറിക്ക് പോവുമല്ലയോ. അപ്പൊ അവരിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ, ദൈവമല്ലേ മമ്മീനെ ഇത് കാണിച്ചു തന്നത്, പിന്നെ എന്തിനാ എനിക്ക് പേടി? മനുഷ്യരല്ലേ പറയുന്നത് എനിക്ക് ഒന്നും പറ്റത്തില്ല, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ മമ്മി ഓക്കെ ആണല്ലോ എന്നിങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ ബലപ്പെടുത്തും അവരെയും കൂടെ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒരു പേടിയില്ലാതെ ഞാൻ ഇതിന് പോവുകയാണ്, സർജറിക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ സർജറി ചെയ്യുന്ന ഡോക്ടറുണ്ട്, നേഴ്സ്, ഇത്രയും നാളും നോക്കിക്കൊണ്ടിരുന്ന സ്പെഷ്യലിസ്റ്റ് നേഴ്സ് ഉണ്ട്, പിന്നെ എൻ്റെ കൂട്ടുകാരി അവിടെ ജോലി ചെയ്യുന്ന കാർഡിയോയിൽ മേജർ സർജറി ആയിട്ട് എന്താ വെച്ചാൽ ശരിക്കും ഇത് കാത്ത് ലാബിലാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഇത് മൈനർ സർജറി ആയിട്ടാണ് അവർ ചെയ്യാനിരിക്കുന്നത്. അപ്പൊ മേജർ തിയേറ്ററിൽ ജോലി ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരിയും കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കൂട്ടുകാരി ഞങ്ങളുടെ സർജൻ, അവരെയൊക്കെ എല്ലാവരെയും അറിയുന്നത് അവള്. അപ്പൊ അവള് പറഞ്ഞു, ഡോക്ടർ, ഇവളെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡോക്ടർ പറയുന്നുണ്ട്, അയ്യോ നീ എന്നെ പേടിപ്പിച്ച് കളയില്ല കേട്ടോ, ഇങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പിക്കില്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പൊ ഇവർക്ക് എല്ലാവരും അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ അപ്പൊ എന്നോട് ഇവര് ഡോക്ടറും ആ നേഴ്സും വന്നിട്ട് ചോദിച്ചു, സോളി പേടിയുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കൊരു പേടിയില്ല എന്ന് പറഞ്ഞു. അതിന് നീ നേരാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നേരാ. അത് കഴിഞ്ഞിട്ടും പറഞ്ഞു, ഞാൻ അവിടെ കൊണ്ട് കഴിഞ്ഞ് അവിടെ എല്ലാവരും കൂടെ കളിയാക്കുകയാണ് എന്നെ. ഓരോന്ന് അവർ പറയും, നിങ്ങൾക്ക് ഇവളെ എത്ര നാളായിട്ട് അറിയാം എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, 20 വർഷമായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു, അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അങ്ങനെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, ഞാൻ സർജറിക്ക് അനസ്തേഷ്യ കൊടുക്കാൻ പോവുക കേട്ടോ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ ഇതുവരെ കേൾക്കുന്നുണ്ട്, ഏത് ട്യൂബ് ഏത് സൈസ് എടുക്കണം എന്നൊക്കെ പറയുന്നതും ഇതൊക്കെ കേട്ടു. അപ്പൊ ഞാൻ യേശുപ്പച്ചന്റെ കരങ്ങളിലേക്ക് കൊടുത്തു, കർത്താവേ, ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിച്ചു തരുന്നപ്പച്ച, ഇതിന്റെ കൺട്രോൾ എല്ലാം നീ ഏറ്റെടുത്തോണം എന്ന് പറഞ്ഞ് ഞാൻ അത് യേശുപ്പച്ചന്റെ കരങ്ങളിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ കാണുന്നത് എല്ലാം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഈ പോസ്റ്റ് ഓപ്പറേറ്റീവിൽ വന്ന് കിടക്കുന്നതും അവിടെ വന്ന് എൻ്റെ കൂട്ടുകാരി അടുത്ത് നിൽക്കുന്നതുമാണ് ഞാൻ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ എനിക്ക് ചെറുതായിട്ട് ഉറക്കം ഇങ്ങനെ വലിച്ചിരിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഡോക്ടർ എന്നോട് പറയുവാണ്, സോളി, നിനക്കറിയാവോ നിന്റെ സർജറി സക്സസ് ആയില്ല, നിനക്ക് വിഷമമാണോ? ഞാൻ പറഞ്ഞു, എനിക്കൊരു വിഷമവും ഇല്ല. ഓ, നിനക്ക് ചിലപ്പോൾ മനസ്സിലായി കാണത്തില്ലായിരിക്കും, ഇതല്ലേ എന്തോ പറയുന്നത്, പകുതി ഉറക്കമല്ലേ, നിനക്ക് മനസ്സിലായി, ഞാൻ എല്ലാം നിന്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ, എനിക്കെല്ലാം മനസ്സിലായി, എൻ്റെ സർജറി സക്സസ് ഇല്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? ഞാൻ പറഞ്ഞു, ആന്നു, പക്ഷെ അത് സക്സസ് ആയില്ല, അത് ശരിയായില്ല, അത് ഇട്ടിട്ട് ശരിയാകുന്നില്ലെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ തിരിച്ചെടുക്കേണ്ടി വന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു വിഷമവും ഇല്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു, ഞാൻ പിന്നെ വരാം, നിനക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല, പിന്നെ വരാം എന്ന് പറഞ്ഞിട്ടും പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്നെ അവിടെ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് എന്നെ റൂമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ എൻ്റെ കൂട്ടുകാരി ഉണ്ടെന്ന് എൻ്റെ കൂടെ. അപ്പോൾ അനസ്തെറ്റിസ്റ്റ് വന്നിരിക്കുക. അന്നേരം അവള് കൂട്ടുകാരി ഇല്ല, അവള് അപ്പോഴും ജോലിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അനസ്തെറ്റിസ്റ്റ് വന്നിരിക്കുന്നു. അനസ്തെറ്റിസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, സോളി, നീ ഓക്കെ ആണോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഓക്കെ ആണല്ലോ. നീ ടോയ്ലറ്റിലൊക്കെ പോയോ? ഞാൻ പറഞ്ഞു, എല്ലായിടത്തും പോയി, ഞാൻ ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, നീ ഒരു നേഴ്സല്ലേ, നിന്നോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഒരു വലിയ സീരിയസ് മിസ്റ്റേക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ തിയേറ്ററിൽ വന്നു. ഞങ്ങള് അനസ്തേഷ്യ കൊടുത്തപ്പോൾ ഡബിൾ ഡോസ് തരേണ്ടി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഡബിൾ ഡോസോ? അപ്പൊ ഞാൻ ചോദിച്ചു, 2 നേഴ്സുമാർ നോക്കിയിട്ടാണല്ലോ ഒരു ഇത് ഇത്രയും വലിയ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെഡിസിൻ തരേണ്ടത്, അതെങ്ങനെയാ അതങ്ങനെ പറ്റും? അത് 2 നേഴ്സുമാർ നോക്കിയിട്ട് 2 പേരുടെ കണ്ണിൽ അത് മറഞ്ഞുപോയി. അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി. അതിന് ഡേറ്റിക്സ് ചെയ്തു, കംപ്ലൈന്റ് കൊടുത്തു, നേഴ്സസിനെ പറ്റി ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തിട്ടുണ്ട്, ഗവർണൻസിന് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാകും, എന്നെ വെടിവെച്ചാൽ ഞാൻ അവർക്കൊരു സാക്ഷിയായി നിൽക്കും. ഞാൻ അന്നേരം ആ ഡോക്ടറിനോട് ആദ്യനോട് പറഞ്ഞു, നിന്റെ ഇത് സക്സസ് ആയില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു, ദ ഓൾമൈറ്റി ഗോഡ് ഈസ് ഹോൾഡിംഗ് മൈ ഹാൻഡ്, nothing can harm me, whatever you do for me, nothing will affect me എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എന്നെ നിങ്ങൾക്ക് തന്നതുകൊണ്ട് എനിക്കൊന്നും സംഭവിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ദൈവമാണ് എൻ്റെ കയ്യെ പിടിച്ചിരുന്നത്, ഞാൻ ദൈവത്തിന്റെ കരങ്ങളിലാണ് കൊടുത്തിരുന്നത്. ആ അപ്പച്ചൻ എനിക്കൊന്നും സംഭവിക്കാൻ ദൈവം അനുവദിച്ചില്ല. പക്ഷെ ഇത് വേറെ ആരെങ്കിലും കൊടുത്താൽ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല.
അച്ഛനെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു വിൽ ഡൂസ് അവർ പാർട്ട്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സൈഡ് അവർ നോക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കാതെ. ഞാൻ പറഞ്ഞു എൻ്റെ ദൈവം എന്നെ അത്ഭുതകരമായിട്ട് ഇതിൽ നിന്ന് വിടുവിച്ചു എന്ന് അവരോടൊരു സാക്ഷ്യം പറയാൻ എനിക്ക് ഇടയായി. അതിന് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ദൈവനാമം മാത്രം അതിൽ കൂടെ മഹത്വമായി തീരട്ടെ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു അനസ്തേഷ്യയുടെ ഒരു സിംഗിൾ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര നേരം ആള് അത് വെച്ചിട്ട് ഇവിടെ എൻ്റെ ചായരും മക്കളൊക്കെ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ പാസ്റ്റർ ഉണ്ടായിരുന്നു, വെയിറ്റ് ചെയ്യുവാണ് ഇത്ര നേരമായിട്ട് എന്താ സോളി വരാത്തെ എന്നോർത്തുകൊണ്ട്. അപ്പൊ ഒത്തിരി നേരം എനിക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ ബോധം വീണത്. അപ്പൊ അവര് പറയുന്നത് അവര് അതിന് എതിരായിട്ടുള്ള മെഡിസിൻ കൊടുത്തന്നു. അതുപോലെ ഒത്തിരി ഫ്ലൂയിഡ് എൻ്റെ മേലിൽ കയറ്റി ഇറക്കി. എത്തച്ചെണ്ണി അന്നാ മാത്രമുള്ള ആ എക്സ്ട്രാ ഇത് വന്നിട്ട് ഫ്ലഷ് ഔട്ട് ചെയ്യുള്ളൂ. അത് കളയാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെ നോക്കി എന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സർജൻ എന്നെ സർജറി ചെയ്ത സർജൻ. അപ്പൊ ആ സർജൻ എന്തോ ചെയ്തിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് അവർക്കറിയാം. അവർ വേറൊരു മെയിൻ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഇന്റർവെൻഷണൽ സർജനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഡിവൈസ്, ഈ ബട്ടൺ പോലെയുള്ള സാധനം ഉണ്ടാക്കുന്ന ആളുകളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മെയിൻ ആള് അവർക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർന്ന് ചെയ്യാൻ, അവരുടെ ആ ഐഡിയയും കൂടെ ചേർന്ന് ചെയ്യാനായിട്ട്. അപ്പോ അങ്ങനെ ചെയ്തിട്ട് അവരിവിടെ വന്നിച്ച് എന്നോട് പറഞ്ഞു. അപ്പൊ എന്നെ നേഴ്സ്, ഞാൻ ഭയങ്കര കൂട്ടം അവളുമായിട്ട്, എന്ന് വെച്ചാൽ ഇപ്പോഴും ഞങ്ങൾ ഇമെയിലൊക്കെ അയക്കാറുണ്ട്. അവൾ എന്നോട് ചോദിച്ചു, അയ്യോ ഹലോ സോളി, യു നോ ഇറ്റ്സ് വെരി സോറി ടു ടെൽ യു ദിസ്, ഇത് ഭയങ്കര സോറി ഉണ്ട് നിന്റെ അടുത്ത് പറയാനായിട്ട്, അത് സർജറി സക്സസ് ആയില്ല, നിനക്ക് വിഷമമുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വിഷമമില്ലല്ലോ, നീ എന്താ ഈ പറയുന്നത്, നിനക്ക് വിഷമമില്ല. ഞാൻ പറഞ്ഞു വിഷമമില്ല. അതെന്ന് വെച്ചാൽ പറഞ്ഞു നിനക്കറിയാമോ ഇങ്ങനത്തെ മെയിൻ സ്റ്റെപ്പ്, എനിക്കറിയാം, എന്നെ പറഞ്ഞ് ഇത് ഓപ്പൺ ഹാർട്ട് ചെയ്യണം, അതല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്നോട് ഞാൻ പറഞ്ഞു, അപ്പൊ എടുക്കാൻ വഴി ഞാൻ പറഞ്ഞു, ഞാൻ ഈ 2 ടാബ്ലറ്റ് കഴിച്ചിട്ട് എനിക്ക് ഒരു സിംറ്റം ഇല്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് ഞാൻ ഇതിന് കടന്നു പോകണം എന്ന് ഞാൻ ചോദിച്ചു. അന്നേരം അപ്പൊ ഈ മെയിൻ സർജൻ, ശരിക്കും വന്ന മെയിൻ സർജനെ പെട്ടെന്ന് പോയി ഒരു പേനയൊക്കെ എടുത്തുകൊണ്ടെന്ന് എൻ്റെ മുമ്പിൽ ഒരു ബോർഡുണ്ട്, വൈറ്റ് ബോർഡ്. അപ്പൊ ആ വൈറ്റ് ബോർഡിൽ കൊണ്ടുവന്ന് ഒരു ഹാർട്ടിന്റെ പടമൊക്കെ വരച്ച് അതിനകത്ത് നിന്ന് 5 ഹോള് അപ്പുറേറ്റൊക്കെ ആരൊക്കെ ആയിട്ട് വരച്ചിട്ട് എന്നോട് പറഞ്ഞു, സോളി നിനക്കറിയാവോ ഈ ഹോള് ഇത് കണ്ടോ, ഇത് നോക്കിക്കേ, ഈ ഹോളിന്റെ ഈ സെപ്റ്റം ഇങ്ങനെ ബൾജായിട്ടിരിക്കുന്നു, ആ ബൾജായിട്ട് അത് ഇങ്ങനെ തള്ളി നിൽക്കുന്നു, ആ തള്ളി നിൽക്കുന്നത് ഒന്നും നേരെയല്ല, നിന്റെ എല്ലാ ഹോളും ഇറഗുലറാണ്, ഇങ്ങനെ തിരമാല പോലെ ഇങ്ങനെ വളഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു രീതിയിലും ഞങ്ങൾക്ക് ഈ ഡിവൈസ് ഇടാൻ പറ്റിയില്ല. ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ താഴെയുള്ള ഹോളിൽ ഇട്ട് കഴിയുമ്പോൾ ഇവരുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ ഒരു ഡിവൈസ് ഇടുമ്പോഴേക്ക് 3 ഹോളൊക്കെ അടഞ്ഞു പോകുന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ ഇവർക്ക് ഒന്നുപോലും ഇടാൻ പറ്റുന്നില്ല. ഇട്ടും കഴിയുമ്പോൾ അവർ പറയുന്ന അനുസരിച്ച് ഇനി ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന ഏട്രിയത്തിൽ നിന്ന് വരുന്ന ബ്ലഡ് ഒത്തിരി ഫോഴ്സ് ആയിട്ട് ഒത്തിരി ശക്തമായിട്ട് ഈ ഡിവൈസിലേക്ക് ഈ അന്യൂറിസിന് ഈ സെപ്റ്റത്തിലേക്ക് അടിക്കുന്നത് കൊണ്ട് ഈ ഡിവൈസ് കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആകുന്നതല്ലാതെ ഈ ഡിവൈസ് അതിനകത്ത് ഫിക്സ് ആകുന്നില്ല. അതുമല്ല ഇത് ഒരു രീതിയിലും മറ്റതൊന്നും ഇതുകൊണ്ട് കവർ ആകത്തില്ല. ഇത് താന്നും മറ്റു 2 മേളിലും ആയിരിക്കുന്നത്. ഇത് ഒരു രീതിയിലും പറ്റുന്നില്ല. ഇത് പറ്റുന്നില്ല എന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇത് ഒരു രീതിയിൽ അടയ്ക്കാൻ പറ്റത്തില്ല, ഇത് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടും, ഈ സെപ്റ്റം പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഫേറ്റൽ ആയിരിക്കും. എന്നാന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. അത് കാരണം ഞങ്ങൾ ഇട്ട സാധനം തിരിച്ചെടുത്തു, ഞങ്ങൾക്ക് ഒരു രീതിയിൽ ഇത് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാത്തി ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചാൽ പുള്ളി എൻ്റെ ബെഡിൻ്റെ ഇങ്ങനെ സൈഡിൽ വന്നെന്ന് വെച്ചാൽ ഞാനിങ്ങനെ അവരോട് പറഞ്ഞു, ഇനി വന്ന് നിങ്ങൾക്ക് മേജർ സർജറി, ഓപ്പൺ ഹാർട്ട് സർജറിയെ ചെയ്യാൻ പറ്റത്തുള്ളൂ, നീ ഇപ്പം തന്നെ ഇതിനൊരു ഡിസിഷൻ ഒന്നും പറയണ്ട, ഇറ്റ് ഈസ് ടു ഇയർലി, നീ കുറച്ചും കൂടെ ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞു 2 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് റിവ്യൂ തരാം, അത് കഴിയുമ്പോൾ അന്നേരം വന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഡോക്ടറിനോട് പറഞ്ഞു, അപ്പം മറ്റേ മെയിൻ ഡോക്ടറുണ്ട്, ഈ ഡോക്ടറുണ്ട്, നേഴ്സുണ്ട്, ഞാൻ അവരോട് പറഞ്ഞു, I have seen a vision yesterday. My almighty God's, my Jesus' hands was on my chest. It is a hand with a hole in the middle, which was holding my chest. I knew some miracle is going to happen today. That my God, my Jesus, is control over me. He is controlling my heart. This is the second time I'm seeing my God's hand, my Jesus' hand. You believe or not, but I do believe that is my Jesus' hand. He is controlling. He is holding my chest. He is holding my heart. So nothing can harm me. Nothing can affect me.
എന്ന് പറഞ്ഞു. അപ്പൊ ഈ പുള്ളിക്കാരത്തി 2-3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറയുവാണ്, you would have told me that yesterday, then I wouldn't have gone for this full surgery. Then I would have stopped then and there എന്ന് എന്നോട് പറയാം. അപ്പൊ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, അതിനകത്ത് ഒരു വചനം ഉണ്ടല്ലോ, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അതിന്റെ അടുക്കലോളം എത്തുകയില്ല, ദൈവം എനിക്ക് മറുവിടമാവുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ആ പെരുവെള്ളം എന്ന് പറഞ്ഞത് ഈ ശക്തിയായിട്ട് അടിക്കുന്ന ഈ രക്തമാണ്. ഈ സെപ്റ്റത്തിലേക്ക് വന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് എന്റെ യേശുപ്പച്ചന്റെ കര അവിടെ നടുക്ക് വച്ചിരിക്കുകയാണ്. അതിനെ വന്നിട്ട് കവർ ചെയ്ത് അപ്പുറേട്ട് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഹാം ചെയ്യാത്ത രീതിയിൽ എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതിന്റെ ഇടയ്ക്കിടെ വേറൊരു മിറക്കിൾ എന്നാ നടക്കുന്നതെന്ന് വെച്ചാൽ, ഈ ലെഫ്റ്റ് ഏട്ടിയത്തിലുള്ളത് ശുദ്ധരക്തവും റൈറ്റ് ഏട്ടിയത്തിലുള്ളത് അശുദ്ധ രക്തമാണ്. ഈ ശുദ്ധരക്തം അശുദ്ധ രക്തത്തിലേക്ക് മിക്സ് ആകുന്നതല്ലാതെ ഈ അശുദ്ധ രക്തം ഈ ശുദ്ധ രക്തത്തിലേക്ക് വരുന്നില്ല. അതിന്റെ ഇടയ്ക്കും ദൈവം ഒരു കൺട്രോൾ വെച്ചിരിക്കുകയാണ്. എന്നെ ആ പറഞ്ഞ വചനം എത്ര വ്യക്തമായിരുന്നെന്ന് എനിക്കറിയത്തില്ല. അത്രമാത്രം ക്ലിയർ ആയിട്ട് ദൈവം എന്നോട് അന്നേ സംസാരിച്ചു. ഈ 1 വർഷക്കാലം കർത്താവ് ഈ വഴി കൂടി എന്നെ ഇങ്ങനെ കടത്തിവിട്ടു. പക്ഷെ ആ കടത്തിവിട്ട് ഓരോ നിമിഷവും ദൈവത്തിന്റെ കരമാണ് എന്നെ ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പൊ എന്റെ കൂട്ടുകാരി അവിടെ ഉണ്ട്. കൂട്ടുകാരി അപ്പൊ ഈ പുള്ളിക്കാരത്തി പറഞ്ഞു, ആ ശരി, ഓക്കെ, യു ക്യാൻ ടേക്ക് എ ഡിസിഷൻ ആഫ്റ്റർ 2 months ഐ വിൽ റിവ്യൂ. ഞാൻ നിന്നെ 2 മാസം കഴിയുമ്പോൾ റിവ്യൂ ചെയ്യാം. അപ്പൊ ഈ ഡോക്ടറിനോട് ഈ പറഞ്ഞ എന്റെ സാക്ഷ്യം, അത് ഞാൻ പറഞ്ഞു, യു ബിലീവ് ഓർ നോട്ട്, നീ വിശ്വസിച്ചില്ല, അത് എന്റെ പ്രശ്നമല്ല, ഇത് എന്റെ വിശ്വാസമാണ്, ഇത് എന്റെ ദൈവ യേശുപ്പച്ചന്റെ കരമാണ് എന്നെ കാണിച്ചത്. അത് കാരണം കൊണ്ട് എനിക്ക് അതിനകത്ത് നല്ല സ്ട്രോങ് ശക്തി, എനിക്ക് നല്ല ഇതുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നാളെ സർജൻ വരും, ശരിക്കും ഈ ഓപ്പൺ ഹാർട്ട് ചെയ്യേണ്ട സർജൻ, അവർ വന്ന് നിന്നോട് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഇവർ രണ്ടുപേരും തിരിച്ചു വന്നു. ഈ ഓപ്പൺ ഹാർട്ട് ചെയ്യുന്ന സർജനും ഈ എന്നോട് തലേ ദിവസം പറഞ്ഞ ആളും, ആ ഇന്റർവെൻഷൻ ഡിവൈസിന്റെ ആ സർജനും, രണ്ടുപേരോട് വന്നേച്ച് ഇത് തന്നെ ഈ സർജൻ കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തലേ ദിവസം ആ പുള്ളിക്കാരത്തി പറഞ്ഞു, നിനക്ക് ചിലപ്പോൾ മേ ബി അനദർ 10 years യു ക്യാൻ ലീവ്, നിനക്കൊരു 10 വർഷം കൂടെ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ജീവിക്കാൻ പറ്റുമായിരിക്കും. അപ്പോഴേക്കും ഈ ഏട്രിയം വന്ന് വെൻട്രിക്കിൾ മുഴുവൻ കവറാവും. പിന്നെ നിനക്ക് മേ ബി നീഡ് ടു ഗോ ഫോർ, നിനക്ക് ചിലപ്പോൾ 1 വർഷം വേണമെങ്കിൽ ഫുള്ള് ഒന്നും അവർ അങ്ങനെ കൃത്യമായിട്ട് പറയില്ല. അപ്പൊ എന്നിട്ട് പിറ്റേ ദിവസം സർജൻ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ചിലപ്പോൾ 60 വർഷം, ചിലപ്പോൾ 65 വർഷം, ചിലപ്പോൾ 70 വർഷം. സോ ഞങ്ങൾക്ക് അറിയത്തില്ല എത്ര നാൾ നീ ഇങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന്. പക്ഷെ നിനക്ക് ഇതൊരു 3 മണിക്കൂർ നേരത്തിന്റെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഈ സർജൻ എന്നോട് ഇങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ച് പറഞ്ഞു, നീ ഇതിനൊരു തീരുമാനം എടുത്തിട്ട് നീ ഇതെന്നാന്ന് വെച്ചാൽ പറയുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞും ഈ ഡോക്ടർ എന്നോട് എടുക്കും വഴി പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനകത്ത് കൺട്രോൾ ആണല്ലോ. അപ്പൊ പറഞ്ഞു, നീ ഒന്ന്, അപ്പൊ ഞാൻ പറഞ്ഞു, ഐ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്, ഐ എം നോട്ട് ടെല്ലിങ് നോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അത് കഴിഞ്ഞപ്പോ എന്താ ഈ സർജൻ പറയുന്നുണ്ട്, അപ്പോഴേക്കും ഈ ഇന്റർനാഷണൽ സർജൻ വന്ന് നിന്റെ ലങ്സും ഹാർട്ടൊക്കെ ഓവറോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, അതുവരെ നീ അതിന് പറയുന്നവരെയും എന്ന് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പുള്ളിക്കാരി ഒരു സർജൻ പറഞ്ഞല്ലോ എന്നോട്, ഇനി ഒരിക്കലും എന്റെ പഴയ സ്ഥലത്തേക്ക് ഇനി ജോലിക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ആ സർജൻ എന്നോട് പറയുവാണ്, ഞങ്ങൾ നിന്റെ ഹാർട്ടൊക്കെ നന്നായിട്ട് നോക്കി, നിന്റെ ഹാർട്ട് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്, നിന്റെ ലങ്സിന് ഒരു പ്രശ്നമില്ല, 2 നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്, നിനക്ക് എപ്പോഴും ആഗ്രഹമുള്ളതുപോലെ നീ പണ്ട് എവിടെ ജോലി ചെയ്തു അവിടെ തന്നെ തിരിച്ചു പോകാം. ഇതൊരു മിറക്കളാണോ ഇല്ലയോ? ഞാനിങ്ങനെ ആലോചിക്കുക, ഒരിക്കൽ പോലും അവിടെ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ആ ആള് എന്നോട് പറയാണ്, നിന്റെ ഹാർട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്, എന്റെ ലങ്സ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ തലേ ദിവസം ഈ സർജറിക്കൊക്കെ പോകുന്നതിന്റെ തലേ ദിവസം എന്നെ ലങ്സിന്റെ ആള് വിളിച്ചായിരുന്നു. ആ ലങ്സ് പറഞ്ഞു, നിന്റെ ഹാർട്ട് ഫംഗ്ഷൻ ഒക്കെ ലങ്ങിന്റെ ഫംഗ്ഷൻ, എന്റെ ശ്വാസകോശത്തിന്റെ ഫംഗ്ഷൻ ഒക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടെന്ന് അവരും എന്നോട് ഇത് തന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നീ അല്ലേ എന്നോട് പറഞ്ഞു അവിടെ ഒരിക്കലും പോകരുത്, ഇനി സർജറി കഴിഞ്ഞാലും പോകരുത്, അത് കഴിഞ്ഞില്ലെങ്കിലും പോകരുതെന്ന് പറഞ്ഞ്, നീ തന്നെയാണോ ഈ പറഞ്ഞു? 3 പ്രാവശ്യം ഞാൻ ചോദിച്ചു, 3 പ്രാവശ്യം പുള്ളി എന്നോട് ഇങ്ങനെ തന്നെ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു, ഐ വാണ്ട് ഇൻ റിട്ടേൺ, നീ എനിക്കിത് എഴുതി തരണം. പറഞ്ഞു, ഞാൻ എഴുതി തരാലോ, നിനക്ക് ഞാൻ വീട്ടിൽ അയച്ചേക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ദൈവത്തിന്റെ കൃപയും കൊണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ട് ലീഡേഴ്സിനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ അവരോട് ഈ സാക്ഷ്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. ഞാൻ എന്നെ കണ്ട ആൾക്കാരോട്, ഇനി കുറച്ചു പേരോടൊക്കെ എനിക്ക് പറയാനുണ്ട്, ദൈവത്തിന്റെ കരം ഞാൻ കണ്ടെന്നും ദൈവമാണ് എന്നെ കൺട്രോൾ ചെയ്യുന്നതെന്നും അവരോടൊക്കെ പറയാണ്ട് ഞാൻ ലീഡേഴ്സിനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ ഞങ്ങളുടെ മെയിൻ നേഴ്സിനെ വിളിച്ചു ഞാൻ ഇങ്ങനെ പറഞ്ഞു, നീ വിചാരിക്കും ഞാൻ ഇത്രയും കാലം നുണ പറഞ്ഞുകൊണ്ടിരുന്നതാണ്,
എന്നിട്ട് ഇപ്പൊ നീ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം ഒരു ഇൻഫോം പറയട്ടെ. ഇപ്പൊ ആ ഡോക്ടർ എന്നോട് പറയുന്നത് നിന്നോട് പണ്ട് എവിടെയാ ജോലി ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് തന്നെ ഹെവി ആയിട്ട് നിനക്ക് ജോലി ചെയ്യാം, നിന്റെ ഹാർട്ടും ലങ്സ് ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, യു ഹാവ് ടു ബിൽഡ് അപ്പ് യുവർ സ്ട്രെങ്ത്, നീ ഇനി ആ ശക്തിയിലേക്ക് തിരിച്ചും വരണം എന്നാണ് എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു. സോളി, ഞാൻ നിന്നെ ഒരിക്കൽ പോലും ഞാൻ നിന്നെ അവിശ്വസിക്കത്തില്ല, നീ പറയണമെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, ഞാൻ ഒരിക്കലും എനിക്കറിയാം നീ അങ്ങനെ നുണയൊന്നും പറയുന്ന വെച്ചല്ല, എനിക്കറിയാം, എന്നാ ശരി നീ ഒന്ന് ഇവിടെ ജോയിൻ ചെയ്തോ എന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഞാൻ പോയി ഒരു ജോലി ചെയ്തു, ഈ ആഴ്ച ഞാൻ തിരിച്ചും 2 ദിവസം കഴിയുമ്പോൾ തിരിച്ച് ജോലി ചെയ്യാൻ പോകുന്നു. എനിക്ക് ഒത്തിരി ലീവ് കിടക്കുന്നുണ്ട്, അത് കാരണം കൊണ്ട് ആ ലീവൊക്കെ ദൈവത്തിന്റെ അത്ഭുതകാരം ഇതുവരെ എന്നെ അത്ഭുതവും അതിശയമായി എന്നെ നടത്തി. ദൈവത്തിന്റെ ഒരു വചനം പറയുന്നുണ്ട്, 138 സങ്കീർത്തനത്തില് ഇങ്ങനെ പറയുന്നു, ഒന്ന് വായിച്ചോട്ടെ, 139 അതിനകത്ത് 13 വചനം പറയും, നീയല്ലോ എന്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക, ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അത് ഇതിനകത്ത് പറയുന്നത്, ഇംഗ്ലീഷിൽ പറയുന്നത് ഒരു ഭയങ്കര വചനമാണത്. ഫോർ യു ക്രിയേറ്റഡ് മൈ ഇൻമോസ്റ്റ് ബീയിങ്, യു നിറ്റ് മീ ടുഗെദർ ഇൻ മൈ മദേഴ്സ് വൂംബ്, praise you because I am fearfully and wonderfully made. അത് എത്രയോ ശക്തമായ യേശുപ്പച്ചൻ നിറ്റ് ചെയ്തപ്പോ എന്റെ ഹാർട്ടിന് 5 ഹോളായിട്ട് നിറ്റ് ചെയ്തു. ആ 5 ഹോളിന്റെ കൺട്രോൾ എന്റെ അപ്പച്ചൻ ഏറ്റെടുത്തിരിക്കുന്നു. എനിക്കറിയാം എന്റെ ഹാർട്ടിന്റെ റൈറ്റ് സൈഡ് ഒത്തിരി വീക്കാണെന്നാണ്, പക്ഷെ അതെല്ലാം എന്റെ യേശുപ്പച്ചന്റെ കരങ്ങളില് ഭയങ്കര സ്ട്രോങ് ആയിട്ട് എന്റെ അപ്പച്ചൻ അത് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു അതിര് വരാം, അതിര് കഴിയാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇത് അത്ഭുതകരമായിട്ട് എന്നെ നടത്തി. ഞാൻ ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ എന്റെ അറിയുന്ന ആളുകളോടൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് എല്ലാവരോടൊന്നും പറയാൻ ഒരു ദിവസം ഞാൻ ജോലി ചെയ്തോളൂ. ദൈവം ഇത്രയും എന്നെ നടത്തി. എല്ലാ മാനവും മഹത്വം എന്റെ അപ്പയ്ക്ക് മാത്രം തരുന്നു. ഞാൻ ഇതിനകത്ത് ഒന്നും പുകഴ്ത്താൻ എനിക്കില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ചത് എവിടെ എന്റെ അപ്പയെ എനിക്ക് ഉയർത്താൻ കഴിയുമോ, എത്രമാത്രം എന്റെ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ, അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. ആ ദൈവത്തിന്റെ നാമം മാത്രം ഉയർത്തപ്പെടണം, അങ്ങയുടെ നാമം മാത്രം മഹത്വപ്പെടണം, എൻ്റെ നാമം എൻ്റെ പേര് ഏറ്റവും കുറഞ്ഞു പോകണം. ഇതാണ് എൻ്റെ ആഗ്രഹം. ഇതിന്റെ ഈ പാതയില്, ഈ ജേർണിയിൽ എന്നെ, ഈ യാത്രയിൽ എന്നെ എൻ്റെ കുടുംബമൊക്കെ ഒത്തിരി സഹായിച്ചു. അവര് എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നു, എൻ്റെ മക്കൾ ജോലി ചെയ്യുന്നു, അവർക്കൊക്കെ എൻ്റെ കൂടെ ഒന്നും ഇരിക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ എപ്പോഴും ഇരിക്കുന്ന ഒരു യേശുപ്പച്ചൻ, ആ യേശുപ്പച്ചന്റെ ആ കരുതല്, ആ സ്നേഹം, ആ കരുതല് ഞാൻ ഓരോ ദിവസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ചർച്ചും എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു. ദൈവം ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മാത്രം ഉയർത്തപ്പെടട്ടെ. അപ്പോൾ ആ വിടുതലിൻ്റെ സാക്ഷ്യം അനേകരോട് പങ്കുവെക്കുവാൻ കർത്താവ് ഇങ്ങനെയും ഒരു സാവകാശം ഒരുക്കി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരം അനുഭവിച്ചു. ഇത് തന്നെ വളരെ വലിയ മുടക്കളാണ്. കാരണം നമ്മുടെ അകത്ത് ജന്മനാ ഉള്ള ഒരു പ്രശ്നം, അത് മറ്റൊരു ഘട്ടത്തിലും, പ്രത്യേകിച്ചും ക്യാരി ചെയ്യുന്ന സമയത്തൊക്കെ ഹാർട്ടിനൊക്കെ വലിയ ഒരു പ്രഷർ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവം അവിടെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തു, ഇന്ന് വരെ പരിപാലിച്ചു. ദൈവിക സൗഖ്യവും അത്ഭുതം എല്ലാം വെളിപ്പെടുത്തി. അതിനകത്തൊക്കെ വലിയ ദൈവമഹത്വമുണ്ട്. പറഞ്ഞു പോകാൻ എളുപ്പമാണെങ്കിലും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അറിയാവുന്നവർക്കറിയാം. ഹാർട്ടിന് ഇഷ്യൂ ഉള്ളവർ നേരിടുന്ന പ്രശ്നങ്ങൾ. നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്. ഓരോ വിഷയങ്ങളും എഴുതി വെച്ച് പ്രാർത്ഥിച്ച്, ദൈവസന്നിധിയിൽ ഓരോ വിഷയങ്ങളും വെച്ച് പ്രാർത്ഥിച്ച് പരിഹാരം കണ്ടു. അത് ഫസ്റ്റ് ഒരു കാര്യമുണ്ട്. ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ തിരിച്ച് ആ സ്ഥലത്ത് തന്നെ ജോലി ചെയ്യണോന്ന് വെച്ചപ്പോ എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും പിള്ളേരാണെങ്കിലും പറഞ്ഞു, മമ്മി ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജോലി തന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ തിരിച്ചും വന്ന് നീ അങ്ങോട്ട് തന്നെ പോകുന്നത്? എന്റെ ഹസ്ബൻഡ് ചോദിച്ചു, നീ ഒന്നും പറയണ്ട, നീ പറയാതെ തന്നെ വച്ചോണ്ടിരിക്കും, ഇവിടെ തന്നെ കുറച്ച് ആളോട് ജോലി ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ എന്റെ ഫാസ്റ്റ് ആണെങ്കിലും എന്റെ കൂട്ടുകാരാണെങ്കിലും വിളിച്ചിട്ട് പറയും, സോളി നീ വേണ്ടാത്ത കാര്യത്തിന് പോകണ്ട, നിനക്ക് ഇപ്പോൾ ഒരു ലൈറ്റ് ജോലി തന്നേക്കുന്നതാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് ഇതിനൊരു കൺഫർമേഷൻ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അങ്ങനെ തന്നെ എഴുതി കാണിച്ചു തന്നെ. ഞാൻ പറഞ്ഞു, കയ്യെത്താ ദൂരത്ത് ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാത്ത ഒരു സ്ഥലത്ത് എനിക്ക് ജോലി ചെയ്യാൻ എനിക്ക് ഒരു റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞു. അത് അങ്ങനെ തന്നെ രാത്രി എന്നെ എഴുതി കാണിക്കുകയാണ്. ഞാൻ ആ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന അത് അങ്ങനെ തന്നെ. ഞാൻ വിചാരിച്ചു, ഇനി ആരുടെ കൺഫർമേഷൻ എനിക്ക് വേണ്ടത്? എൻ്റെ അപ്പച്ചൻ എനിക്ക് തരുന്ന കൺഫർമേഷനെക്കാളും വലിയൊരു കൺഫർമേഷൻ എനിക്കുണ്ടോ എന്ന് ഞാൻ ഓർത്തിട്ട് ഞാൻ അത് പിറ്റേ ദിവസം ആരോടും ചോദിച്ചില്ല. ഞാൻ തന്നെ ലീനേഴ്സിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ റെഡിയാണ് അങ്ങോട്ട് പോകാനെന്ന്. പിന്നെ അതിനേക്കാളും വലിയൊരു കൺഫർമേഷൻ നമുക്ക് വേണോ ഫസ്റ്റേ? അതെ. സിസ്റ്റർ സ്കോട്ട്ലൻഡിലെ ഇപ്പം അല്ലേ, ഗ്ലാസ്ഗോ എന്ന് പറയുമ്പം?
സ്കോട്ട്ലൻഡ് പാസ്റ്റർ, സ്കോട്ട്ലൻഡ്. ഈ ഇടയ്ക്ക് ഈ പിന്നെ ലണ്ടനിലേക്ക് പോയി അല്ലേ, കേംബ്രിഡ്ജിന്റെ കാര്യമൊക്കെ പറഞ്ഞത് ഇടയ്ക്ക്? ഞാൻ വന്നത് ബെർമിംഗ്ഹാമിലായിരുന്നു. അവിടെ വെച്ചാണ് എന്നെ ടെർമിനേറ്റ് ചെയ്തത്. ടെർമിനേറ്റ് ചെയ്ത് പിന്നെ പോയത് കേംബ്രിഡ്ജിലേക്ക്. അവിടെ വെച്ച് ഞാൻ എൻ്റെ അഡാപ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നത് സ്കോട്ട്ലാൻഡിലേക്കായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സ്കോട്ട്ലൻഡിൽ നിന്ന് മറ്റൊരു സഹോദരി വന്ന് പറഞ്ഞിരുന്നു. ദൈവം സഹായിക്കട്ടെ. ബിജു ബ്രദറാണ് എനിക്ക് ഈ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് തോന്നുന്നു. അതെ, ബിജു ബ്രദറിനോട് പറഞ്ഞു. ശരി. ഓക്കെ. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇനി ധാരാളം ദൈവിക അനുഗ്രഹങ്ങളുടെ വിടുതലുകളുടെയും സാക്ഷ്യം പെടുവാൻ, അനേകരുടെ മുമ്പിൽ നിൽക്കുവാനൊക്കെ കർത്താവ് ഒരുക്കട്ടെന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. വിട്ടുപോയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമില്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ച് ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ എല്ലാം കവർ ചെയ്യാൻ തോന്നുന്നു. ശരി, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി സിസ്റ്റർക്ക് തന്നെ ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, സ്തോത്രം 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 കർത്താവേ, കൃപയാ ഞങ്ങൾ അളവിടാ സ്നേഹിക്കുന്ന സ്വർഗ്ഗീയ പിതാവേ, ദൈവമേ, ഹാലലൂയ, അങ്ങ് സ്തുതിക്കുന്നു നാഥ. ഹാലലൂയ, ഈ ദാനമായി തന്ന ഈ സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. നന്ദിയോട് അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു ദൈവമേ. എൻ്റെ ഈ സാക്ഷ്യം കർത്താവേ, ഹാലലൂയ, അനേകർക്ക് ഒരു ആശ്വാസമായി തീരുവാൻ, അനേകർക്ക് ബലം പകരുവാൻ, അനേകരുടെ ജീവിതത്തിൽ ഒരു വിടുതലായി തീരുവാൻ കർത്താവേ നീ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എനിക്ക് കർത്താവേ ഇതിന് അവസരം തന്ന കർത്താവെ പിന്നിപ്പാസിനെയും കർത്താവെ സാൻഡിസ്റ്ററേയും മക്കളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, അവരുടെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കപ്പെടണം കർത്താവെ. ഇത് അനേകർക്ക് ആശ്വാസമായി ബലമായി കർത്താവെ, സ്തോത്രം കർത്താവെ, അനേകരുടെ വിശ്വാസം വർദ്ധിക്കുവാൻ എല്ലാം ദൈവം സഹായിക്കുമാറാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം കർത്താവെ. എല്ലാ മാന്യ പ്രേക്ഷകരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് തിരിച്ചും താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവർ ഏതവസ്ഥകളിൽ കൂടെ കടന്നു പോയാലും കർത്താവെ, എന്നെ പിടിവിച്ച ദൈവം കർത്താവ് അവരെയും പിടിവിപ്പാൻ ശക്തനാണ് ഞങ്ങൾ അറിയുന്നു കർത്താവെ. അതിനായി ഞങ്ങൾ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് എല്ലാവരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. മാനവും മഹത്വപ്പച്ചനെ ഏറ്റെടുത്താലും യേശുനാഥത്തെ തന്നെ അപേക്ഷിക്കുന്നു സ്വർഗ്ഗീയ പിതാവേ. ആമേൻ 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 ആമേൻ. പിതാവ് പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ സഹവാസക്കാവൽ എല്ലാവരുടെ പേരും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ സോളി സിസ്റ്റർ മേൽ, തന്റെ കുടുംബത്തിന് മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. ഇവിടെ ആശോട് നന്ദി പറയാ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഒത്തിരി താങ്ക്സ് പാസ്റ്റർ എന്നെ സഹായിച്ചു. താങ്ക് യു സിസ്റ്റർ. ഞങ്ങളെല്ലാം നന്ദി സ്നേഹം അറിയിക്കുന്നത്. വളരെ അത്ഭുതകരമായ സാക്ഷ്യമാണ്. കർത്താവിൻ്റെ അത്ഭുത വിടുതലിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. പിന്നെയും സിസ്റ്റർ കുടുംബമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ, അനേക ഇടങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷ്യമാക്കി നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ ആമേൻ ആമേൻ. എല്ലാവരും അനുഗ്രഹിക്കട്ടെ.